കലുഷിതമായ ഒരു കടൽക്കരയോരം, അതിനടുത്തായ ഒരു കൽമണ്ഡപം, അവിടെ നിന്നും അല്പാകലെയായി കാറ്റാടിമരങ്ങൾക്ക് നടുവിലുള്ള ഒരു വീട്. വളരെ കാലം മുമ്പ് ഒരു പെൺകുട്ടി ആ വീട്ടിൽ ആത്മഹത്യ ചെയ്തു. ഒരു കൊച്ചു സുന്ദരി. ഒരു അമാവാസി രാത്രിയാണ്. ഇലയനക്കമില്ല. പകല് മുഴുവനും അവൾ അവിടെ പാടിക്കൊണ്ട് നടന്നു. വൈകുന്നേരം തേച്ചു കുളിച്ചു. ശരീരം മുഴുവൻ ചന്ദനച്ചാറ് പൂശി. സർവാഭരണ വിഭൂഷിതയായി അവൾ അടുക്കളയിലേക്ക് കയറി. കടലാസുകൾക്ക് തീ കൊളുത്തി, പ്രേമലേഖനങ്ങൾക്ക്. എന്നിട്ടവൾ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു. കയർ പൊട്ടിപ്പോയി. എന്നിട്ടവൾ എന്ത് ചെയ്തു എന്നറിയാമോ? ശരീരത്തിലാകെ മണ്ണെണ്ണ കോരിയൊഴിച്ചു, തീ കൊളുത്തി. അങ്ങനെ വെന്ത് വെന്ത് മരിക്കുകയാണ്. മരിക്കുമ്പോൾ അവൾക്ക് ജീവിക്കണമെന്ന് കൊതി തോന്നി. എന്നിട്ട് അവൾ അവിടെയെല്ലാം ഇഴഞ്ഞു നടന്നു. അപ്പോഴും വെന്ത് നീറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും അമാവാസി രാത്രി അവൾ ഇവിടെ വരാറുണ്ട്. അവൾ വരുമ്പോൾ ഒച്ച കേൾക്കാം. ടപ് ടപ്. ചിലങ്കകൾ കുലുങ്ങും. ചിലും ചിലും. അവൾ നടന്നു വരുമ്പോൾ ചന്ദനച്ചാറിൻ്റെ പരിമളം വീശും. പല രൂപത്തിലും വരും. പൂച്ചയായും, എലിയായിട്ട് വരും, പാമ്പായും. അതെ, അവൾ യക്ഷി. ഹലോ, ഹായ്, വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ശ്വാസം മുട്ടിപ്പോയ മിസ്റ്റർ ദിഗംബരൻ. വെൽക്കം ടു അവർ മലയാളം പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 1967 മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ യക്ഷി എന്ന നോവലിനെ അടിസ്ഥാനമാക്കി വന്ന് 1968 കെ സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി എന്ന സിനിമയെക്കുറിച്ച്. അപ്പോൾ ഞാൻ ഇന്ന് വെൽക്കം ചെയ്യുകയാണ് ഞങ്ങളുടെ ചാനലിലെ യക്ഷി മിസ് UDC കുമാരി. വെൽക്കം ടു ദ ഷോ. വെറുതെ എന്റെ സ്വഭാവം മാറ്റണ്ട. യക്ഷിയായിട്ട് ഞാൻ വരും. എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ വോയിസ് ഓവർ, വോയിസ് ആക്ടിങ്? മികച്ചതായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. എന്താണേലും ഒരു എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആംബിയൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ എൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ടോണൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷേ വോയിസ് ഓവറിൽ ഒരു കൈ നോക്കിയാലോ എന്നുള്ളൊരു ആലോചനയുണ്ട്. ഓക്കെ, ഡയറക്ടറിന്റെ പേര് പറഞ്ഞത് ശരിയാണോ? കെ എസ് സേതുമാധവൻ. എന്തോ ഒരു സാധനം വിട്ടുപോയാലോ തോന്നി. എന്താണേലും പിന്നെ ഒരു ആംബിയൻസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് KS സേതുമാധവൻ സംവിധാനം ചെയ്ത യക്ഷി എന്ന സിനിമയാണ്. കുറെ നാളായിട്ട് നമ്മൾ പറഞ്ഞാണ് യക്ഷി ചെയ്യാമെന്നുള്ളത്. അപ്പൊ ഇന്നാണ് അതിനൊരു അവസരം കിട്ടുന്നത്. നമ്മൾ ആക്ച്വലി നമ്മളെ ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു അല്ലേ? കാരണം നമ്മള് ആദ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്ത ക്ലാസിക് എനിക്ക് തോന്നുന്നു വെള്ളമാണോ അതോ ഭാർഗവി നിലയമാണോ? ഞാനത് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഇതിലേതോ ഒരെണ്ണമാണ് ആദ്യം ചെയ്തത്. വെള്ളമാണ്. അല്ല, ആദ്യം നമ്മൾ ഒന്നിച്ചിരുന്ന് കണ്ടത് അത് ഭാർഗവി നിലയമാണ്. അപ്പൊ ഭാർഗവി നിലയം കണ്ടിട്ട് ഞങ്ങൾ യക്ഷി കാണുമ്പോൾ ഞങ്ങൾ ഇത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അതിനെ ഇത്രയും ഞങ്ങൾ ഇതിന്റെ ഫാൻ ബോയ്സ് ആയി പോകും, അല്ലെങ്കിൽ ഫാൻ ഗേൾസ്, ഫാൻ ഹ്യൂമൻ ബീങ്സ് ആയി പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം ഭയങ്കര എക്സ്ട്രോർഡിനറി ഫിലിം, എക്സ്ട്രോർഡിനറി സ്റ്റോറി അല്ലേ? ഭയങ്കര ഒരു എന്താ പറയുന്നേ, പ്രതീക്ഷിക്കാത്ത വഴികളിൽ കൂടെ നമ്മളെ ഈ കഥ സഞ്ചരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് നമുക്ക് പറയാം. ആദ്യം ഒരു ഭാർഗവി നിലയം വെർഷൻ 2.0 എന്നുള്ള രീതിയിലാണ് ഞങ്ങളത് അതിനെ അപ്രോച്ച് ചെയ്തതും കണ്ടു തുടങ്ങിയതെങ്കിലും പിന്നീട് ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് ഒരു വേറൊരു തലത്തിലേക്ക് പോയ ഒരു സിനിമയാണ്. ഇപ്പം എല്ലാ അർത്ഥത്തിലും നമുക്കൊരു ക്ലാസിക് എന്ന് വിളിക്കാവുന്ന.
അതാ നമ്മൾ അന്നേരം നോക്കിയപ്പോ ഭാർഗവി നിലയാണെങ്കിൽ 1964 പടം ഇറങ്ങുന്നതും. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓബ്വിയസ്ലി അപ്പൊ അങ്ങനത്തെ ഇൻഫ്ലുവൻസ് വന്നതാകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് അന്ന് പോയായിരുന്നു. പക്ഷെ അത് നമ്മൾ പിന്നീട് റിഗ്രറ്റ് ചെയ്തു. അതെ, അതിന് സമാനമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നതിന് കാര്യം എന്ന് വെച്ചാൽ അത് ഭാർഗവി നിലയത്തിന്റെ ഇൻസ്പിറേഷൻസ് ഇതിലും ഉണ്ട് എന്നുള്ള രീതി, ആ ഒരു എടുത്തേക്കുന്ന രീതിയും ഒക്കെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരും. പക്ഷെ ആ തോന്നലുകളെല്ലാം പാടെ തെറ്റായിരുന്നു എന്ന്. അതെ, മലയാറ്റൂർ രാമകൃഷ്ണന്റെ നോവലിൽ നിന്നാണ് ഇത് എടുത്തതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇതിന്റെ കഥ മലയാറ്റൂർ രാമകൃഷ്ണന്റെയാണ്. തിരക്കഥയും സംഭാഷണവും ചെയ്തിരിക്കുന്നത് തോപ്പിൽ ഭാസി ആണ്. പിന്നെ ഗാനങ്ങൾ പൈലാർ, സംഗീതം ദേവരാജൻ, പിന്നെ പാടിയവരിൽ നമ്മുടെ യേശുദാസ് ഉണ്ട്, പി സുശീല ഉണ്ടെന്ന് തോന്നുന്നല്ലേ. എസ് ജാനകി. ഇപ്പം മനോഹരമായ ഗാനങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. സത്യൻ മാഷാണ് ലീഡ് റോളിൽ വരുന്നത്. പിന്നെ ശാരദാമ്മയുണ്ട്. ഉഷാ കുമാരി എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസും ഉണ്ട്. പുള്ളിക്കാരി ആക്ച്വലി ഞങ്ങള് ഇങ്ങനെ കണ്ടോണ്ടപ്പോ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അതായത് പുള്ളിക്കാരി കാണാൻ ഭയങ്കര പ്രിട്ടിയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരി അധികം പടങ്ങളിൽ നമുക്കങ്ങനെ ഈ ഉഷാകുമാരി എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമ്മൾ അത്രയും ഫെമിലിയർ അല്ലല്ലോ. ഇപ്പം ഷീലാമ്മ അല്ലെങ്കിൽ ശാരദ, അതുപോലെ വേറെ ജയഭാരതി, അങ്ങനെയുള്ള ആ ഒരു പഴയ ആക്ട്രസുകളിലെ അത്രയും പ്രോമിനന്റ് ആയിട്ട് കേൾക്കുന്ന ഒരു പേരല്ലല്ലോ. പക്ഷെ എന്താണ് പുള്ളിക്കാരിയുടെ ഇപ്പോഴത്തെ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയാലും ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് റീസെന്റ് ആയിട്ട് വരെ 2014 അങ്ങനെ എന്താണ്ട് റീസെന്റ് ആയിട്ട് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും തെലുങ്കിലും തമിഴിലുമാണ് ഇപ്പൊ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. ജീവയുടെ ഏതോ പടത്തിലാണ് അവസാനം വർക്ക് ചെയ്തത്. അതായത് ഉഷാകുമാരി അമ്മ അവസാനമായിട്ട് ചെയ്തത് 2010 രഗഡ എന്നുള്ള പടമാണ്. അത് തെലുങ്ക് പടമാണ്. രാമേശ്വരാണ് അവസാനത്തെ തമിഴ് പടം. അത് 2007 പടമാണ്. 2007. റഗഡ മറ്റേ നാഗാർജുനയുടെ പടമാണെന്ന്. നാഗാർജുന അക്കിനേനിയും അനുഷ്ക ഷെട്ടിയുമായിട്ടുള്ള ഒരു പടം. അതാണ് ഈ ഡബ് ചെയ്ത് വമ്പ് എന്ന് പറഞ്ഞ് തമിഴില് വന്നത്. നല്ല പടമാണ്. മികച്ചൊരു അതിനകത്ത് പ്രിയാമണിയുണ്ട്. ഡ്യുവൽ ഹീറോയിൻസ് ആണ്. ഞാനൊരു കിങ് നാഗാർജുനയുടെ ചില ഇത്തരം പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നല്ല പുള്ളിയാണ്. ഡോണൊക്കെ ഉണ്ട്, നമ്മുടെ ലോറൻസ് മാസ്റ്റർ സംവിധാനം ചെയ്ത. ഇപ്പം പിന്നെ നമ്മുടെ മറ്റേ പുള്ളിക്കാരിയുണ്ട്, നമ്പൂതിരി. എന്താണ് ശ്രീലത നമ്പൂതിരി. പുള്ളിക്കാരിയും കുറെ മലയാളം പടങ്ങളിലൊക്കെ ഉള്ള. ഇപ്പം പിന്നെ ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട് ഇതിൻ്റെ അകത്ത്, എൻ ഗോവിന്ദൻ കുട്ടി, എ ജി നായർ, മറ്റേ പടയോട്ടത്തിന്റെ അതെന്തായിരുന്നു പുള്ളിയുടെ പേര്? അയ്യോ, എന്തായിരുന്നു ഓർക്കുന്നില്ല. അതിൻ്റെ പേര് മറന്നുപോയി. അപ്പൊ ഞങ്ങള് ചെയ്ത ക്ലാസിക്സിന്റെ അകത്ത് ഇപ്പം പുള്ളി ഉള്ളത് 3 പടങ്ങളിൽ പുള്ളിയുണ്ട്. കാബാലികയ്ക്കകത്താണ് എ ജി നായറായിട്ട് വരുന്ന ഐക്കോണിക് റോൾ ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ പടയോട്ടം ചെയ്തപ്പോ അതിന്റെ അകത്ത് വരുന്നുണ്ട്. പെരുമണക്കുറുപ്പ്, അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ. പെരുമന കുറുപ്പ്. ശരി. ഓക്കെ. ഇതിന്റെ അകത്ത് ചന്ദ്രശേഖരൻ. ശരി, ചന്ദ്രശേഖരൻ. അപ്പം പുള്ളിയുണ്ട് ഇതില്. ഇവരൊക്കെ പിന്നെ ബഹദൂർ ഉണ്ട്, അടൂർ ബാസി, നമ്മുടെ സുകുമാരി അമ്മ. അപ്പം ഇത്തരം ആളുകളൊക്കെയാണ് ഇവിടെ കാസ്റ്റിലുള്ളത്. വളരെ എന്താ പറയുന്നത്, മലയാള സിനിമയിലെ ക്ലാസിക് പടങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു സിനിമയാണ്. അതിനെല്ലാ അർത്ഥത്തിലും ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു പടമാണ്. ഇതിന്റെ ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു പടമാണെന്ന് ഞാൻ പറയായിരുന്നു. ഇപ്പോഴത്തെ വെച്ച് നോക്കുകയാണെങ്കിലും ഭയങ്കര കഥാപരമായിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു പടമാണ്. ഭയങ്കര എന്താ പറയുന്നത്, ലെയറിങ് ഉള്ള പടമാണ്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു പടമാണ്. ഒത്തിരി ലെയറിങ് ഉണ്ട്.
ലെയറിങ് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഇഷ്ടമുള്ള മൈന്യൂട്ട് ഡീറ്റെയിൽസ് തപ്പിപ്പിടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ പടമാണിത്. ഞാൻ കണ്ടോണ്ടിരുന്നപ്പോൾ പറഞ്ഞു ഈ ഭാർഗവി നിലയം റീമേക്ക് ചെയ്തതിന് പകരം യക്ഷി റീമേക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, അവൾക്ക് പറ്റിയായിരുന്നേനെ എന്നുള്ള രീതിയിൽ. പക്ഷെ യക്ഷിയുടെ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ഫഹദ് ഫാസില് 2013 ചെയ്ത അകം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. അത് ഈ യക്ഷി നോവലിനെ ബേസ് ചെയ്തിട്ട് വന്ന സിനിമയാണ്. അതിന് 2 റിലീസ് ഡേറ്റ്സ് കാണിക്കുന്നുണ്ട്. ഡിസംബർ 2011 കാണിക്കുന്നുണ്ട്. അത് DIFF എന്ന് കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഏതോ ഫിലിം ഫെസ്റ്റിവൽ ആണ്. അല്ലാതെ ഇന്ത്യയിൽ റിലീസ് ചെയ്തത് 2013. പിന്നെ അല്ലാതെ ഇത് ആക്ച്വലി ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം മോഹിനി എന്ന് പറയുന്ന ഒരു ZTVയിലെ ഒരു ടെലിഫിലിമിന് ഇത് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അതുപോലെ ഓഫ് ദ ഷെൽഫ് എന്ന് പറയുന്ന BBCയിലെ ഒരു ഷോ 12 എപ്പിസോഡായിട്ട് ഇത് ഒരു ഷോ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ പൊതുവെ പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഇത് ഇത്രയും ലെയേർഡ് ആയിട്ടുള്ള ഒരു കഥ ആയതുകൊണ്ടാവാം പല ഈ സ്റ്റഡീസിലും ഈ പടം മാത്രമല്ല, ഈ ഒരു നോവലും അതിന്റെ കഥയും അതിന്റെ പശ്ചാത്തലവും, ഈ യക്ഷി എന്നുള്ള ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, അതിനെ പഠിക്കാൻ ഒത്തിരി പേര് എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം പറയുകയാണെങ്കിൽ ഡോക്ടർ റൂപ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി റിസർച്ചറാണ്. പുള്ളിക്കാരിയുടെ ഒരു ആർട്ടിക്കിളിനകത്തിൽ, അത് സിംഗുലാരിറ്റീസ് എന്ന് പറയുന്ന ഒരു റിസർച്ച് ജേർണലിനകത്തിൽ വന്ന ഒരു ആർട്ടിക്കിളാണ്. അതിനകത്തിൽ ഈ യക്ഷി സങ്കല്പത്തിനെ കുറിച്ചും യക്ഷി സങ്കല്പങ്ങൾ നമ്മുടെ കേരള കൾച്ചറിന്റെ ഭാഗമാകുന്നതിനെ കുറിച്ചും അതെങ്ങനെയാണ് ബാക്കിയുള്ളവരിലെ ആ സൈക്കിയില് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക. ഇറ്റ്സ് നോട്ട് വെരി ഹ്യൂജ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് കോംപ്ലിക്കേറ്റഡ് വർക്ക് ഒന്നും അല്ല. ഇച്ചിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. നമ്മൾ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തേ. അപ്പൊ അത് അങ്ങനെ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ട ഒരു പടമാണ്, ഒരു നോവലാണ്. പിന്നെ സ്റ്റഡീസ് ഇതുപോലത്തെ ഒത്തിരി സ്ക്രൂട്ടനീസും സ്റ്റഡീസിൽ കൂടെ കടന്നുപോയ ഒരു നോവലുമാണ്. പിന്നെ ഇതിന്റെ ജോൺറെ ഇത് വെച്ച് നോക്കുവാണെങ്കിൽ ആ രീതിയിൽ മലയാളത്തിലെ ആദ്യത്തെ സിനിമയാണിത് ആ ജോൺറയിൽ വരുന്നത്. ആ ജോൺറ എന്താണെന്ന് ഇവിടെ പറയാത്തതിന് കാര്യം അതൊരു ചിലപ്പോൾ ഒരു മൈനർ സ്പോയിലർ ആവാം എന്നുള്ള രീതിയിൽ, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ഇതിപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒബ്വിയസ്ലി ഇതിൻ്റെ കഥയെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഈ വീഡിയോയിൽ എന്താണേലും സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ആ ഒരു ഇതിലോട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ചുള്ളൊരു ചെറിയൊരു പിക്ചർ തന്നിട്ട് അങ്ങോട്ട് പോകാം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം നിങ്ങൾ ഒട്ടും സ്പോയിൽഡ് ആവാൻ ആഗ്രഹിക്കാത്തവരാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ടത് ഒരു നട്ട്ഷെല്ലിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ക്ലാസിക്കുകൾ ഒരെണ്ണമാണ്. സത്യൻ മാഷുള്ള ഒരു പടമാണ്. മികച്ച അഭിനയം, ഗാനങ്ങൾ, പശ്ചാത്തലം എല്ലാം എടുത്തേക്കുന്ന രീതിയാണെങ്കിൽ അവർ ആ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്ന ആ ഒരു ആംബിയൻസ് ആണെങ്കിലും എല്ലാം മികച്ച ഒരു ഇതാണ്. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇനിയിപ്പം സ്പോയിലേഴ്സ് വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ പടമാണ് യക്ഷി. അപ്പം ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഭാർഗവി നിലയം മൂഡിലാണ് അതിൻ്റെ ആ ഒരു സെറ്റിങ്, അതുപോലെയൊക്കെയാണ് ഒരു വീട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യൻ മാഷ് ഒരു കെമിസ്ട്രി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് യക്ഷികളിലെ കാര്യത്തിലൊരു പ്രത്യേക താല്പര്യമുണ്ട്. അതിനെക്കുറിച്ച് റിസർച്ചൊക്കെ പുള്ളി സ്വയം ഒരു സയന്റിസ്റ്റ് ആയിട്ടാണ് സയൻസിൽ സ്വാഭാവികമായി റിസർച്ച് ചെയ്യുന്ന റിസർച്ച് സ്റ്റുഡൻസിനെ സയന്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. മേ ബി അങ്ങനെ ആ രീതിയിലായിരിക്കും പുള്ളി സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. പുള്ളി ഒരു സയന്റിസ്റ്റ് ആണല്ലോ, ഒരു കെമിസ്ട്രി പ്രൊഫസറുമാണ്. അപ്പം കെമിസ്ട്രി പ്രൊഫസേഴ്സ് ഒക്കെ ഇച്ചിരി വിഷയമുള്ള ആൾക്കാരാണ്. കാര്യം ഒരു കെമിസ്ട്രി പ്രൊഫസറാണ് പാവം ചികിത്സയ്ക്ക് വേണ്ടി പണത്തിന് വേണ്ടിയിട്ട് എന്താ പറയുന്നത്, ഒരു ചെറിയൊരു മെത്തൽഫെറ്റമിൻ മെത്ത് എന്ന പേരിലുള്ള ഒരു വസ്തു ഉൽപ്പാദിപ്പിച്ച് പിന്നീട് ഒരു എംപയറിന്റെ തന്നെ ഉടമയായി മാറിയ പ്രൊഫസർ വാൾട്ടർ വൈറ്റ് ഹൈസൻബർഗ് എന്ന് പറയും. അപ്പോൾ ഈ കെമിസ്ട്രി പ്രൊഫസേഴ്സിനെയൊക്കെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെയുള്ള കെമിസ്ട്രി പ്രൊഫസറും യക്ഷികളുടെ കാര്യത്തില് ഗവേഷണമൊക്കെ നടത്തി പിന്നീട് ഒരു ടെററായി മാറി ഒരു വ്യക്തിയാണ്.
അല്ല പിന്നെ പുള്ളിക്കാണെങ്കിലും ഈ കെമിസ്ട്രി പ്രൊഫസേഴ്സിനും കെമിസ്ട്രിയുടെ ആ ഒരു ഇതിനെ കുറിച്ചും ഭയങ്കര എന്താ പറയുന്നത്, ഹിസ് വെരി പ്രൗഡ് അബൌട്ട് ഇറ്റ്. കാരണം പുള്ളി പറയുന്നത് ചെമ്പ് സ്വർണ്ണമാക്കാൻ നോക്കിയ ആൾക്കാരാണ് കെമിസ്ട്രിയുടെ പിതാക്കന്മാരെന്നാണ് പുള്ളി പറയുന്നത്. സോ അത് പണ്ട് കാലത്ത് ഈ എന്താ പറയുന്നത്, ഫിലോസഫേഴ്സ് സ്റ്റോൺ എന്നുള്ള ഒരു ഐഡിയോളജി ഭയങ്കര ഇതായിരുന്നു. അതായത് അതുണ്ടെങ്കിൽ ഇമ്മോർട്ടൽ ആവാം, പിന്നെ എന്തിനേയും നമുക്ക് ഗോൾഡാക്കി മാറ്റാം, അങ്ങനെ മെറ്റലിൻ്റെ ഒക്കെ പ്രോപ്പർട്ടീസ് മാറ്റിയെടുക്കാം എന്നൊക്കെ ഉള്ള രീതിയിൽ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കെമിസ്ട്രി സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആൾക്കാർ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ചെമ്പ് സ്വർണ്ണമാക്കാനൊക്കെ മാറ്റാനൊക്കെ പറ്റുമോ എന്നൊക്കെ നോക്കി അങ്ങനെയൊക്കെയാണ് ഓരോരോ കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ പോയതൊക്കെ. അപ്പം ആ പറഞ്ഞത് ശരിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിൽ അതായത് ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകം ഒരു നീളൻ ഫ്ലാസ്കിലൂടെ ഒഴുകി ഒഴുകി താഴേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ നിറം മാറി, അതായത് യക്ഷിയുടെ അതിൻ്റെ അകത്തുണ്ടെങ്കിൽ യക്ഷി രക്തം കുടിക്കുന്നത് പോലെയാണ് ആ ഒരു കെമിക്കൽ റിയാക്ഷന്റെ ആ ഒരു കളർ ചേഞ്ചിങ് പ്രോസസ്സിനെ പുള്ളി വിശേഷിപ്പിക്കുന്നത്. യക്ഷിയുടെ രക്തപാനം എന്നാണ് പുള്ളി അതിനെ പറഞ്ഞത്, അതിന് പേരിട്ടത്. അതൊരു സയൻസ് പ്രൊജക്റ്റ് ആയിട്ട് പുള്ളിയുടെ കോളേജിൽ അവതരിപ്പിക്കാനിരുന്ന ഒരു സാധനമാണ്. നൈസായിരുന്നു. കോളേജിന്റെ ശതവാർഷികത്തിന്. അപ്പൊ നമ്മൾ ഓർത്താ ശരിയാണല്ലോ. നമ്മളെ ഈ ലാബിലൊക്കെ പണ്ട് ഇങ്ങനെ ഈ മറ്റേ എന്തായിരുന്നു അതിന്റെയൊക്കെ പേരും മറന്നുപോയി, പിങ്ക് കളറിലുള്ള ഒരു സാധനം, ഫിനോഫ്തലിൻ. അത് വിനെഗറിന്റെ അകത്തോട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കളർ മാറി വൈറ്റ് കളറായി മാറുന്നത് പോലെ പുള്ളി പറയുന്ന പോലെ മറ്റേ പുകച്ചെറ്റലുകളായി ആകാശത്തിലേക്ക്. അതൊരു ഐക്കോണിക് ഡയലോഗാണ് എന്താണേലും. അപ്പോ അങ്ങനെ അപ്പൊ പുള്ളിയുടെ ഈ കെമിസ്ട്രി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അതിനിടയിൽ പുള്ളിക്ക് യക്ഷികളിൽ ഒരു താല്പര്യമുണ്ട്, അതിൽ ഗവേഷണം നടത്തണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. പുള്ളിയുടെ തീസിസും പുള്ളി പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ ബ്ലാക്ക് മാജിക് ഇൻ കേരള ആണെന്ന് പറയുന്നുണ്ട്. അതാണ് പുള്ളിയുടെ തീസിസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുള്ളി ഒരു ബ്ലാക്ക് മജീഷ്യനെ കണ്ടുപിടിക്കും, മിസ്റ്റർ ദിഗംബരനെ പോലെ. ദിഗംബരൻ ഒരു ബ്ലാക്ക് മജീഷ്യൻ ആണല്ലോ. ഇതിലെന്താ ചെമ്പ്രയിലെ മന്ത്രവാദി എന്തുവായിരുന്നു? ചെമ്രവട്ടത്തുകാരൻ മന്ത്രവാദി. ഓ, ചമ്രവട്ടത്തുകാരൻ മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് പുള്ളി കുറച്ച് താളിയോലകളൊക്കെ സംഘടിപ്പിച്ചെടുക്കും ഇതിനെ കുറിച്ചുള്ള റിസർച്ചിന് വേണ്ടിയിട്ട്. അതിന് പുറമെ പുള്ളി ഒരു വീടും ഒപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഈ ഭാർഗവി നിലയമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പുള്ളി നോവൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഒരു വീട്ടിൽ താമസിക്കാൻ ചെല്ലും. പക്ഷെ ആ വീട് ഇതിൻ്റെ അകത്തെ വീട് അവർ പറയുന്നത് എന്താ പറയുന്ന ഒരു ആൾതാമസമൊന്നും ഇല്ലാതെ അടഞ്ഞു കിടക്കുന്ന ഒരു വീടാണ് കുറെ നാളായിട്ടെന്നുള്ള രീതി. പക്ഷെ മറ്റേലെ വീട് തന്നെ ഭീകരമാണ്. ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് മധുസാറിന്റെ തലയിലോട്ട് എപ്പോഴാണേലും വീഴുമെന്നുള്ള അവസ്ഥയിലുള്ളൊരു വീടാണ്. ഇതിപ്പം ഇതിന്റെ ബാക്ക് സ്റ്റോറി, ഈ വീടിന് ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അതുകൊണ്ടാണ് അത് അടഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ ദിഗംബരൻ ആദ്യം നരേറ്റ് ചെയ്ത സ്റ്റോറി ഉണ്ടല്ലോ, അതാണ് അടൂർ ബാസി ഇദ്ദേഹത്തിനോട് പറയുന്ന ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറയുന്നത്. അതാണ് ഞാൻ തുടക്കത്തില് വായിച്ചത്. ചെറിയ ചില പൊടിപ്പും തൊങ്ങലുകളൊക്കെ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ബേസിക്കലി ഇതാണ്, വളരെ കാലം മുമ്പ് ഒരു പെൺകുട്ടി ആ വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്നു. അമാവാസി രാത്രിയുടെ അന്നാണ് ചെയ്യുന്നത്. പകല് മുഴുവൻ പാടിക്കൊണ്ട് നടന്നിട്ട് രാത്രി ചന്ദനച്ചാറൊക്കെ പൂശി ആഭരണമെല്ലാം ഇട്ട്. അപ്പൊ ഈ കുമാരി എന്നോട് ചോദിച്ചു, ഇവള് ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെങ്കിൽ പിന്നെ ഇവളെന്തിനാണ് ഈ ചന്ദനച്ചാറും പൂശി സ്വർണ്ണ വിഭൂഷിതയായിട്ട് പോകും? ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണല്ലോ. അപ്പം പുള്ളിക്കാരി ആദ്യം ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു, പക്ഷെ അത് നടന്നില്ല. കയറ് പൊട്ടി താഴെ വീണത് കൊണ്ട് പിന്നീട് മണ്ണെണ്ണ ഒഴിച്ച് വെന്ത് മരിക്കുകയാണ് ഉണ്ടാവുന്നത്. അതും പ്രേമനൈരാശ്യത്തിന്റെ പേരിലാണ് എന്നുള്ള ആംഗിളിലാണ്. അപ്പം സത്യൻ മാഷ് എന്ന് പറയുന്നത് വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ കോളേജിൽ ഒരുപാട് അദ്ദേഹത്തിന് ആരാധികമാരുണ്ട്. പുള്ളിയുടെ ഒരു പ്രേമഭാജനമുണ്ട്. വിജയലക്ഷ്മി, വിജയ എന്നാണ് പുള്ളി വിളിക്കുന്നത്. അതിനു പുറമെ ഈ മറ്റേ പുള്ളിക്കാരിയുണ്ട്, എന്താണ്, ശ്രീലത നമ്പൂതിരി. പുള്ളിക്കാരി ഒരു അഭ്യർത്ഥന ഇങ്ങനെ നടത്തി നോക്കും. പക്ഷെ അന്നേരം പറയും, പ്രേമം എന്റെ വിഷയമല്ല, കെമിസ്ട്രിയാണ് എന്റെ സബ്ജക്റ്റ്. നമ്മൾ തമ്മിൽ ഒരു കെമിസ്ട്രി ഇല്ല എന്നുള്ള രീതിയിൽ പുള്ളി അതിനെ നിരാകരിക്കും. ഇപ്പൊ പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചന്ദ്രൻ എന്ന് വിളിക്കുന്ന ചന്ദ്രശേഖരൻ AK എൻ ഗോവിന്ദൻകുട്ടി. പുള്ളിയുടെ ഞങ്ങൾ ഇതുവരെ കണ്ട സിനിമകളിലൊക്കെ കുറച്ച് റോങ് റോളുകളാണ്. കുറച്ച് കാബാലികയിൽ നമുക്ക് ആദ്യം ഒരു എന്താ പറയുന്നത്,
അങ്ങനെ പക്ഷെ തോന്നി. പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേനെ പക്ഷെ പുള്ളിയുടെ വൈഫിനെ പക്ഷെ ക്ലൈമാക്സിലെത്തുമ്പോ പക്ഷെ ഒരു സഹതാപമൊക്കെ പുള്ളിയോട് തോന്നും. പുള്ളിയുടെ അവസ്ഥ ഓർത്തിട്ടൊരു പക്ഷെ പുള്ളി ഒരു ബിസിനസ്മാൻ ആണ് അതിന്റെ അകത്ത് ശരിക്കും എല്ലാ അർത്ഥത്തിലും. അപ്പൊ അങ്ങനെ പിന്നെ കുറുപ്പായിട്ട് പടയോട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പം പ്രോപ്പർ ഒരു ഈബിൾ ട്രേറ്ററാണ്, രാജ്യദ്രോഹിയാണ് പുള്ളി. അതെ രാജാവിനെ വരെ കൊന്നിട്ട് വാളടിച്ചു മാറ്റുന്നവനാണ് പുള്ളി. അതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യം. അങ്ങനെ. പക്ഷെ ഇതിന്റെ അകത്ത് ഡീസന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. ഇതിന്റെ നായകനേക്കാളും ഡീസന്റ് ആണ് കൂട്ടുകാരൻ. ആക്ച്വലി നല്ല കൂട്ടുകാരനാണ്, ആത്മാർത്ഥ കൂട്ടുകാരനാണ്. ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പുള്ളി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ചിലപ്പം ഇതിന്റെ അകത്ത് സംഭവിക്കുന്ന ഒരു കറ്റാസ്ട്രോഫിക് ഇവന്റ് ഉണ്ടാവാതെ പോയേനായിരുന്നു. പക്ഷെ അത് കേട്ടില്ല. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു സുഹൃത്തിന് ആവശ്യമാണ്. ഇത് ആക്ച്വലി ഒരു ആന്റി ഹീറോ ടൈപ്പ് പടവുമാണ്. ഇത് ശരിക്കും ഹീറോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ സത്യമാഷിന്റെ ക്യാരക്ടർ. ഇല്ല, ഒരു നെഗറ്റീവ് ഷെയ്ഡാണ്. അതെ, നെഗറ്റീവ് ഷെയ്ഡ് ഒന്നും ഇല്ല. അവസാനമാകുമ്പോ നെഗറ്റീവ് ചുരുളകളായി ആകാശത്തിലേക്ക്. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയമായിട്ടൊക്കെ ഒരു പുള്ളിയുടെ ഒരു എന്താ പറയുന്നത്, ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കെമിസ്ട്രി പ്രൊഫസറാണ്. നമ്മുടെ ചന്ദ്രശേഖരന്റെ ഇതെന്ന് പറഞ്ഞാൽ പുള്ളി ബോട്ടണി പ്രൊഫസറാണ്. അപ്പം ഒരു ആക്സിഡന്റ് പുള്ളിയുടെ ലാബിൽ വെച്ച് സംഭവിക്കുന്നു. കെമിസ്ട്രി ലാബിൽ രാസവസ്തുക്കൾ പൊട്ടിത്തെറിച്ച് പുള്ളിയുടെ മുഖത്തിന്റെ ഒരു ഭാഗം പകുതി കരിഞ്ഞു പോവുകയാണ്. അപ്പം അതിനു മുമ്പ് വരെ ഇവര് തമ്മിൽ നല്ല പ്രണയബന്ധമായിരുന്നു ഈ വിജയയുമായിട്ടൊക്കെ. സ്വർണ്ണച്ചാമരം വിശുന്ന. നമ്മള് കോളേജിന്റെ വാർഷികമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനുവേണ്ടി പുള്ളിക്കാരി കവിതയൊക്കെ എഴുതുന്നത് നമ്മുടെ സത്യമാഷിന്റെ ക്യാരക്ടറുടെ, അത് ശ്രീനി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ ഈ ശ്രീനിക്ക് വേണ്ടിയാണ്. ശ്രീനിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് സ്വർണ്ണച്ചാമരം വീശിയെത്തുന്നത്, സ്വപ്നമായിരുന്നെങ്കിൽ ഞാനെന്ന് എഴുതുന്നത്. അപ്പൊ നമുക്ക് തോന്നും ഈ സ്ത്രീക്ക് എന്തൊരു സ്നേഹമാണ് ഈ മനുഷ്യനോട്. കാരണം പുള്ളിക്കാരിക്കും ഇദ്ദേഹം ഭയങ്കര ഒരു എന്താ പറയുക ഡിവോട്ടഡ് റിസർച്ചറാണ്. അദ്ദേഹം കൂടുതൽ സമയം പെണ്ണുങ്ങൾ ഒത്തിരി ഇദ്ദേഹത്തിന്റെ പുറകെ നടക്കുന്നുണ്ടെങ്കിലും എന്താ ഈ വിജയലക്ഷ്മി എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനോട് പുള്ളിക്കാരന് സ്നേഹം ഉണ്ടെങ്കിലും പുള്ളിയുടെ ആ ഒരു വർക്കിലേക്ക് ഭയങ്കരമായിട്ട് പുള്ളിയുടെ കോൺസെൻട്രേഷൻ കൊടുക്കുന്ന ഒരാളാണ്. അപ്പം പുള്ളിക്കാരിയുടെ പാട്ടില് നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, അവരിനെ ഒരു എന്താ പറയുന്ന ഒരു ഫിയോൻസെ സ്റ്റേറ്റിലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് സ്റ്റേറ്റിലാണെന്ന് വേണേൽ നമുക്ക് പറയാം. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചന്ദ്രശേഖരൻ ഒരു ഫിയാൻസെ സ്റ്റേറ്റിലാണ് നമ്മൾ ആദ്യം കാണുമ്പോൾ. പുള്ളിയുടെ റൂംമേറ്റ് ആയിട്ടാണ് ശ്രീനിവാസനുള്ളത്. അവർക്കൊരു വേലക്കാരനുണ്ട് പരമു എന്ന് പറഞ്ഞിട്ട്, ബഹദൂർ. അപ്പം ഇവര് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ പുള്ളിയുടെ വൈഫും കൂടെ വരുമ്പോഴത്തേക്കും ശ്രീനിവാസൻ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് പുള്ളി തന്നെ റീലൊക്കേറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ അവരെ ആദ്യം കാണുന്നത്. അതെ, എന്നിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അടൂർ ബാസിയുടെ വീട്ടിന് അടുത്തുള്ള അയൽപക്കത്തേക്ക് മാറുന്നത്, ആ പ്രേതം പിടിച്ച വീട്ടിലോട്ട് മാറുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇവര് തമ്മിൽ അത്രയും സ്നേഹമാണ്. അപ്പം പുള്ളിക്കാരിയുടെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു ലസ്റ്റ്ഫുൾ ലോങ്ങിങ് എക്സാക്ട്ലി പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു കാമുകനിൽ നിന്ന് പുള്ളിക്കാരി പ്രതീക്ഷിക്കുന്ന എല്ലാം ഒരു എന്താ പറയുന്ന ഒരു ഹൈ ഫാന്റസി, എന്താണ് ഒരു എക്സ്റ്റാറ്റിക് സ്റ്റേറ്റിലിരുന്ന് എഴുതിയ പോലത്തെ ഒരു കവിതയാണ് അത്. നമുക്ക് സ്വർണ്ണച്ചാമരത്തിന്റെ ലിറിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ, ഭയങ്കര നല്ല പോയറ്റിക് ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പം വരികളൊക്കെ അതുപോലെയൊക്കെയാണ്. ഈ മറ്റേ ഹർഷലോലയായി നിത്യവും നിന്റെ ഹംസ തൂലിക ശയ്യയിൽ വന്ന് പൂവിടുമായിരുന്നു ഞാൻ. രീതിയിൽ ഭയങ്കര എന്താ പറയുന്നത് ഒരു ലോങ്ങിങ് ഉണ്ട്. ലോങ്ങിങ് ഫോർ എന്താ പറയുന്നത് കുറച്ചുകൂടെ ഒരു ഫ്ലവറി റിലേഷൻഷിപ്പ്, ഒരു ലസ്റ്റ്ഫുൾ. അപ്പൊ അങ്ങനെ ഒരു റിലേഷൻഷിപ്പില് ലോങ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം നമ്മൾ ഓർക്കും ഇവരുടെ ഒരു പ്രണയം അങ്ങോട്ട് സാഫല്യമാകും എന്നുള്ള രീതിയിലാണ് നമുക്ക് ആ ഒരു മൂഡ് തന്നിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ആക്സിഡന്റിന് ശേഷം വന്നു കഴിയുമ്പോഴത്തേക്ക് ശ്രീനിയുടെ മുഖത്തിന്റെ കെട്ടഴിച്ചിട്ടില്ല, ഹോസ്പിറ്റലിലാണ്. അപ്പം പുള്ളി ഇങ്ങനെ കട്ടിലെ കിടക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരി കാണാൻ വരും. കാണാൻ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരി ചോദിക്കും ഇതിന്റെ കെട്ടഴിക്കുമ്പോഴെങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയും എൻ്റെ മുഖം വിരൂപമാവുമെന്നുള്ള ഓർത്തോണ്ടാണോ
അത് നീ എൻ്റെ അടുത്തുള്ളപ്പോൾ, നിങ്ങൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല മാമ എന്ന് പറയുന്നത് പോലെ, നീ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഈ മുഖത്തിന്റെ ഈ എന്താ പറയുന്നത്, വിരൂപതയൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ളൊരു രീതിയിൽ പറയും. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ മുഖം അഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് പകുതി മുക്കാലും പൊള്ളിയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പുള്ളിയുടെ ഒരു കണ്ണ് വരെ ആകെ അടഞ്ഞു പോകുന്ന ഒരു ഇതിലാണ്. അല്ലെ, കണ്ണ് കാണത്തില്ല, കണ്ണ് പോയി അല്ലേ? അല്ല, അത് അവര് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോഴും പറയുന്നുണ്ട്, എന്റെ മുഖം എന്താണ് ഭയങ്കരമായിട്ട് ഒരു സൈഡ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നീറുന്നുണ്ട്, കണ്ണില് നല്ല വേദനയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഒരു കണ്ണ് നമുക്ക് ത്രൂ ഔട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അതിങ്ങനെ മേക്കപ്പിന്റെ അകത്ത് തന്നെ അതിങ്ങനെ പേസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ട് അതിന്റെ മോളിൽ കൂടെ ചെറിയൊരു എന്തോ കണ്ണ് പോലെ എന്തോ ഒന്ന് വരച്ചും വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ആ കാണുന്നവന് ഭീകരമായിട്ട് തോന്നാതിരിക്കാൻ. പക്ഷെ എനിക്കത് കണ്ടിട്ടാണ് വരച്ചു വെച്ചേക്കുന്നത് വേണ്ടായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം അത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഭീകരമായിട്ട് തോന്നുന്നത്. അത് പിന്നെ പുള്ളി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അത് ഈ കണ്ണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആക്സിഡന്റിൽ സംഭവിച്ചിട്ടുള്ളവർക്കൊക്കെ ഈ ഇങ്ങനത്തെ ഫേക്ക് ആയിട്ടുള്ള ഇത് വെച്ച് കൊടുക്കാറുണ്ടല്ലോ. അപ്പം അന്നത്തെ ഒരു രീതിയിൽ അവരൊരു കണ്ണ് പോലെ അങ്ങ് വരച്ചു വെച്ചതാണ്. അല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ആസിഡ് ബേണിന് ഭയങ്കര പാടല്ലേ. ഈ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്താലും ആ ഒരു എന്താ പറയുക, ഒരു ഡിസ്ഫിഗേർഡ് ആയിട്ടുള്ള ഒരു മുഖം മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അത് അതിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ ഇപ്പോഴാണെങ്കിലും. അപ്പൊ അന്നത്തെ കാലത്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതൊരു ഭയങ്കര കഷ്ടമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാര്യം പുള്ളി അതുവരെ എന്താ പറയുന്ന എല്ലാവരും ഈ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് ആരാധികമാരൊക്കെ ഉള്ള ഒരു ആളായിരുന്നു. പുള്ളിയുടെ ഒരു സൗന്ദര്യത്തിലൊക്കെ ഒരു ഇതൊക്കെ ഉള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഇങ്ങനത്തെ ഇതാവുന്നു. ഇപ്പം ഇത്രയും നാൾ സ്നേഹിച്ച പെൺകുട്ടിയെ അതിൻ്റെ ഇതിലാണേലും ഉപേക്ഷിച്ച് പോകുന്നു. അപ്പം അങ്ങനെ ഒരു തൊലിഞ്ഞ അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന് കാരണമായിട്ട് പറയുന്നത് പുള്ളി ഈ വീട്ടിൽ വന്ന് താമസിച്ചത് കൊണ്ടാണ് എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത് പൊതുവെ എല്ലാരും. അതെ. കാരണം ഈ പെണ്ണാണെങ്കിലും തീ കത്തി മരിച്ചിട്ട് പിന്നെ മരിക്കണ്ട എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അവിടെ എല്ലാം ഇഴങ്ങി നടന്നു എന്നൊക്കെ ദിഗംബരം വായിച്ചപ്പോ നമ്മള് കേട്ടല്ലോ. അപ്പൊ ആ ഒരു തീ പൊള്ളൽ ഏറ്റു എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അത് ബേസ് ചെയ്തിട്ടാണ് ആൾക്കാർ അതിനെ വ്യൂ ചെയ്യുന്നത്. ആ വീട്ടിൽ പോയി താമസിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു രീതിയിൽ. വീട്ടിലെ പടത്തിന്റെ കാര്യം പറഞ്ഞായിരുന്നു? ഇല്ല. അവിടെ ഒരു പെയിന്റിംഗ് ഉണ്ട്. ഒരു പെയിന്റിംഗ് അല്ലേ? പെയിന്റിംഗ് ആണോന്ന് അറിയത്തില്ല. അതൊരു പടമാണ്. അതെ. ഒരു എന്തോ ഒരു കാർവ് ചെയ്ത് വെച്ചേക്കുന്ന എന്തോ ഒരു സാധനം പോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു യക്ഷി അമ്പലത്തിന്റെ ഒരു ചിത്രമാണ്. അപ്പൊ അത് നമ്മുടെ അടൂർ ബാസിയുടെ ക്യാരക്ടർ കെ അനന്തനോ അങ്ങനെ എന്താണ് പുള്ളിയുടെ പേര്. അപ്പൊ ഈ അനന്തൻ പറയുന്നുണ്ട് ഈ യക്ഷി അമ്പലത്തിന്റെ ചിത്രം ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു സ്ഥലത്തെ മന്ത്രവാദി ഒരു ക്ഷേത്രത്തില് അതായത് ഒരു യക്ഷീനെ പിടിച്ച് ഒരു യക്ഷി അമ്പലത്തില് തളച്ചു എന്നുള്ള രീതിയിൽ. അപ്പൊ ആ യക്ഷി അമ്പലത്തിന്റെ ചിത്രമാണ് ഈ ചുമരിലിരിക്കുന്ന ഈ ചിത്രം. ആ യക്ഷി അമ്പലത്തിന്റെ ചിത്രത്തിന്റെ അകത്താണ് ഈ വീട്ടിലെ യക്ഷീനെ തളച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. വയസ്കര ഇല്ലത്തെ നമ്പൂതിരി എന്നാണ് പറയുന്നത്. വയസ്കര. മറ്റേ ആവാഹിക്കുന്ന നമ്പൂതിരി പക്ഷെ നമ്മൾ നേരത്തെ താളിയോല കൊടുത്ത ചമ്രവട്ടം തന്നെയാണ് പറയുന്നത്. മന്ത്രവാദി. അത് പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അതിന്റെ ആവാഹന രീതിയൊക്കെ പറയുന്നത് അല്ലെ. വീട്ടിനടുത്ത് അകത്ത് ഹോമം നടന്നുകൊണ്ടിരുന്നപ്പോൾ വെളിയിലത്തെ പാലമരം കൊമ്പ് ഒടിഞ്ഞു വീണു. അപ്പൊ അതിനു മുമ്പേ ഒരു കുടം നെയ്യുറുമ്പിനെ കൊണ്ടുവന്ന് ഹോമകുണ്ടത്തിൽ ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പാലമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണെന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം ആ ഹോമം മുടങ്ങി. അതുകൊണ്ടാണ് ഈ പ്രേതത്തിനെ പിടിച്ചിട്ട് ഈ പടത്തിനകത്തിൽ വെച്ചേക്കുന്നത്. പക്ഷെ അത് രണ്ട് ഇൻസ്റ്റൻസിലാണ് പറയുന്നത്. കാരണം ഈ ഹോമത്തിന്റെ കാര്യം പറയുന്നത് അടൂർ ബാസിയാണ്. പക്ഷെ നമ്മുടെ ആ അമ്പലത്തിന്റെ ബാക്ക് സ്റ്റോറി, ഈ അമ്പലം ഏതാന്നുള്ള ബാക്ക് സ്റ്റോറി, ഈ വയസ്കര അമ്പലത്തിന്റെ കാര്യം പറയുന്നത് നമ്മുടെ
ബഹദൂറാണ്. ബഹദൂർ ഒരു ഭയങ്കര പേടിച്ചു തൂറിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. മൊത്തം പുള്ളി ഇങ്ങനെ അങ്ങ് ഓടി വരണ്ട നടക്കുന്നത്. അതായത് ഓരോ കോർണർ ഭാർഗവി നിലയത്തിന്റെ അകത്ത് അടൂർ ബാസി ചെയ്ത ക്യാരക്ടറാണ് ഇതിന്റെ അകത്ത് ബഹദൂർ ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് അടൂർ ബാസി ഉണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് അടൂർ ബാസി അയൽക്കാരനായിട്ടുള്ള അടൂർ ബാസിയാണ്. പുള്ളിക്കും നല്ല പേടിയുണ്ട്. ഇയാള് ഈ സത്യമാഷിന്റെ ക്യാരക്ടർ ഈ ശ്രീനിവാസൻ താക്കോല് വാങ്ങിക്കാൻ വരുമ്പം പുള്ളി ചോദിക്കുക അതെന്താ ശത്രുവിനും എല്ലാം കൊടുക്കാനാണ്, വിരോധികൾക്ക് വല്ലതും താമസിക്കാൻ കൊടുക്കാനാണോ വീടെന്നൊക്കെ. ഇങ്ങനെ അറിഞ്ഞുകൊണ്ടാരും ഇതിന്റെ തൊട്ട് വരത്തില്ലല്ലോ. അപ്പൊ ആർക്കെങ്കിലും പണി കൊടുക്കാനായിട്ടായിരിക്കും എന്നാണ് പുള്ളി ഓർത്തത്. പുള്ളിക്ക് 2 പട്ടിക്കുട്ടികളുണ്ട്, ജുഡിയും ജൂഡനും. പിന്നെ നമ്മുടെ സുകുമാരി അമ്മയാണ് പുള്ളിക്കാരന്റെ വൈഫ്. അപ്പൊ അവർക്ക് കുട്ടികളില്ല. പക്ഷേ എവറി മന്ത് എന്തോ റൈമിംഗ് സെപ്റ്റംബർ 30 days of September, April, June and November, February is 28, all the rest of 31. അതെ അതെ. അപ്പം അങ്ങനെ പറയും. അത് നീ ഈ സാധനം കേട്ടിട്ടില്ലെന്നുള്ള എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞങ്ങളെ കുഞ്ഞിലെ ഇത് ഉണ്ടായിരിക്കാം, ഞാൻ മറന്നു. എനിക്കെപ്പോഴും ഈ മാസങ്ങൾ നോക്കുന്ന നമ്മുടെ ഈ നക്കിൾസ് കൗണ്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടാ ഞാൻ. അതാ എളുപ്പമാണല്ലോ ഈ റൈമിംഗ് കോപ്പൊക്കെ ഓർത്തിരിക്കാൻ കൊണ്ടുപോയിട്ട്. ഇത് സ്കൂളിൽ പഠിച്ചതല്ല, ഇതെനിക്ക് അമ്മ പഠിപ്പിച്ചു തന്നെ. പക്ഷെ ഇത് ഭയങ്കര ഫേമസ് ആണ് പൊതുവെ എല്ലാവർക്കും. ഞാൻ അങ്ങനെ പുള്ളി ഇങ്ങനെ 30 days of September എണ്ണുന്ന കേട്ടപ്പോ ഞാനിങ്ങനെ അന്നേ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാനിങ്ങനെ ഓർത്തു. നൈസായിരുന്നു ഇത്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത് ഓർത്തിരിക്കണ്ടേ. പുള്ളി 30 days of September എന്ന് പറയുന്നത് ഭാര്യയുടെ പീരിയഡ്സിന്റെ ഇത് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് കുട്ടികൾ ഉണ്ടാവാത്തോണ്ട് അവർക്ക് ആ കറക്റ്റ് ഓവുലേഷൻ ടൈമിൽ എന്താണ് പ്രോസസ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് അവർക്ക് പ്രഗ്നൻസി ഇത് അവര് ഇത് ചെയ്യുന്ന ചാർട്ട് ചെയ്യുന്നത്. പുള്ളിയെ ആദ്യം കാണിക്കുമ്പോ തന്നെ എന്താ കുടുംബാസൂത്രണം എന്നും പറയണ്ട എന്തോ ഒരു ന്യൂസ് ആർട്ടിക്കിള് നമ്മുടെ പത്രത്തിൽ കുട്ടികള് തന്നെ ഇല്ല, കുടുംബാസൂത്രണം പറയണ്ട കാണിക്കുന്നത്. അത് ത്രൂ ഔട്ട് പുള്ളി അതിനുവേണ്ടി അവർ രണ്ടുപേരും ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് പിള്ളേരുണ്ടാകാൻ വേണ്ടി. ആ കറക്റ്റ് ഓവുലേറ്റിംഗ് ഡേറ്റ് ഒക്കെ വെച്ച് നോക്കി ആണ് പുള്ളി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്നെന്തുവാ ഇതേതാ ദിവസം, എന്തോ ഇന്നത്തെ തീയതി എന്ന് ചോദിക്കുന്നുണ്ട് പുള്ളി ഇടയ്ക്കിടയ്ക്ക്. അപ്പം പക്ഷെ വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. കാരണം നോർമലി ആണുങ്ങൾക്ക് അങ്ങനെ നമ്മള് എല്ലാ ആണുങ്ങളും നമ്മുടെ ആ ഒരു പീരിയഡ് ഡേറ്റ് അങ്ങനെ ഓർത്ത് വെക്കത്തില്ല. പക്ഷെ പുള്ളി കറക്റ്റ് ആയിട്ട് അത് ഓർത്ത് വെച്ചിട്ട് പുള്ളിക്ക് ഭയങ്കര എൻതൂസിയാസ്റ്റിക് ആണ്. പുള്ളിക്ക് ഒരു കുട്ടി വേണം എന്നുള്ളതിൽ വെരി ഇൻട്രസ്റ്റിംഗ്. പുള്ളിയുടെ ആണല്ലോ അത് ആവശ്യക്കാരന്റെ ഔചിത്യം എന്ന് പറയുന്ന പോലെ പുള്ളി അത് അറിഞ്ഞു വെക്കുമല്ലോ. അങ്ങനെ നമ്മുടെ സത്യൻ മാഷ് തിരികെ വീട്ടിൽ വരികയാണ്. അപ്പൊ ഈ സ്വർണ്ണച്ചാമരം വീശുന്ന 2 രീതിയിലാണ് പാടുന്നത്. ഭാർഗവി നിലയത്തിന്റെ അകത്തും അതുപോലെ തന്നെ 2 രീതിയിൽ കിനാവ്. അത് പക്ഷെ അതിന് ലിറിക്സിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ ആദ്യത്തേത് പൊട്ടിത്തകർന്ന കിനാവ് പ്രേതമായിട്ട് പാടുന്നതാണ്, മറ്റേത് പൊട്ടാത്ത പുണ്യൻ കിനാവ് കൊണ്ട് പുള്ളിക്കാരി ജീവിച്ചിരിക്കുമ്പോ പാടുന്നതാണ്. അപ്പൊ അങ്ങനെ പക്ഷെ അതിന്റെ ലിറിക്സിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ രണ്ടും സെയിം പാട്ടും സെയിം ലിറിക്സും ആണ്. പക്ഷെ ഒന്ന് ഫീമെയിലും ഒന്ന് മെയിലും ആണ്. അതാണ് മെയിൻ വ്യത്യാസം. അതിൻ്റെ അകത്തിൽ മെയിൽ പാടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം പുള്ളിക്കാരി ഉപേക്ഷിച്ചല്ലോ. അപ്പൊ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഇത് ശരിക്കും സ്വർണ്ണച്ചാമരം വീശി വരുന്ന സ്വപ്നമായിരുന്നെങ്കിലെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് പുള്ളി പാടുന്നതാണ്. ഈ ലോങ്ങിങ് എന്ന് പറയുന്നത് ഭീകരമായ ഡിപ്രഷനിലേക്കുള്ള ഒരു നടക്കാത്ത സ്വപ്നം ലോങ് ചെയ്യുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സാധനമാണ്. പുള്ളി ഹാലൂസിനേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അതുണ്ടല്ലോ, ഞങ്ങളിത് 2 വട്ടം ഇപ്പൊ കണ്ടു. ഫസ്റ്റ് ടൈം ഞങ്ങൾ കുറെ നാൾ മുമ്പെയാണ് കണ്ടത്. അന്നേരമാണ് നമ്മൾ പോഡ്കാസ്റ്റിൽ നേരത്തെ പറഞ്ഞത് നമുക്കിത് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഞങ്ങൾ ഇപ്പൊ ഒന്നുകൂടെ റീവാച്ച് ചെയ്തു. അപ്പൊ ഈ റീവാച്ച് ചെയ്ത സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് പുള്ളിയുടെ ഹാലൂസിനേഷൻ ആണ് എന്നുള്ളത്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണെന്ന് നമുക്ക് അവസാനം എത്തുമ്പോൾ മനസ്സിലാവും. ആ ഒരു റിയലൈസേഷനിൽ നിന്നാണ് നമുക്ക് ഇപ്പം പുള്ളി ഹാലൂസിനേറ്റ് ചെയ്യുവാണെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ ഒരു നോർമൽ ഓഡിയൻസ് ആയിട്ടിരിക്കും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ ആദ്യം കണ്ടപ്പോ എന്താ വിചാരിച്ച, നമ്മൾ ഈ പഴയ പാട്ടുകളൊക്കെ കാണുന്ന പോലെ ഈ എന്താ മറ്റേ പാട്ടുകളിൽ നല്ല ഇപ്പോഴത്തെ പാട്ടുകളിലാണെങ്കിലും ഇങ്ങനെ നായകൻ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്നതാണെന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് നമ്മൾ അവസാനം അത് നമ്മൾ അങ്ങനെ തന്നെ ആ ഒരു എന്താ പറയുന്ന നമ്മളെ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു അണ്ടർ ടോൺ വെച്ചിട്ടാണ് ത്രൂ ഔട്ട് ഈ പടം പോകുന്നത്. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു അത് കണ്ടോണ്ടിരിക്കാൻ. പക്ഷെ ഈ സ്വർണ്ണച്ചാമരം തൊട്ടാണ്, ശരിയാണ്, ഈ സ്വർണ്ണച്ചാമരം തൊട്ടാണ് പുള്ളി ഹാലൂസിനേറ്റ് ചെയ്യുന്നത്. കാരണം പുള്ളി വിജയലക്ഷ്മിയെ ഹാലൂസിനേറ്റ് ചെയ്യുവാണ് ഈ സമയത്ത്. ഹാലൂസിനേറ്റ് ചെയ്ത് പോയി പാർക്കിലുള്ള ഏതോ ഒരു പ്രതിമയ്ക്ക് കൊണ്ട് ഉമ്മയൊക്കെ
അപ്പം തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പോ ഇല്ലില്ല, ബഹദൂറിന് വന്നു. ഉമ്മ വെച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേ പിമ്പ് പുള്ളിയെ വന്നിട്ട് കാണുന്നത്, ഉമ്മ ശരി. വെച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ പുള്ളി ശരി. ഏതൊരു റാൻഡം മനുഷ്യൻ വന്നിട്ട് എന്താ റൂം വേണമെന്നോ എന്തോ ചോദിക്കാൻ എന്തോ. പുള്ളി വരുന്ന കണ്ടപ്പോഴേ ഞാൻ ആദ്യം കുമാരിയോട് പറയാ ശില്പം പണിത ആളായിരിക്കും. പക്ഷെ പുള്ളി വേറെ പ്രൊഫഷനിലുള്ള ആളായിരുന്നു. അപ്പം പുള്ളി വന്നിട്ട് ലോഡ്ജ് റൂം വേണോ, അവൈലബിൾ ആണെന്നുള്ള രീതിയിൽ പറയും. കാരണം ഇത്രയും എത്ര ഹോണിയായിട്ടായിരിക്കും ഈ മനുഷ്യൻ പോയിട്ട് പ്രതിമയില് ഉമ്മ വെക്കുന്ന കണ്ടപ്പോഴേ. കഷ്ടമുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഓയോ റൂം എന്നൊക്കെ പറയുന്നത് പോലെയാണല്ലോ, പണ്ട് ലോഡ്ജ് ആയിരുന്നല്ലോ. അപ്പം അങ്ങനെ അപ്പൊ ലോഡ്ജ് എനിക്ക് ഓയോ എന്താന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഓയോ പറ്റത്തില്ല കേട്ടോ, ഓയോ ഇപ്പം ഇല്ലീഗലാക്കി. നമുക്ക് ഡോക്യുമെന്റേഷൻ ഉള്ളവർക്ക് മാത്രമേ ഓയോ റൂംസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതായത് മാരേജ് ഡോക്യുമെന്റേഷൻ. എനിക്കത് എന്താന്ന് പോലും അറിയാൻ പാടില്ലായിരുന്നു. നമ്മുടെ ചക്രവാണിയാണ് പിന്നെ പറഞ്ഞത് എന്താണ് സാധനം. ഞാൻ അത്രയ്ക്ക് ഒരു നിഷ്കുവായതുകൊണ്ട്. അപ്പൊ അന്നത്തെ ഓയോ ആയിട്ടുള്ള ലോഡ്ജ് റൂം അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ട് സത്യൻ മാഷിനെ വിളിച്ചോണ്ട് പോകും. പക്ഷെ പുള്ളി ലോഡ്ജിലോട്ടൊന്നും അല്ലല്ലോ കൊണ്ടുവന്നു, ഒരു ഇടിഞ്ഞു പഴയ പന്ന വീട്ടിലോട്ടാ കൊണ്ടുവന്നു. അവിടെ പോയിട്ട് അതായിരിക്കും ചിലപ്പോ അവരുടെ ലോഡ്ജ്, അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ ഈ പറഞ്ഞ നമ്മുടെ കാപാലികയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരുടെ അടുത്ത് ചെന്ന് കാര്യം അവതരിപ്പിക്കും. അപ്പൊ പറയും, അപ്പോഴാണ് അവർ ഈ മുഖം കാണുമ്പോഴത്തേക്കും അറിയും ഈ മുഖമുള്ള ആളുടെ കൂടെ എന്താണേലും പറ്റത്തില്ല, പെണ്ണ് സമ്മതിക്കത്തില്ല, അവളെ ഞാൻ എവിടെന്നോ കൊണ്ടുവന്നാണെന്ന് പറയും, ഒരാഴ്ചത്തേക്ക് കൊണ്ടുവന്നാണ്, ഈ മുഖം കണ്ടു കഴിഞ്ഞാൽ പെണ്ണ് ഓടിപ്പോകും എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ പിന്നീട് സത്യൻ മാഷിന് സത്യൻ മാഷ് എന്തിനാണ് ഇത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യൻ മാഷിന്റെ മുഖം നോർമൽ ആയിരുന്ന സമയത്ത് ഒരുപാട് പെണ്ണുങ്ങൾ പുറകെ നടന്ന സമയത്ത് പോലും പുള്ളി ഡീസെന്റ് ആയിട്ടിരുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് വേണ്ടായിരുന്നു, ഭയങ്കര ഡിസ്ഇൻട്രസ്റ്റഡ് ആയിട്ടായിരുന്നു. ആരും വന്ന് ചോദിച്ചാലും പുള്ളി ഇങ്ങനെ ഭയങ്കര എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരുന്നു. കെമിസ്ട്രി ആണ് എന്റെ സബ്ജക്ട്, പ്രേമം എന്റെ സബ്ജക്ട് അല്ല എന്നൊക്കെ പറയുന്ന മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പം മുഖം ഇങ്ങനെ കരിഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്ക് വിജയലക്ഷ്മി റിജക്ട് ചെയ്യുകയും ചെയ്തല്ലോ. പുള്ളിക്കാരിയാണെങ്കിൽ മുഖത്ത് പോലും നോക്കത്തില്ല, കണ്ടം വഴിയൊക്കെ ഓടുക, എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ലെന്നുള്ള രീതിയിൽ. അത് ഭയങ്കര ആദ്യമൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഒരു ഓക്വേർഡ് ആയിട്ട് ഇങ്ങനെ മാറി നടക്കണം, പിന്നെ അങ്ങോട്ടൊരു ഒരു പുച്ഛഭാവം പോലത്തെ ഒരു രീതി. അതിന്റെ കൂടെ ഇതിനു മുമ്പെയാണ് നമ്മുടെ ഈ ലത നമ്പൂതിരിയുടെ വനജ എന്ന് പറയുന്ന ക്യാരക്ടർ ആണ് നമ്മുടെ ഇത് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ എന്താണ് ഞങ്ങൾക്ക് ഇഷ്ടമാന്ന് പറയുമ്പം കെമിസ്ട്രി ആണ് പ്രേമിക്കുന്നത്, എന്നാൽ കെമിസ്ട്രി ആണ് എന്റെ സബ്ജക്ട് എന്ന് പറഞ്ഞില്ലേ. അതിന്റെ ദേഷ്യം തീർക്കാനോ വൈരാഗ്യം ജസ്റ്റ് ഒന്ന് ഒരു പണി കൊടുക്കാന്ന് വിചാരിച്ചിട്ടായിരിക്കും പുള്ളി നമ്മുടെ വിജയലക്ഷ്മിയെ കാണാൻ വരുമ്പം പുള്ളിക്കാരി ഇങ്ങനെ മാറി അതുവഴി നടക്കുമ്പം അത് കാണുന്നുണ്ട് ഈ വനജ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ വനജ എന്ന് പറയുന്ന ക്യാരക്ടർ കുഷ്ഠരോഗിയെ കാണുമ്പോൾ പോലും എനിക്ക് ഇത്ര അറപ്പ് തോന്നിയിട്ടില്ല, സാറിനെ കാണുമ്പോൾ എനിക്ക് അതിലും അറപ്പാന്ന് പറഞ്ഞ് അവർ കൂട്ടുകാരികളുടെ കൂടെ പുള്ളിയെ കളിയാക്കിയിട്ട്, പുള്ളിയോടല്ല ഒരു തേർഡ് പേഴ്സണിൽ ഇങ്ങനെ പുള്ളിക്കാരിയുടെ കൂട്ടുകാരികളോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് അങ്ങ് പോകും. അപ്പൊ അതും കൂടെ കേട്ട് കഴിയുമ്പോൾ പുള്ളി അങ്ങ് ഭയങ്കര ഡിപ്രഷനിലേക്ക് ആയിപ്പോ. അത് കഴിയുമ്പോഴാണ് ഈ സ്വർണ്ണച്ചാമരവും പാവയ്ക്കും സ്റ്റാച്ചുവിനും മോഡക്കലും ഒക്കെ വരുന്നത്. കാര്യം പുള്ളിക്ക് അന്നേരം എന്താ പറയുന്നത്, ഇതൊരു ഒരു പെണ്ണും ഇനി സ്നേഹിക്കത്തില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് സ്നേഹിച്ച അല്ലെങ്കിൽ ഒപ്പം കഴിഞ്ഞാലേ ഉള്ളൂ പുള്ളിക്ക് ആ അതൊരു എന്താ പറയുന്ന ആ വോയിഡ് തീർക്കാൻ വേണ്ടിയുള്ള ഒരു വോയിഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റും കൂടെയാണ്. കാരണം നമ്മൾ ആദ്യം ഇത് പറഞ്ഞപ്പോഴേ പുള്ളിയെ വിജയലക്ഷ്മി കാണാൻ വന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പം കവിളിൽ മുറിവുണ്ടെന്നാ പുള്ളി പറഞ്ഞത്. പുള്ളിയുടെ വിചാരം ചെറിയ എന്തോ ഉള്ളൂ എന്നുള്ളതാണ് ആദ്യം, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനാണ് പുള്ളി ശ്രമിക്കുന്നത്. പുള്ളി പറയുന്നത് എന്റെ കവിളിൽ, എന്റെ ഇടത് കവിളിൽ എന്തോ കവിളില് ആഴത്തിലുള്ള ഒരു മുറിവുണ്ടെന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അഴിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു കണ്ണിന് ഭയങ്കര വേദനയുണ്ട് എന്നുള്ള രീതി. പിന്നെ കെട്ടെല്ലാം അഴിച്ചു കഴിയുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്ന ഒരു സൈഡ് ഫുള്ള് പോയിരിക്കുകയാണ്, കണ്ണൊക്കെ. ഇവരുടെ ഈ സിനിമ ഉണ്ടല്ലോ അത്യാവശ്യം ഡീറ്റെയിൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം
ഈ പുള്ളിയുടെ താടി വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളി ഫുള്ള് ബാൻഡേജ് ചെയ്ത് വെച്ചേക്കുക. പുള്ളിയുടെ ഒരു കണ്ണിന്റെ ആ കുഴപ്പമില്ലാത്ത ആ കണ്ണ് മാത്രമേ ഉള്ളൂ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. ബാക്കി എല്ലായിടത്തും ബാൻഡേജ് ചെയ്ത് വെച്ചേക്കുക. അപ്പം നമ്മൾ കാണുമ്പോൾ ഈ ബാൻഡേഡ് അഴിക്കുമ്പം പുള്ളിക്ക് താടി വളർന്നിട്ടുണ്ട്. അപ്പം ഭയങ്കര നാച്ചുറൽ ആയിരുന്നു. നമ്മളങ്ങനെ ചിന്തിക്കത്തില്ലല്ലോ. ആ കരിഞ്ഞ ഭാഗത്തല്ല, മറ്റേ കരിയാത്ത നല്ല ഭാഗത്ത്, ആ എന്താ മുറിവൊന്നും ഇല്ലാത്ത ഭാഗത്ത് പുള്ളിക്ക് താടി വളർന്നിട്ടുണ്ട്. നാച്ചുറലായിട്ട് ഒത്തിരി നാളായിട്ട് ഇരുന്ന് പുള്ളി ഷേവ് ചെയ്യാതെ ആ ഒരു പ്രോസസ്സ് കാണിക്കാൻ വേണ്ടി. ഭയങ്കര നല്ലതായിരുന്നു. അതെ അതെ അതെ. അത് നമ്മൾ അന്നേരം ആദ്യത്തെ വട്ടം ഇത് കണ്ടപ്പോ നമ്മൾ ഏതോ ഒരു പടത്തിന് ഇത് കളിയാക്കുകയും ചെയ്തായിരുന്നു. ഈ താടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഏതായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് എവരു അങ്ങനെ തന്നെ പറയാം ഒരു പടമില്ല, അല്ലു അർജുൻ മറ്റേ രാംചരൺ ആ പടമായിരുന്നു അറിയത്തില്ല, ഞാൻ ഓർക്കുന്നത്. നമ്മളിപ്പോ ഏതൊരു പടത്തിനെ പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം അങ്ങനെയാണ് പുള്ളി ഈ ഒരു എന്താ പറയുന്നത്, ഇത്തരം സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു സ്ഥലത്തെത്തുകയും അവിടെ ഈ പറഞ്ഞ ഇത് പുള്ളിക്കാരിയുടെ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു സങ്കടം തോന്നും. കാര്യം പുള്ളിക്കാരിയോട് പറയുന്നുണ്ട്, ഇനിയിപ്പം എൻ്റെ ഈ രൂപം വെച്ചിട്ട് ഈ മുഖമുള്ളത് കാരണം ഇനിയൊരു പെണ്ണ് എൻ്റെ കൂടെ കഴിയില്ല, അപ്പം ഇന്ന് എനിക്ക് നിന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കയ്യിലുള്ള കാശെല്ലാം കൂടെ എടുത്ത് പുള്ളിക്കാരിയുടെ കയ്യിലോട്ട് കൊടുക്കും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പുള്ളിക്ക് അതിന് സാധിക്കുന്നില്ല. കാര്യം പുള്ളിക്കൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളെ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രീമച്വർ ഇജാക്കുലേഷൻ എന്ന് പറയുന്ന ഒരു ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് ആണോ? ഇറക്ടൈൽ ഡിസ്ഫങ്ഷനിങ് ആണെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ പ്രീമച്വർ ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ കാണിക്കുന്നില്ലേ അല്ലെ, നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് എന്താന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തോ പുള്ളിക്ക് അതിനുള്ള ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. എന്താണ് എക്സാക്ട്ലി പ്രോബ്ലം നമുക്ക് അറിയത്തില്ല. പുള്ളിയുടെ ഒരു എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രീമച്വർ ഇജാക്കുലേഷൻ ആയിരിക്കും എന്നാണ്. കാര്യം ഓയ വാട്ടർഗൺ എന്നുള്ള ഒരു ഈ വീഡിയോക്കകത്ത് നാട്ടുകാർ നമ്മളെ യക്ഷി ചെയ്യുമ്പോ സീരിയസ് ആയിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ജലം ഗോൺ എന്നുള്ളൊരു അവസ്ഥയിലാണ് പുള്ളിയുടെ ഒരു ഭയങ്കര ഒരു ഇത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. കാര്യം മറ്റേതെന്ന് പറയുമ്പം മറ്റേത് ഇയോബിന്റെ പുസ്തകത്തിന്റെ അത് നമ്മുടെ ചെമ്പൻ വിനോദിന്റെ പുള്ളിക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ. അപ്പൊ അത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്. ഇത് എനിക്ക് തോന്നുന്നു ഇതാണ് പ്രീമച്വർ ഇജാക്കുലേഷൻ ആണ്. കാര്യം പുള്ളി ഒന്ന് മൂടായി വന്നൊന്ന് ഹഗ് ചെയ്യുമ്പോഴത്തേക്കും കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിയാണ്. അപ്പോഴത്തേക്കും ക്ലൈമാക്സ് ആവും. അപ്പൊ അതാണ് പുള്ളിയുടെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. കാര്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമിലിയേഷന്റെ മണ്ടയ്ക്ക് ഹ്യൂമിലിയേഷൻ ആണല്ലോ പുള്ളിക്ക് തന്നെ. അതായത് പുള്ളിക്ക് ബാക്കിയുള്ളവരെക്കാളും പുള്ളിയോട് തന്നെ ഒരു എന്താ പറയുന്നത് അവജ്ഞ തോന്നുന്ന, അല്ലെങ്കിൽ എന്തവസ്ഥയിലാണ് ഞാൻ ഇവിടെ ട്രാപ്ഡ് ആയിരിക്കുന്നത് എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പുള്ളി എത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കാര്യം ഈ ഇപ്പം ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ഇപ്പം ആരോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പൊ സാമ്പത്തികമായിട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് ഒരു കഴിവില്ലെന്ന് പറഞ്ഞാലും ആൾക്കാര് എന്താ പറയുന്നത്, പക്ഷേ എന്നെ കഴിവ് തെളിയിക്കണമെങ്കിൽ മോളെ എനിക്ക് കെട്ടിച്ചെന്ന് നോക്ക് എന്ന് വീരവാചകം അടിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അത് പ്രത്യേകിച്ച് കാലഘട്ടം അങ്ങോട്ടും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇപ്പോൾ ഉള്ള ഈ മാസ്കുലിനിറ്റി എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ജെൻഡർ എക്സ്പ്ലോറേഷൻസ് ഒന്നും വന്നിട്ടുള്ള സമയമല്ലല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി അതുകൊണ്ടാവും. ഇപ്പോഴാണേലും നമുക്ക് ഇപ്പോഴും ഈ ടോക്സിക് മാസ്കുലിനിറ്റി ഒക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പം ഇപ്പോഴും അത് അങ്ങനത്തെ എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ ആ ഒരു പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക എന്ന് പറയുന്നത് തന്നെ അവന്റെ മേലുള്ള ഒരു എന്താ പറയുന്നത് സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമാണല്ലോ. അതുകൂടി ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് തന്നെ വരും. നമ്മൾ ഈ പടം കണ്ടോണ്ടിരുന്നപ്പോ ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് ഈ പ്രശ്നം, അതായത് ഈ ക്യാരക്ടറിന് ഈ പ്രശ്നം
ശരിക്കും ഈ ആക്സിഡന്റ് പറ്റുന്നതിന് മുമ്പേ വന്നതായിരിക്കുമോ, അതോ ആക്സിഡന്റ് കാരണം പുള്ളിക്ക് അങ്ങനെ വന്നതായിരിക്കുമോ ഒരു ചിന്ത ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. അത് എന്താണ് അതിന്റെ പോസിബിലിറ്റി എന്ന്. ഇപ്പം നമ്മൾ രണ്ടുപേരും സൈക്കോളജി മേജേഴ്സ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് മൈനറായിട്ട് പഠിക്കാനുണ്ടായിരുന്നു. ബട്ട് സൈക്കോളജി മേജേഴ്സ് അല്ലാത്തതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി അതിന്റെ ഒരു ഇത് അറിയത്തില്ല. നിങ്ങൾക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയൂ. ഇപ്പം എന്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് നേരത്തെ ഇത് ഉണ്ടായിരുന്നു, ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പുള്ളി അത് സെക്ഷൽ എക്സ്പ്ലോറേഷൻസ് ഒന്നും ഇതിനു മുമ്പേ നടത്തിയിട്ടില്ല. പുള്ളിക്ക് അതിന്റെ കാര്യമില്ലായിരുന്നു. പുള്ളി അവിടുത്തെ എന്താ പറയുക സൂപ്പർ സ്റ്റാർ ആയിരുന്നു, അവിടുത്തെ ഹാൻസം മാൻ ആയിരുന്നു. എല്ലാ പെണ്ണുങ്ങളും ആഗ്രഹിച്ച കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച എന്താ മാൻ ആയിരുന്നു. അപ്പൊ പുള്ളിക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു രീതിയിൽ പുള്ളി അത് എക്സ്പ്ലോർ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ പുള്ളി അറിയാതെ പോയതാവാനുള്ള ചാൻസ് ഉണ്ടോ, അതോ പുള്ളിയുടെ ഈ ഒരു ഡിസ്ഫിഗറേഷൻ കാരണം പുള്ളിക്ക് മാനസികമായിട്ട് സൈക്കോളജിക്കൽ ഇഷ്യൂ വന്നിട്ട് പുള്ളിക്ക് ആ ഒരു അവസ്ഥയിലേക്ക് പുള്ളി പോകുന്നതാണോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയൂ. എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ കാര്യം ആവാനാണ് സാധ്യത. കാര്യം നമ്മളെ എന്താ പറയുന്നേ, ഇത് കുറച്ച് സൈക്കോളജിക്കലി ഈ എഫക്റ്റ് ചെയ്തതാവാനാണ് സാധ്യത. കാര്യം നമ്മളിപ്പം ഇപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ സെക്സിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നെർവസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാര്യം എനിക്ക് അങ്ങനെ പറഞ്ഞ അനുഭവങ്ങളുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് ഇതുപോലെ എന്താ പറയുന്നത്, നമ്മുടെ ശ്രീനിവാസൻ പോയതുപോലെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുകയും അവിടെ വെച്ചിട്ട് പുള്ളി ഭയങ്കര നെർവസ് ആയതുകൊണ്ട് പുള്ളിക്ക് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റാതെ പോയതിൻ്റെ ഒരു വിഷമം, എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഡോക്ടറെ കാണേണ്ട വരുമെന്നൊക്കെ ഉള്ള രീതിയിൽ വരെ പുള്ളി ചിന്തിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല, അത് നീ ഇങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ടാണല്ലോ ആദ്യമായിട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരു നെർവസ്നെസ് ഒക്കെ കൊണ്ട് സംഭവിച്ചായിരിക്കും, ഒരു പെർഫോമൻസ് ഇഷ്യൂ വന്നതായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അപ്പൊ അത് സൈക്കോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും അതിനൊരു ഘടകമാണെന്നാണ് നമ്മുടെ വായനയിൽ ഇന്റർനെറ്റ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഞാൻ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു നെർവസ്നെസ് കാരണം സംഭവിച്ചതാണ്. പക്ഷെ ഇവിടെ അതിലും ഭീകരമാണ്. കാര്യം പുള്ളിയുടെ മുഖം തന്നെ ആദ്യം കാര്യം കരിഞ്ഞിരിക്കുകയാണ്. ഓൾറെഡി ആൾക്കാർ ഇപ്പോഴത്തെ കാലത്തെ പോലെ അത്രയൊരു എംപത്തറ്റിക്കലി ചിന്തിക്കുന്ന അവസരം ഇപ്പോഴാണ്. നമ്മൾ അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ അങ്ങനെ പറയത്തില്ല. ഇപ്പൊ ഞാൻ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞു വീണ് തീ പിടിച്ചിട്ട് മേലൊക്കെ കരിഞ്ഞു പോയ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പൊ അവന്റെ ഈ ചിന്നൊക്കെ ഇതുപോലെ ഇങ്ങനെ അവര് കൂട്ടിച്ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊള്ളിയ ഒരവസ്ഥയാണ്. ഒരു ടൂ ഫേസ് പോലെ അത്ര ഭീകരമല്ല, പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പൊള്ളിയിട്ട് ആ ഒരു ഫ്ലേക്കി ആയിട്ടുള്ളൊരു സ്കിന്നൊക്കെയാണ് പുള്ളിയുടെ ദേഹത്തിന്റെ ഒരു പോർഷനിൽ അങ്ങനെയാണ്. കൈയൊക്കെ ഇങ്ങനെ ഇച്ചിരി ഇതായിട്ടുണ്ട്. എല്ലായിടത്തും ഇല്ല, ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ, പക്ഷെ മുഖം കറക്റ്റ് ഫുൾ ഇതായിട്ടുണ്ട്. അപ്പം എന്നാലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരും അതിനെ പറ്റിയിട്ട് പറഞ്ഞ് അവനെ എന്തോ കളിയാക്കുവോ. ആ പുള്ളി പറയാറുണ്ട് ഇങ്ങനെ, ഇത് എന്താ പറയുന്നത്, ഇങ്ങനെ വീണ് സംഭവിച്ചതാണ്, മണ്ണെണ്ണവിളക്ക് മറിഞ്ഞു വീണതാണ്, അങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ പറയും. പക്ഷെ എന്നാലും ആരും അതിനെക്കുറിച്ച് അങ്ങനെ പറയുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം നമ്മളങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ രൂപത്തിലുള്ള ഒരാൾ വന്നാലും എന്ത് സംഭവിച്ചാണെന്ന് ചോദിക്കുക എന്നുള്ളതല്ലാണ്ട് നമ്മളങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ പോലെ ഈ നമ്മുടെ വനജയൊക്കെ പറഞ്ഞ പോലെ കുഷ്ഠരോഗീനെ കണ്ടാലും അത്ര അറപ്പ് തോന്നില്ല എന്നൊക്കെ അത്രയും ക്രൂരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കും. ഇപ്പൊ തന്നെ നമ്മള് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കാൻ പോലും ചിലപ്പോൾ നമുക്കൊന്ന് ഒരു മടി ചെറുതായിട്ട് മടിക്കും. കാര്യം അത് അവർക്ക് പിന്നെ ആ ഇൻസിഡന്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലായാലോ എന്നുള്ളതുകൊണ്ട്. അപ്പം അത് നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു ബെറ്റർമെന്റ് ആണ്. കൂടുതൽ ഈ മാർക്കോ പോലുള്ള സിനിമകളൊക്കെ കണ്ട് നമ്മൾ വയലന്റ് ആകുന്നു, കുട്ടികളെല്ലാം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇപ്പോഴത്തെ കാലത്താണ് നമ്മൾ ഈ ഇത്തരം എമ്പത്തി ഒക്കെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുന്നത്. മറ്റുള്ളവരുടെ ഫീലിങ്സിനും വാല്യൂ ഉണ്ട് എന്ന് ചിന്തിക്കുന്നതൊക്കെ. അപ്പൊ അതും പറയേണ്ട കാര്യമാണ്. അപ്പൊ അങ്ങനെ ഇത് എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഈ ആൾക്കാരുടെ വക ഇങ്ങനത്തെ പരിഹാസവും കാര്യങ്ങളും പുള്ളിയുടെ മുഖം തന്നെ കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, പ്രേമിച്ച പുള്ളിക്കാരി ഇട്ടിട്ട് പോയത്,
ഓർക്കായിരുന്നു എനിക്ക് ചിക്കൻ ബോക്സ് വന്ന സമയത്ത് മുഖത്തൊക്കെ ഇങ്ങനെ ഈ ഇത് പോയി പിമ്പിൾ കഴിഞ്ഞപ്പോൾ പോലെ പാട്. ആ പിമ്പിൾസ് പോലെ അത് വന്ന അത് കുരുവെല്ലാം പോയി കഴിഞ്ഞിട്ടും അതിന്റെ ആ ഒരു പാട് ഇങ്ങനെ അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇതിനിപ്പോ പെർമനന്റ് ആയിരിക്കൂ അല്ല, എന്നൊക്കെ പെർമനന്റ് ആയിട്ട് ഓർത്ത്. ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എന്റെ മുഖത്തൊക്കെ ഇപ്പോഴും പാടുണ്ട് കുഞ്ഞിലേ വന്നതിന്റെ. എനിക്ക് നിന്റെ ആ സമയത്തല്ല വന്നത്, എനിക്ക് ഞാൻ 5th അങ്ങോട്ട് പഠിക്കുന്ന സമയത്ത് വന്നത്. പക്ഷെ ആ പാടുകൾ ഇപ്പോഴും എന്റെ മുഖത്തുണ്ട്. അല്ല എനിക്കും ഈ ചെറുപ്പത്തിലാണ് ഞങ്ങളുടെ സ്കൂളിൽ ഇതുപോലെ ഇത് വന്നത്. ക്ലാസ്സിൽ മുഴുവൻ ഒരു പക്ഷെ ആ മാസത്തേക്ക് സമയത്ത് അവധി വന്നു കിട്ടി. പോയിരുന്നെങ്കിലേ നിനക്ക് നല്ലതായിരുന്നു. നല്ലതായിരുന്നു. അന്നേരം ഞാൻ ചിരിച്ചു. ഞാനോട് ഞാൻ അത് ക്ലാസ്സിലുള്ള എല്ലാവർക്കും വന്നു, എനിക്ക് മാത്രം വന്നില്ല എന്ന് പറഞ്ഞു ഞാൻ സന്തോഷിച്ചു. പക്ഷെ അന്ന് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പിന്നീട് വന്നപ്പം മുതുക്കനായി കഴിഞ്ഞിട്ട് പൊത്തുപോലെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പൊ അത് ഇച്ചിരി ഭീകരമായിരുന്നു കേട്ടോ. നല്ലൊരു ഭീകരാന്തരീക്ഷമായിരുന്നു. അപ്പൊ അന്നേരം ഈ കണ്ണാടി നോക്കാൻ തന്നെ നമുക്കൊരു പ്രയാസമായിരുന്നു. അതുപോലെ രീതിയിൽ മുഖത്തൊക്കെ ഇതായിട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു സത്യമാഷിന്റെയൊക്കെ അവസ്ഥ ഇതിന്റെ അകത്തെ അവസ്ഥയാണെന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് അത് പുള്ളി യങ് ആണ്, ഒരു മേബി ഒരു ഏർലി 30s അല്ലെങ്കിൽ ഒരു മിഡ് 30s ആയിരിക്കും, അല്ലെങ്കിൽ ലേറ്റ് 20s ആയിരിക്കും. കല്യാണം കഴിച്ചിട്ടില്ലാത്ത ആ അവസ്ഥ ആയതുകൊണ്ട്. അപ്പം അപ്പൊ അത്രയും അതും ഇത്രയും ആരാധികന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. സുന്ദരൻ ഹാൻസം ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇപ്പം ഇച്ചിരി ഭീകരമാണ്. അപ്പൊ അതെല്ലാം കൂടെ ചേർന്ന് എഫക്റ്റ് ആയ ഒരു പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ അങ്ങനെ പറഞ്ഞു. മുമ്പ് ഉണ്ടായിരുന്നതാണ് അതൊരു പോസിബിലിറ്റി ആണ്. ഒരു പോസിബിലിറ്റി ആണ്. അതാ പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഞങ്ങളോട് പറയും. ഡെഫിനറ്റ്ലി നമ്മൾ വെരി ഇൻട്രസ്റ്റഡ് ഇൻ യുവർ തിയറീസ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പം പുള്ളി വീട്ടില് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് ഒരു ഇടിയും മഴയും ഒക്കെ ഉള്ള ഒരു രാത്രിയിൽ നമ്മുടെ ശാരദാമ്മ ആ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് തരുന്ന ഒരു പ്രതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷി ആ വീട്ടിൽ വന്നു എന്നുള്ള ഒരു മൂഡിലാണ്. കാര്യം പുള്ളിക്കാരിയുടെ ചേഷ്ടകളൊക്കെ ആണെങ്കിലും പുള്ളിക്കാരിയുടെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്തില് പുള്ളിക്കാരി ഭയങ്കര വിക്ടിമാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും ഏത് രീതിയിലാണെന്ന്. പക്ഷെ പുള്ളിക്കാരിയുടെ പ്രവൃത്തികൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് റോങ് ആയിട്ട് തോന്നും. ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇത് യക്ഷിയാണെന്ന് തന്നെ വിചാരിച്ചോണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമുക്ക് ആ ഒരു ഡൗട്ടിന്റെ ഒരു എന്താ പറയുന്ന ഒരു പോസിബിലിറ്റി ഓഫ് എ ഡൗട്ട് പോലും പുള്ളിക്കാരി തരൂല്ല. കാരണം പുള്ളിക്കാരി നഖമൊക്കെ നീട്ടി വളർത്തിട്ട് ഈ സത്യൻ മാഷിനെ കെട്ടിയൊക്കെ പിടിക്കുമ്പോൾ കാണുന്ന ഈ നഖമൊക്കെ ഇങ്ങനെ ഒരു ക്ലോസ് ഒക്കെ പോലെ വെച്ചിട്ടാണ് പുള്ളി കെട്ടിപ്പിടിക്കുന്നത്. കറക്റ്റ് വാമ്പയർ ഒക്കെ പിടിക്കുന്നത്. കഴുത്തെ പിടിക്കാൻ പോകും, ഈ ചുംബിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കഴുത്തിൽ ഇങ്ങനെ പിടിമുറുക്കാൻ പോകുന്ന പോലെ അങ്ങനെയാണ് പുള്ളിക്കാരി. എപ്പം പുള്ളിക്കാരനെ കെട്ടിപ്പിടിച്ചാലും കൈവിരലൊക്കെ കൊണ്ടുപോകും. അതിന് പുറമെ ഈ ക്രിപ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ ആദ്യം വന്നപ്പോ തന്നെ അവിടെ വീട്ടിൽ കറണ്ട് ഇല്ലാത്ത സമയത്താണ് വന്നത്. അന്നേരം പറഞ്ഞത് കറണ്ട് വരും എന്ന് പറയും. പിന്നെ പാലമരം പൂത്തിട്ടാണ്, അതായത് പൂത്തോളും എന്താ പറയും, പൂത്തിട്ടുണ്ടോ, മണം എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും പാലയുടെ ഏതാണ്ട് മണം വരും. ഈ മണം എവിടുന്ന് വരുന്നത്? പാല പൂത്തിട്ടില്ലല്ലോ, അത് നാളെ പൂക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് കറണ്ട് വരും. അത്രല്ല, എന്റെ കാലുണ്ടോന്നാണ് നോക്കുന്നത്, ഞാൻ യക്ഷിയാണോന്നാണ് നോക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നേ, അതല്ലേ പ്രശ്നം. രാത്രിയിൽ ഒരു സ്ത്രീ വന്നു കഴിഞ്ഞപ്പോ എന്താ ഭയന്നു പോയോ എന്നൊക്കെ ഉള്ള രീതിയിൽ അതും പറയുന്നതാണെങ്കിലും ഉണ്ടല്ലോ. ഇപ്പം പുള്ളിക്കാരി പറയുന്നുണ്ട്, എൻ്റെ വീട് കടൽക്കരയിലെ ഒരു കൽമണ്ഡപം ഉണ്ടല്ലോ, ആ കൽമണ്ഡപത്തിൽ നിന്ന് അങ്ങോട്ട് കിഴക്കോട്ട് മാറി കാറ്റാടി മരങ്ങൾക്കിടയിലാണ് വീട് എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് വീട്. എന്നാ പിന്നെ ഈ രാത്രി മഴ നനഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നാണ് പറയുന്നത്. എന്നാ മഴ നനഞ്ഞപ്പോ നീ നിന്റെ വീട്ടിലോട്ട് പോക്കൂടെ, അവിടെ അമ്മൂമ്മയുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടോട്ട് പോകുന്നതിന് പകരം ഇയാളുടെ വീട്ടിലോട്ട്, ഒരു പരിചയമില്ലാത്ത ആളുടെ വീട്ടിലോട്ട് വന്ന, ഒരു പരിചയമില്ല, പുള്ളിക്കാരിക്ക് പരിചയമുണ്ട് പക്ഷെ പുള്ളിക്കറിയില്ല. അപ്പം പുള്ളിയുടെ വീട്ടിലോട്ട് വരുന്ന എന്തിനാന്നൊക്കെ നമുക്ക് ഇങ്ങനെ പല സംശയങ്ങളും തോന്നും കാണുമ്പോഴത്തേക്കും. അപ്പം ഇതൊക്കെ കൊണ്ടാണ് നമുക്ക് ഭാർഗവി നിലയവുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. കാരണം ഭാർഗവി നിലയത്തിൽ എങ്ങനെ തന്നെയാണ് ആ എഴുത്തുകാരൻ, മധുസാറിന്റെ ക്യാരക്ടർ എഴുത്തുകാരൻ അവിടെ വന്ന് താമസിച്ചു കഴിയുമ്പോഴത്തേനും രാത്രിയിൽ പൊട്ടിത്തകർന്ന ഗീനാവെന്നും പറഞ്ഞുകൊണ്ട് മറ്റേ പാലയില് ഊഞ്ഞാലും തൂക്കിയിട്ട് ആടുന്ന പ്രവർത്തനം നമ്മൾ കാണുന്നുണ്ട്.
അപ്പൊ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നേ ഒരു പിക്ചറൈസേഷൻ, ഇതുപോലത്തെ തന്നെ ഒരു പിക്ചറൈസേഷൻ അവിടെ ഇവിടെ ഉണ്ട്. നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഇവിടെ നടക്കുന്നത്. പക്ഷേ പുള്ളിക്കാരിയുടെ പേര് രാഗിണി എന്നായിരുന്നു കേട്ടോ. ഇതിനകത്തിലെ നമ്മുടെ ശാരദാമ്മയുടെ പേര് രാഗിണി എന്നാണ്. പക്ഷെ രാഗിണിയുടെ കഥ ഇസ് എ ബിറ്റ് ഡിഫറെന്റ് ഫ്രം എന്താണ് ഭാർഗവി നിലയത്തിലെ ഭാർഗവിയുടെ കഥ. അതെ. അപ്പം രാഗിണി വന്നു കഴിഞ്ഞപ്പോ ഈ ആകപ്പാടം നനഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പം മാറാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി ഒബിയസ്ലി പെണ്ണും വിടക്കോഴിയൊന്നും ഇല്ലാതിരിക്കുന്നു. പുള്ളിയുടെ ഇടയിൽ എന്താണുള്ളത്, പുള്ളി കയ്യിലുള്ള ഒരു മുണ്ട് കൊടുക്കും. അപ്പൊ അത് ചേഞ്ച് ചെയ്യാൻ പോകുമ്പോഴത്തേക്കാണ് ബഹദൂർ ഓൾറെഡി ഈ മറ്റേ ഇരുട്ടും ഇടിമിന്നലും ഒക്കെ ആയതുകൊണ്ട് കട്ടിലിന്റെ അടിയിലൂടെ പേടിച്ച് കിടക്കുകയാണ്. അപ്പൊ അവിടേക്കാണ് പുള്ളിക്കാരി കയറി വരുന്നത്. അപ്പൊ പുള്ളിക്കാരി കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അയാള് പേടിച്ച് നമ്മളോർത്ത് ബോധം കെട്ടുന്ന വാർത്ത. പക്ഷെ പുള്ളി ഡെഡായി കറക്റ്റ് സമയത്ത്. വേറെ ഒരു ദിവസം അവന് വടിയാകാൻ തോന്നില്ല. അപ്പൊ ആ പുള്ളിക്കാരി കയറി വന്ന അന്ന് തന്നെ ഡെഡാവും. അതിന്റെ കൂടെ ഈ ക്രിപ്റ്റിക് ആയിട്ടുള്ള മറ്റേ ഡയലോഗ് എന്ന് പറയുമ്പോഴാണ് ഞാൻ വേറൊരു കാര്യം വിളിച്ചു. പുള്ളിക്കാരിയോട് ചോദിക്കുന്നുണ്ട്, നീ ആരാ, നീ എന്തിനാ ഇപ്പൊ വന്നേന്നും പുള്ളിക്കാരൻ ചോദിക്കുമ്പോഴത്തേനും അതിനു മുമ്പേ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് പുള്ളിക്കാരി നമ്മുടെ സത്യമാഷിന് ഒരു ഉമ്മയും കൊടുക്കുന്നുണ്ട്, ശ്രീനിയുടെ ക്യാരക്ടറിന്. പൊള്ളിയ ഭാഗത്താ കൊടുക്കുന്നത്. അപ്പം എന്നിട്ടാണ് പുള്ളിക്കാരി ഒന്നുകൂടെ ഐഡന്റിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ യക്ഷിയാണ്, സ്നേഹമുള്ള പുരുഷന് വേണ്ടി ദാഹിക്കുന്ന ഒരു യക്ഷിന്ന്. പുള്ളിക്കാരി അത് ഇച്ചിരി മെറ്റഫോറിക്കലായിട്ടാണ് പറഞ്ഞത്. അതായത് ഞാനൊരു എന്താ പറയുന്നത്, എനിക്ക് ദാഹമാണ് നിങ്ങൾക്ക് വേണ്ടി ചേട്ടായി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം അത് പറഞ്ഞിട്ടുണ്ടാകുന്നത്. പക്ഷെ ചേച്ചി വേറെ മൂഡിലായിരുന്നു. പക്ഷെ അത് മര്യാദക്കുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ പോരെ. അത്രയും എന്താ പറയുന്നത്, അങ്ങനെ സ്നേഹം ഒരുപാട് നാളത്തെ ലോങ്ങിങ്ങിന് ശേഷം കണ്ടുമുട്ടുന്ന തന്റെ പ്രേമഭാജനത്തോട് പ്രേമ പരവശിയായിട്ട് പുള്ളിക്കാരി പറഞ്ഞതാണ്. പക്ഷെ പറയുന്നത് റോങ് വേർഡ്സ് ആയി പോയി. യക്ഷി എന്ന് പറഞ്ഞിട്ട് ഞാൻ യക്ഷിയാന്ന് പറഞ്ഞു വരികയും ചെയ്തു. അന്ന് തന്നെ സ്നേഹമുള്ള പുരുഷന് ദാഹിക്കുന്നു പറഞ്ഞിട്ട് കയറി. പക്ഷെ അപ്പം നമ്മുടെ സത്യമാഷിനിപ്പം അതോടെ പുള്ളി ഭയങ്കര ഹാപ്പി ആവും. കാര്യം ഓൾറെഡി മറ്റേ സ്നേഹിച്ചിരുന്ന പെണ്ണിട്ടിട്ട് പോയത് കൊണ്ട് ഒരു സെക്സ് വർക്കറിന്റെ അടുത്ത് പോവുകയും ചെയ്തു. അവിടെ ആണെങ്കിൽ പെർഫോം ചെയ്യാനും പറ്റാഞ്ഞതിന്റെ നാണക്കേട്. അപ്പൊ അതെല്ലാം ഉള്ളപ്പോഴും ഇവിടെ ഇത്രയും വിരൂപനായിട്ട് നിൽക്കുന്ന ഒരു ഫേസ് എനിക്ക് ഉണ്ടായിട്ട് പോലും എന്നെ ഒരാള് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് വിജയലക്ഷ്മിയെക്കാളും സുന്ദരിയുമാണ് നമ്മുടെ രാഗിണി. അപ്പൊ അതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും പുള്ളി ഭയങ്കര വികാരാധീനനുമാണ് കേട്ടോ. ഈ പുള്ളിക്കാരി വന്നിട്ട് കെട്ടിയൊക്കെ പിടിക്കുമ്പോഴത്തേനും എന്നിട്ട് പുള്ളി ഈ ആൾക്കാരൊക്കെ ഈ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവരിൽ പലരും ഡേറ്റിംഗ് ആപ്പില് എന്താ പറയുന്നത്, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് മാച്ച് ആകുമ്പോഴത്തേക്ക് അത് അവരുടെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. എന്നെയും സ്നേഹിക്കാൻ ഒരാളുണ്ടല്ലോ, അല്ലെ എന്നെ ഒരാൾ ഹാൻസം ആയിട്ട് കണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുന്ന, അതിനുവേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ചുമ്മാ ഇങ്ങനെ ആരെങ്കിലൊക്കെ മാച്ച് ആകുമ്പോഴത്തേക്ക് അത് കണ്ട് എന്താ പറയുന്നത്, ധൃതംഗപ്പുളകത്തിനാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പം ആ ഒരു ഇതാണ് ഇവിടെ ആ ഒരു ടൈപ്പ്. എന്നെ ഇത്രയും എന്താ പറയുന്നത്, ആളുകൾ ഹിഡിയസ് ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ വിരൂപനായിട്ട് കാണുമ്പോഴും ഒരു പെൺകുട്ടി സ്നേഹിക്കുന്നുണ്ട്. എന്റെ കുറവുകൾക്ക് അത് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണല്ലേ. നമുക്ക് എന്താ പറയുന്നത്, നമ്മുടെ കുറവുകളെ മനസ്സിലാക്കി ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ, ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പം സത്യമാഷിന്റെ കാര്യത്തില് പുള്ളി അങ്ങനെ ഹാപ്പി ആവും. അപ്പം അതുവരെ പുള്ളി എന്താ പറയുന്നത്, ഈ മുഖമായിട്ട് പുറത്ത് പോകാനൊക്കെ ആണെങ്കിലും പുള്ളി ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്. പുള്ളിക്ക് അതിലൊരു ഭയങ്കര കോൺഷ്യസ് ആയിരുന്നു. പക്ഷെ രാഗിണിയുടെ വരവോട് കൂടി പുള്ളി ആളൊന്ന് മാറുകയാണ്. അത് മാത്രല്ല, അത്ര നാൾ ഉറക്കമില്ലാത്ത മനുഷ്യനെ രാത്രി പിടിച്ച് കിടത്തി ഉറക്കി, ഞാൻ നേരം വെളുക്കുന്നിടം വരെ ഇവിടെ കാണും എന്നൊക്കെ പറഞ്ഞ് മര്യാദയ്ക്ക് പിടിച്ച് കിടത്തി ഉറക്കുകയും ചെയ്യും. അപ്പൊ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റാ പുള്ളി ഭയങ്കര റിഫ്രഷ്ഡ് ആണ്. ഓക്കെ, അതെ, പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. എന്റെ മുഖം അത് കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് പറയുന്നുമുണ്ട്, നമ്മുടെ ചന്ദ്രശേഖരന്റെ അടുത്ത് നിന്നിട്ട്, രാഗിണി സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, എന്റെ ഈ വിരൂപമായിട്ടുള്ള മുഖം അവൾക്ക് എന്താ പറയുന്നത്, അവൾ അതിൽ എന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു ഡയലോഗ് പറയും.
എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ വന്ദനത്തിന്റെ അകത്ത് മുകേഷ് ലാലേട്ടന്റെ അടുത്ത് നീല തടാകത്തിൽ നീന്തി തുടിക്കുന്ന ഒരു അരയന്റെ മൈ നീ അവളെ കണ്ടു പച്ച പരവതാനി പിരിച്ച് എന്ന് പറയുന്ന പോലെ എന്തോ ഇതിന്റെ അകത്ത് എന്തോ അതുപോലത്തെ ഒരു ഡയലോഗ്. പക്ഷെ ഒരുപാട് പറയാൻ പുള്ളി സമ്മതിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്നു ഒരു സുന്ദരി എന്ന് മാത്രം ഞാൻ അറിഞ്ഞാൽ പോരെ, എനിക്ക് എന്റെ മുഖം തിരിച്ചു നൽകിയ ആകിയ പെൺകുട്ടിയാണ് അവൾ, അവൾ എനിക്ക് സ്നേഹ പാനപാത്രമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് നിർത്തണ്ടേ. നിർത്തട്ടെ നിന്റെ സാഹിത്യം. കാര്യം ആരാ എന്താ അവളുടെ വീട് എവിടെയാ ഒന്നും അറിയണ്ട, ചുമ്മാ അങ്ങോട്ട് നീ കയറി പ്രേമിക്കുകയാണോ എന്നുള്ള രീതിയിൽ വളരെ വാലിഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പുള്ളി ചോദിക്കും. പക്ഷെ ലവ് നമുക്കും മനസ്സിലാവും പുള്ളിയുടെ ആ ഒരു വിഷമം. കാര്യം എന്താ പറയുന്നത്, ഈ ഒരു അവസ്ഥയിലും പുള്ളിനെ സ്നേഹിക്കാൻ വരുമ്പോ വേറെ ഒന്നും അറിയേണ്ട കാര്യമില്ല, അവൾ ആരായാലും പ്രശ്നമില്ല, യക്ഷിയാണേലും കുഴപ്പമില്ല എന്നുള്ളൊരു. അത് പറഞ്ഞപ്പോഴാണ് പുള്ളി ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ക്ലൂസ് ഇട്ട് തരുന്നുണ്ട്. അതായത് ഈ ശ്രീനിയുടെ കഥാപാത്രം ശരിക്കും ഒരു സൈക്കോളജിക്കലി ഡിപ്രഷനും അല്ലെങ്കിൽ പുള്ളിക്ക് എന്തൊക്കെയോ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലൂ ഇട്ട് തരുന്നുണ്ട്. കാരണം ഇപ്പം ഈ ഒരു ഇൻസ്റ്റൻസിൽ ചന്ദ്രന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നിനക്ക് അതായത് ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ മതി എന്ന് ശ്രീനിയുടെ കഥാപാത്രം പറയുമ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്, നീ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, നിനക്ക് അത്ര വലിയ കുറവൊന്നും ഇല്ല എന്ന് പറയും. പരമു മരിച്ച് ഇത് പ്രേതമാണ് എങ്കിലും എനിക്ക് അവളെ ഭയങ്കര സ്നേഹമാണെന്ന് പറയുന്നുണ്ട്, നിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ശരിയല്ല, നീ മര്യാദയ്ക്കുള്ള വഴിയിലേക്കല്ല പോകുന്നത്, നശത്തിലേക്കാണ് നീ പോകുന്നതെന്ന് പുള്ളി ചെറുതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതെ, അത് പുള്ളി വലുതായിട്ട് വകവയ്ക്കുന്നില്ല. അപ്പം ഇത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരി മറ്റേ കൽമണ്ഡപത്തിൽ വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. പക്ഷെ പുള്ളി കൽമണ്ഡപത്തിൽ പോകുമ്പോ അവിടെ ആരുമില്ല. അപ്പോഴും അവിടെ ഒരു പാട്ട് വരുന്നുണ്ട്, അതും പക്ഷെ പുള്ളിയുടെ ഹാലൂസിനേഷനാണ്, അതിന്റെ ഒരു അടുത്ത ക്ലൂ ആണ് ആ പാട്ടിന്റെ അകത്ത്. എന്തോ പുഷ്യരാഗ പടവുകൾ കയറി പത്മരാഗ പടവുകൾ കയറിയത്. അത് പക്ഷേ അത് ഈ വിജയുടെ ക്യാരക്ടറിനെയാണ് പുള്ളി കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറെ അതുപോലത്തെ വേറെ സ്ത്രീജനങ്ങളൊന്നും അതിനകത്തിലില്ല. അപ്പൊ ഈ വിജയുടെ ക്യാരക്ടർ അവിടെ നിന്ന് 3-4 വിജയുടെ വേർഷൻസ് ഡാൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അവരെയൊക്കെ കടന്ന് പടവ് കയറി മുകളിലെത്തുമ്പോൾ നമ്മുടെ രാഗിണി അവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സപ്രപഞ്ചത്തിൽ ഇങ്ങനെ കടന്നു വരൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി എന്തോ കട്ടില് എന്തോ സ്വപ്നത്തിന്റെ പടവിന്ന് മറിഞ്ഞ് താഴെ വീഴും, സ്വപ്നത്തില് പടവില് താഴെ വീഴും, പക്ഷെ ശരിക്കും റിയൽ ലൈഫില് കട്ടിലേന്ന് മറിഞ്ഞ് താഴോട്ട് വീഴും. ആ പാട്ട് പക്ഷെ ഇവള് കാണാൻ വരുന്ന അന്ന് രാത്രിയിലാണ് ആ പാട്ട് നടക്കുന്നത്. നീ കൽമണ്ഡപത്തിൽ കാണാൻ പോകുമ്പോഴുള്ള പാട്ട് ഈ എനിക്ക് തോന്നുന്നു ചന്ദ്രോദയത്തിലെയോ അങ്ങനെ എന്തോ പറഞ്ഞോണ്ടൊരു പാട്ടാണ്. അത് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, ഈ പെയിന്റിങ്ങിന്റെ അകത്ത് പെയിന്റിങ്ങിന് ഒരു വേറൊരു ഇതൂടെ നമ്മുടെ അടൂർ ബാസി പറയുന്നുണ്ട്. അടൂർ ബാസിയാണോ ബഹദൂർ തന്നെയാണോ? അതായത് ഈ പെയിന്റിങ് അല്ല അടൂർ ബാസിയാന്ന് തോന്നുന്നു പറയുന്നത്. അടൂർ ബാസിയാ പറയുന്നേ, ഈ മറ്റേ വരുവോ എന്ന് ചോദിക്കുന്ന സാധനം. അത് ബഹദൂറാ പറയുന്നത്. അന്ന് രാത്രിയിലാണ് ആ പുള്ളിക്കാരി വരുന്നത്. ബഹദൂർ പകരം ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ മറ്റേ അവിടെ ഈ പെണ്ണ് ബ്ലഡി മേരി പോലത്തെ സാധനം ഉണ്ടെന്ന് പറഞ്ഞത്, അത് ബഹദൂറാ പറയുന്നത്. ഓക്കെ. അതായത് ഈ യക്ഷിയുടെ ഈ ചിത്രം ഉണ്ടല്ലോ, യക്ഷി അമ്പലത്തിന്റെ ഈ ചിത്രത്തിന്റെ അകത്ത് ഈ കഥ പറയുമ്പോഴത്തേക്ക് ഇല്ലാത്ത കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞത് നമ്പൂതിരി, അതായത് ഈ യക്ഷി അമ്പലത്തില് പോയിട്ട് വരുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യക്ഷി അന്ന് നമ്മുടെ വീട്ടിൽ വരും നമ്മളെ സന്തോഷിപ്പിക്കാൻ എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു മിത്ത് വരുന്നത്. അപ്പൊ അങ്ങനെ നമ്മളെ കൊന്നിട്ട് പോവും. നമ്മളെ സ്ത്രീകളല്ല കേട്ടോ, ഇത് പുരുഷന്മാരെ ആക്രമിക്കുന്ന യക്ഷികളാണ്. പുരുഷന്മാരെ വിളിക്കുന്നത് എന്തിനായിരിക്കും? ഈ പകൽപൂരത്തിന്റെ അകത്തെ യക്ഷിനെ പോലെ. അപ്പൊ അങ്ങനെ എന്നാ പിന്നെ യക്ഷിയെങ്കിൽ യക്ഷി വരുവോ എന്നുള്ള രീതിയിൽ പുള്ളി സത്യൻ മാഷും പെയിന്റിങ്ങിനോട് വരുവോ എന്ന് ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഇടിയും മിന്നുകയും ചെയ്യും. അതുകൂടെ കാണുമ്പോ ബഹദൂർ ശരിക്കും
അതെ. പക്ഷെ പുള്ളിക്ക് ഭയങ്കര പേടിയാന്നുള്ളത് നമ്മൾ ഏതോ ഒരു സീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. രാത്രിയിൽ ഈ പെണ്ണിങ്ങനെ നടന്നു വരുന്ന ചെലങ്കയുടെ സൗണ്ടോ എന്തോ ഇങ്ങനെ ചിൽ കേൾക്കുമ്പോൾ പുള്ളി പേടിച്ചിട്ട് ഒരു ഭിത്തിയുടെ പുറകിൽ ഇങ്ങനെ പോയിട്ട് നിൽക്കും പേടിച്ചിട്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് മുള്ളും. കഷ്ടമുണ്ട് പുള്ളി അവിടെ നിന്ന് പേടിച്ചിട്ട് മൂത്രം ഒഴിക്കുകയെന്ന് കേട്ടിട്ടേ ഉള്ളൂ. പുള്ളി ലിറ്ററലി അവിടെ നിന്ന് പേടിച്ച് മൂത്രം ഒഴിക്കും. കഷ്ടമുണ്ട് മനുഷ്യൻ. പിന്നെ വീട്ടിലോട്ട് കേറുമ്പോഴത്തേക്ക് ഗേറ്റേൽ ഏതാണ്ട് മുണ്ട ഏതാണ്ട് ഉടക്കിയിട്ട് ആരോ എന്നെ പിടിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭയങ്കര ഒരു പേടിത്തോറിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെ അതെ. പക്ഷെ ഇതൊരു ഈ സൈക്കോളജിക്കൽ ആസ്പെക്റ്റുകൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും റീവാച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി ഈ കട്ടിലടി കിടന്ന് പേടിച്ചാണ് മരിച്ചത്. പക്ഷെ ആദ്യം നമുക്കൊരു സംശയം തോന്നും, ഇവളെങ്ങാനും ഇനിയിപ്പം ചോര പുള്ളിക്കാരി കുടിച്ചിട്ടുണ്ടോ. വരുമ്പോ കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് പുള്ളി മരിക്കുന്നത് എന്നുള്ള ആ ഒരു എന്താ പറയുക, ഭയങ്കര കോയിൻസിഡൻസുകൾ. ഭയങ്കര അൺലക്കി പേഴ്സൺ ആണ് നമ്മുടെ ഈ രാഗിണി എന്ന് പറയുന്നത്. കാരണം രാഗിണി എവിടെ പോയാലും ദുരന്തങ്ങളാണ്. അതാണ് പ്രശ്നം. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഈ ജൂഡിയും ജൂഡനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക്, അതായത് നമ്മുടെ അടൂർ ബാസിയുടെ പട്ടികള് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മുടെ സത്യൻ മാഷിന്റെ വീട്ടിൽ വരാറുണ്ട്, ശ്രീനിയുടെ വീട്ടിൽ. അവരവിടുത്തെ സ്ഥിരം അന്തേവാസികളാണ്. അപ്പം ഈ അതില് ജൂഡിക്ക് തീരെ ഇഷ്ടമല്ല രാഗിണീനെ. അവരാദ്യം ആ വീട്ടിലോട്ട് പരിചയപ്പെടുത്താൻ കൊണ്ടുപോകുമ്പോൾ തന്നെ ഭയങ്കര കൊരയായിരുന്നു. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ വീട്ടിൽ ജൂഡി കുറെ നാളായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. അപ്പം സത്യമാഷ് ജൂഡീനെ പിടിച്ചെടുത്തോണ്ട് പോയി വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ഈ ജൂഡിക്ക് ഇതെന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരദാമ്മ അതിനെ തലോടുമ്പോഴത്തേക്കും അത് മറിഞ്ഞ് ഡെഡ് ആവുന്നുണ്ട്. അപ്പം അതിന് റീസൺ ആയിട്ട് അടൂർ ബാസി പറയുന്നത് അതിന് 2 ദിവസമായിട്ട് ഭയങ്കര അസുഖമായിരുന്നു, ചാവാറായ നിലയിലായിരുന്നു, പുതിയ പട്ടീനെ വരുത്തിയിട്ടുണ്ട്. പുള്ളിക്കത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ സത്യമാഷിന് അതൊരു എന്താ പറയുക, സ്ട്രൈക്കിങ് ഇവന്റ് ആയിരുന്നു. കാര്യം ഇവരുടെ ഹണിമൂണിന് ഇതിന് മുന്നേ ഇവര് കല്യാണം കഴിഞ്ഞ് ഹണിമൂണിന് കന്യാകുമാരിയിലേക്ക് പോകുമ്പോഴത്തേക്കും സത്യമാഷിന് അറിയാമല്ലോ ഈ ഓൾറെഡി ഈ പ്രശ്നമുണ്ടല്ലോ. അപ്പം അനുരാഗ് പരവശയായി ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പുള്ളി വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ മറിഞ്ഞു വീഴുന്നുണ്ട്. അപ്പൊ ആ മറിഞ്ഞ് വീണ വീഴ്ചയില് പുള്ളിയുടെ ചുണ്ട് കല്ലേലേതാണ്ട് തട്ടി മുറിയുകയും ചോര വരികയും ചെയ്തു. അപ്പം രാഗിണി പുള്ളീനെ ഒന്നെങ്കിൽ എടുത്തപ്പോഴോ അല്ലെങ്കിൽ ചുംബിച്ചപ്പോഴോ ആയിരിക്കാം പുള്ളിക്കാരിയുടെ ചുണ്ടയിലും കുറച്ച് ചോരയാവുന്നുണ്ട്. അപ്പം തിരിച്ച് പുള്ളിക്ക് ബോധം വന്ന് ഒരു ഹോട്ടൽ റൂമിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും പുള്ളി നോക്കുമ്പോൾ എന്താ പുള്ളിയുടെ ചുണ്ട് പൊട്ടി ചോര വരുന്നുണ്ട്, ഇവളുടെ ചുണ്ടയിലാണേലും ചോര ഇരിപ്പുണ്ട്. അപ്പോൾ ഓൾറെഡി യക്ഷിയുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ അന്ന് ചോര കുടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളിക്ക് തോന്നുകയാണ്. അതിന് പുറമെ ഈ ജൂഡിയും ചത്തു. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് കാറ്റുനോറ്റ് വർഷങ്ങൾക്ക് ശേഷം പ്രഗ്നന്റ് ആയ സുകുമാരി അമ്മ പുള്ളിക്കാരിയുടെ ഇതും ബാത്റൂമിൽ വെച്ചിട്ട് അങ്ങനെ തെന്നി വീണ് ആയിരിക്കണം എന്ന് നമ്മൾ ഊഹിക്കുന്നു. അത് കാണിക്കുന്നില്ല. എന്താണേലും അബോർഷനായി. അപ്പം അതിനു മുമ്പ് ഈ അബോർഷൻ ആവുന്നതിന് മുമ്പ് ഈ ചന്ദ്രനെ കാണാൻ വന്നിട്ട് സത്യമാഷി ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് രാഗിണി യക്ഷിയാണെന്നുള്ള പുള്ളിയുടെ തിയറിക്ക് ബലം നൽകുന്ന രീതിയിൽ ഉണ്ടായ ഇൻസിഡൻസ് എല്ലാം പറയുന്നുണ്ട്. ഈ ചുണ്ടു പൊട്ടി ചോര വന്നതും ജൂഡി മരിച്ചതും പരമു മരിച്ചതും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പക്ഷെ ചന്ദ്രൻ ലോജിക്കലായിട്ട് തിങ്ക് പണ്ടുന്ന ആളായതുകൊണ്ട് പുള്ളി പറയും ഇത് നിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് വരുന്നതാണ്. അത് മാത്രമല്ല നിന്റെ ഈ നിനക്ക് കഴിവില്ലായ്മ എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നിന്റെ ആ കുറവ് മറയ്ക്കാൻ വേണ്ടിയിട്ട് നീ ആ കുറ്റം എടുത്ത് രാഗിണിയുടെ തലയിലോട്ട് ഇടുന്നതാണ് എന്ന് പുള്ളി കറക്റ്റായിട്ട്. നീ ഫസ്റ്റ് ടൈം നമ്മളിത് കാണുമ്പോൾ നീ ഓർക്കുന്നുണ്ട്, നമുക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര ഒരു 2 പോളിൽ നിന്നേ നമ്മൾ ചിന്തിക്കത്തുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ അങ്ങ് ഭയങ്കര സ്ട്രൈക്കിംഗ് കോയിൻസിഡൻസസ് ആണ് ഇത്. ഈ പറഞ്ഞുണ്ട് ഇവൻ ഈ പറഞ്ഞ കോയിൻസിഡൻസ് എല്ലാം ഒറ്റ വരിക്ക് ഒരാളിനെ ചുറ്റിപ്പറ്റിയാണ് സംഭവിക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ മൈൻഡ് ഓൾറെഡി ക്രാക്ഡ് ആണ്.
ഓൾറെഡി സൈക്കോളജിക്കലി ബ്രോക്കൺ ആയിട്ടുള്ള ഒരു മൈൻഡ് ഉള്ള ഒരു മനുഷ്യനാണ് ഈ ശ്രീനി എന്ന് പറയുന്ന ക്യാരക്ടർ. അങ്ങനെയുള്ള ശ്രീനിക്ക് ഡൗട്ട് തോന്നുന്നത് പോട്ടെ, നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവർക്കും തോന്നി ഈ പെണ്ണ് പ്രേതമാണെന്ന്. അതൊരു കോയിൻസിഡൻസുകളാണ് ഈ പെണ്ണിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. ഈ പാല പൂക്ക് ഈ കറണ്ട് വരും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും കറണ്ട് വരും, ലൈറ്റ് ഓൺ ആവും. പിന്നെ പാല പൂക്കും എന്ന് പറയുന്നത് അതും സത്യമാഷ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതെങ്ങനെ അടുത്ത ദിവസം നോക്കുമ്പോൾ പാല പൂത്തിട്ടുണ്ട്, പക്ഷെ തലേന്ന് ഒരു മുട്ട് പോലും ഇല്ലായിരുന്നല്ലോ എന്ന് സത്യമാഷ് പറയുന്നുണ്ട്. അപ്പൊ ഒരു മുട്ട് പോലും ഇല്ലാത്ത ഒരു പാല പൂക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ എലമെന്റ്സ് ഉണ്ടാവുമല്ലോ എന്നൊക്കെ രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഇനി ഓർക്കുന്നുണ്ടോ മറ്റേ ഈ ചുണ്ടയില് ചോര പറ്റിയിരിക്കുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരി, അത് നമ്മളപ്പോ ആദ്യം കാണുമ്പോൾ കടപ്പുറത്ത് വെച്ചാണ് ഈ സീൻ നടക്കുന്നത്. അപ്പൊ ഇത് ക്യാമറ ആംഗിൾ വെച്ചിരിക്കുന്നത്, ക്യാമറ ഒരു ദൂരത്താണ് വെച്ചിരിക്കുന്നത്. അപ്പം കടലിന്റെ ദൂരെ ആ ഒരു കടൽ തീരത്ത് നിന്നിട്ട് സത്യമാഷ് തലകറങ്ങി വീടുന്നേ കാണിക്കുന്നത്. അപ്പൊ ഞങ്ങള് സ്വാഭാവികമായിട്ട് വിചാരിച്ചു, ഓ യക്ഷിയല്ലേ, പ്രേതം ചോര പിടിച്ചതായിരിക്കും. പുള്ളി ബോധം കെട്ട കാര്യം തിരിച്ച് ഹോട്ടൽ റൂമിൽ എത്തിയിട്ട് പുള്ളിക്കാരി ഒന്നും കഴിക്കുന്നുമില്ല, ഫുഡ് വേണമെന്ന് വിശപ്പില്ലെന്നാ പറയുന്നത്. പുള്ളിക്കാരി ഫുഡ് കഴിക്കാൻ നമ്മളെ കാണിക്കുന്നതേ ഇല്ല. പുള്ളിക്കാരി അയാൾക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്, അയാൾക്ക് ഫുഡ് ഓർഡർ ചെയ്യുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരി ഫുഡ് കഴിക്കുന്നില്ല. ഭയങ്കര എന്താ പറയുന്നത്, റെഡ് ഫ്ലാഗ് ഉള്ള ഒരു സ്ത്രീ ആയിട്ട് നമുക്ക് തോന്നുന്നു. ഇതിനെല്ലാം പുറമെ ഈ മറ്റേ യക്ഷികളെ പറ്റിയിട്ടുള്ള ഡീപ്പ് നോളജ് ഒക്കെ ഉണ്ട്. അതായത് പുള്ളി ഇരുന്നിട്ട് എഴുതുവാണല്ലോ പുള്ളിയുടെ തീസിസിൽ. അപ്പൊ യക്ഷി എല്ലാ ദിവസവും ചോര കുടിക്കും എന്നാണ് പുള്ളി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരി പറയും, ഇതെന്ത് അബദ്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത്, യക്ഷികള് എല്ലാ ദിവസവും ചോര കുടിക്കത്തില്ല എന്ന് പറയും. അതെങ്ങനെ നിനക്കറിയുന്നുണ്ടോ ചോദിക്കും. സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ പുള്ളി പറയും, എനിക്ക് യക്ഷികളെ കുറിച്ച് എല്ലാം അറിയാം. യക്ഷികള് യക്ഷിലോകത്താണ് താമസിക്കുന്നത്. അതായത് അവര് ആകാശം നീല നിറത്തിലുള്ള ആകാശത്തിന് മുകളിലായിട്ട് ചുവപ്പ് നിറത്തിലുള്ള ഇതാണുള്ളത്. അവിടെയാണ് യക്ഷിലോകം ഉള്ളത്, അവിടെയാണ് അവർ താമസിക്കുന്നത്. അവര് ആണ്ടിലൊരിക്കലേ അവർ ചോര കുടിക്കത്തുള്ളൂ. പിന്നെ ആകാശഗംഗയില് പാലാണ് അവരുടെ നിത്യാഹാരം എന്നൊക്കെ പറയുന്നുണ്ട്. ആകാശഗംഗയിലെ പാലാണ് നിത്യാഹാരം. ആകാശഗംഗ എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കി വേക്കാണ് ആകാശഗംഗ എന്ന് പറയുന്നത്. അപ്പൊ ആകാശഗംഗയിലെ പാലാണ് യക്ഷികൾ ഡെയിലി കഴിക്കുന്നത്. വർഷത്തിൽ ഒരിക്കലും മാത്രം അവർ ഭൂമിയിൽ വരും മനുഷ്യരുടെ ചോര കുടിക്കാനായിട്ട് എന്നൊക്കെ പറയും. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ അത് നിനക്ക് എങ്ങനെ അറിയാൻ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ മരത്തിന്റെ ഒക്കെ കാര്യം വരെ പറയുന്നുണ്ട്. വെറും ഡീറ്റെയിൽസ് അല്ല, ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ നോൺ ഡീറ്റെയിൽസ്. അവിടെ സഫയറിന്റെയും ഒക്കെ മരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയുള്ള മരങ്ങളും ചെടികളൊക്കെ ഭൂമിയിലുള്ള പോലെയല്ല, പ്രത്യേക തരമാണ്. അതില് ഉണ്ടാവുന്നത് ഇന്ദ്രനീലം, പുഷ്യരാഗം, മരതകം തുടങ്ങിയ രത്നങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ഉണ്ടാവുന്നതൊക്കെ നമ്മള് വിചാരിക്കും ഇതെന്തുകൊണ്ടായി. ഈ കൽമണ്ഡപത്തില് വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് പുള്ളി അന്ന് അവിടെ വന്നിട്ട് ഈ ഹാലുസിനേറ്റ് ചെയ്യുമല്ലോ പാട്ടൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. എന്നിട്ട് പുള്ളി എഴുന്നേറ്റ് പോയിട്ട് അതിൻ്റെ അവിടെ നിന്ന് കിഴക്കോട്ട് മാറിയിട്ട് കാറ്റാടി മരങ്ങൾക്കിടയിലാണ് വീടെന്നാണല്ലോ പറഞ്ഞത്. പുള്ളി അവളെ കാണാൻ വേണ്ടി നേരെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ വഴിയെ പോകുന്ന ഒരാളോട് ചോദിക്കും, ഈ വീട്ടില് ഇവിടെ എവിടെയാണ് ഈ അമ്മൂമ്മയും ഒരു മകളും മാത്രം താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ ആ വീട്ടില് അവരെല്ലാം ഒരു റബ്ബർ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്ന ഒരു കുടുംബമാണ് താമസിച്ചിരുന്നത്, അവരിപ്പോൾ വീട് മാറിപ്പോയി, അവിടെ ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് പുള്ളി ഈ വഴിപോക്കം പറയുന്നത്. പുള്ളി ആ വീട്ടിലോട്ട് നേരെ പോയി അന്വേഷിക്കുന്നില്ല. ഇയാൾ പറയുന്നത് കേട്ടിട്ട് അവിടെ ആരും ഇല്ല എന്നുള്ള രീതിയിൽ, അപ്പൊ ഇവള് കള്ളം പറഞ്ഞതാണ് എന്നുള്ള ഒരു ആംഗിളിലാണ്. അപ്പൊ അത് ഇങ്ങനെ ഈ പടത്തില് ത്രൂ ഔട്ട് നമുക്ക് രാഗിണിയുടെ മേൽ ഒരു ഡൗട്ട് തോന്നുന്ന രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് പുറമെ ഈ യക്ഷിയുടെ കുറിച്ചുള്ള യക്ഷി ലോകത്തെ കുറിച്ചും ആകാശഗംഗയും മരതകവും ഇന്ദ്രനീലവും പുഷ്യരാഗവും ഒക്കെ പറയുമ്പോഴത്തേക്കാണ് നമുക്ക് ഡൗട്ട് തോന്നും. ഫുൾ ഓൺ സൈക്കോട്ടിക് ആയി പോകുന്നത് ആ പുഷ്യരാഗം കേട്ട് കഴിയുമ്പോഴത്തേനാണ്. അതെ. ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് പുള്ളിയുടെ മൈൻഡ് പുള്ളീനെ അങ്ങോട്ട് എന്താ പറയുന്നത്, ശരിക്കും യക്ഷിയാണ് എന്നുള്ള രീതിയിൽ ആദ്യമൊക്കെ ആരെങ്കിലും സ്നേഹിച്ചാൽ മതി. പക്ഷെ പുള്ളിക്ക് ആ സ്നേഹം ഒരാൾ തരുമ്പോഴത്തേക്ക് അതുവരെ പുള്ളിക്ക് ആരെങ്കിലും തന്നാൽ മതി എന്നുള്ള അവസ്ഥയാണ്. പക്ഷെ തന്നു കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്ക് ഡൗട്ടാണ്.
പുള്ളി അതിന് വെർത്താണോ എന്നുള്ള രീതിയിൽ സെൽഫ് ഡൗട്ടും ഉണ്ട്. പുള്ളിയുടെ ഓൾറെഡി ഉള്ള പ്രശ്നങ്ങൾ, കുറവുകളുടെ പേരിൽ നാളെ ഇവള് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുക എന്നുള്ളത് കൊണ്ട് പുള്ളി അങ്ങനെ, പുള്ളിയുടെ മൈൻഡ് ഇവള് യക്ഷിയാണ്, അപ്പൊ ഇവളെന്റെ ചോര കുടിക്കാനാണ് ഇരിക്കുന്നത്, എന്നെ ഉപദ്രവിക്കാനാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതുകൂടാതെ ഞാൻ കാണും. ഒരു ഡയലോഗ് കൂടെ ഇപ്പൊ പെട്ടെന്ന് ഓർത്ത്, മറ്റേ രാഗിണി പറയുന്ന മറ്റേ ഡയലോഗ് നിനക്ക് ഓർമ്മയുണ്ടോ? ജൂഡിയും ജൂഡനും കൂടെ അവിടെ നിന്ന് കുരയ്ക്കുമ്പോ പുള്ളിക്കാരി പറയത്തില്ലേ, മനുഷ്യർക്ക് കാണാൻ പാടില്ലാത്തത് മൃഗങ്ങൾക്ക് കാണാൻ നീ ആവശ്യമില്ല അടൂർ ആവശ്യമില്ലാത്ത ബാസിയുടെ കാര്യങ്ങൾ പറയാതെ. അടൂർ ബാസിയുടെ അടുത്ത് പരിചയപ്പെടുത്താൻ പോകുമ്പോഴത്തേക്കാണ് ഇവര് രണ്ടും കുരയ്ക്കുന്നത്. ഈ പട്ടികൾക്ക് ഇതെന്ത് പറ്റിയെന്ന് അവര് ചോദിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്കാരി പറയുന്നത് മനുഷ്യർക്ക് കാണാൻ പറ്റാത്തത് മൃഗങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അത് പുള്ളിക്കാരിക്ക് തന്നെ തിരിച്ച് യൂനോ റിവേഴ്സ് കാർഡ് പോലെ തിരിച്ച് കിട്ടുന്നുണ്ട്. അതെ അതെ, അത് ഈ പട്ടി മരിക്കാൻ പോകുന്നതിന് മുമ്പേ എന്താ വീട്ടിലോട്ട് കൊണ്ടുവരും എന്ന് പറയത്തില്ലേ, ആ കൊണ്ടുവരുന്ന സമയത്ത് ഈ പട്ടി വല്ലാത്ത ഒരു രീതിയിൽ ഇങ്ങനെ ഹൗൾ ചെയ്യും. മരിക്കാൻ പോകുന്നതിന് മുമ്പേ ഉള്ള വേദനയിൽ ഹൗൾ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വൃത്തികെട്ട ഹൗളിംഗ് ആണ്, നമുക്കത് കേട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ഹോണ്ടിങ് ഹൗളിംഗ് പോലത്തെ ഒരു സാധനം. അപ്പൊ ഹൗൾ ചെയ്ത് കഴിയുമ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ചോദിക്കും, ഇതെന്ത് ഈ പട്ടിക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേനും സത്യമാഷ് ഇത് തിരിച്ചു പറയും, മനുഷ്യർക്ക് കാണാൻ പറ്റാത്തേക്ക് മൃഗങ്ങൾക്ക് കാണാൻ പറ്റൂടി, നിനക്കെ പുള്ളിക്കാരി അതിന്റെ ബാക്കിയും പറയും, യക്ഷികളും പ്രേതങ്ങളും ഒക്കെ എന്നൊക്കെയുള്ള രീതിയിൽ ഡയലോഗും പറയും. അപ്പൊ ഇതെല്ലാം കൂടെ ആയിട്ട് പിന്നെ അതിന് പുറമെ ഈ ഓൾറെഡി ചന്ദ്രന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയാൻ പോയ സമയത്ത് മറ്റേ പുള്ളി ഇങ്ങനെ പറയുമല്ലോ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ് നിന്റെ കഴിവുകേടിന്റെ ഇത്, അതും നിന്റെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള, നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണാം എന്നൊക്കെ ഉള്ള രീതിയിൽ പുള്ളി പറയുമ്പോഴത്തേക്ക് പറയും, ഇല്ല അവള് യക്ഷി തന്നെയാണ്. പുള്ളിയുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു സയന്റിസ്റ്റും കൂടെ ആണല്ലോ. അപ്പം എന്താ പറയുന്നത്, നിങ്ങളൊക്കെ കണ്ട് തൊട്ടറിയാവുന്നല്ലേ, കാണുന്ന ഇതിനെ മാത്രമേ വിശ്വസിക്കൂ എന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ഒരു സയന്റിസ്റ്റ് എന്നുള്ള നിലയിൽ കാണാത്ത കാര്യങ്ങളും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള രീതി. അതായത് ഇപ്പം സയൻസിലൊരു തിയറി ആയിട്ടാണല്ലോ നമ്മളെല്ലാം ആദ്യം ഫോം ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതുവരെ ആ സാധനം ഇല്ല, നമ്മളൊരു തിയറിയാണ്, കാണാത്ത ഒരു സാധനമാണ്. സിംപിളി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാറ്റ് എർത്തിന്റെ സാധനം. അതായത് പണ്ട് മനുഷ്യർക്ക് നമുക്ക് കാണാൻ പറ്റുന്ന എർത്ത് ഫ്ലാറ്റ് ആണല്ലോ, അപ്പം സ്വാഭാവികമായിട്ടും പണ്ട് എർത്ത് റൗണ്ട് ആണെന്ന് പറയുന്നവൻ ഭ്രാന്തനോ അല്ലെങ്കിൽ മന്ത്രവാദിയോ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ. മിക്ക സയന്റിസ്റ്റുകളും പണ്ട് മന്ത്രവാദികളാന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യപ്പെട്ടവരുണ്ട് കുറെ പേര്. അപ്പോ അത് ആ ഒരു തിയറിയാണ് പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിനകത്തിൽ ചെറിയൊരു ലോജിക്കൽ ലൂപ്പ് ഹോൾസ് ഉണ്ടോ എന്നൊരു ഡൗട്ട്. കാര്യം പുള്ളി ഇവരെ വിളിക്കുന്നത്, ഈ കണ്ടറിയുന്ന ആൾക്കാരെ വിളിക്കുന്ന അന്ധവിശ്വാസികൾ എന്നുള്ള രീതിയിലാണ്. അന്ധവിശ്വാസമാണ് നിൽക്കുന്നത്. പക്ഷെ അന്ധവിശ്വാസമാണല്ലോ, പുള്ളി ലിറ്ററൽ സെൻസിലാണ് ഉദ്ദേശിക്കുന്നത്. കാണുന്നത് മാത്രം അന്ധമാണ് നിങ്ങൾ, ഇൻവിസിബിൾ ഐ എന്നുള്ള രീതിയിലുള്ള ഇതിലാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യത്തിൽ അന്ധമായി വിശ്വസിക്കുന്നവരാണ് എന്നുള്ള രീതിയിൽ. അപ്പം പക്ഷെ ഈ അന്ധവിശ്വാസം ശരിക്കും നോക്കുവാണെങ്കിൽ ഇല്ലാത്ത ഒരു സാധനത്തില് നമ്മളെ വിശ്വസിച്ചിട്ട് നടക്കുന്നതിനാണ്. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പൊ ദൈവം ഉണ്ടെന്ന് അല്ലെങ്കിൽ പ്രേതം ഉണ്ടെന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളുടെ എന്തെങ്കിലും ഇതുപോലുള്ള ചില അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു എൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ സയൻസ് എപ്പോഴും ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടല്ലേ സയൻസ് വിശ്വസിക്കുകയുള്ളൂ. അപ്പൊ അതൊരു അവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. പക്ഷെ പുള്ളി ഉദ്ദേശിക്കുന്ന ഇതാണ്, അതായത് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ അതിലേക്ക് എത്തുന്നവരെ. ഇപ്പൊ ഇത്രയും നാള് ആദ്യമൊക്കെ പലപ്പോഴും പുള്ളി എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ സ്പേസ് റിസർച്ചിൽ വന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. അതായത് പണ്ട് ആകാശത്തിലൂടെ ഒരു മനുഷ്യൻ പറന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം അത് പോസിബിൾ ആണല്ലോ. അപ്പൊ സയൻസ് ഒക്കെ അത് പ്രൂവ് ചെയ്തല്ലോ. അപ്പൊ അതുകൊണ്ട് അതുപോലെ യക്ഷി ഉണ്ടെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അത് ഞാൻ പ്രൂവ് ചെയ്യുന്നതോടെ അത് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സയന്റിഫിക് ഫാക്റ്റായി മാറും എന്നുള്ള രീതിയിൽ. എന്നിട്ട് പുള്ളി അന്നേരം പറയുന്നുണ്ട്, അവള് കല്യാണി എന്നാണ് സുകുമാരി അമ്മയുടെ പേര്. അപ്പം കല്യാണിയുടെ ഭ്രൂണത്തിനെ അവൾ തിന്നും, യക്ഷികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൾ അതിനെ തിന്നും എന്നുള്ള രീതിയിൽ പറയും. കാര്യം അടൂർ ബാസി അയലൊക്കത്തുള്ള ഒരേ ഒരു സ്ത്രീയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണിനെ പരിചരിക്കാനായിട്ട് ശാരദമ്മയോട് വരാവോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അതിന് പുള്ളി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ കല്യാണി അമ്മയുടെ പ്രഗ്നൻസിയിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് എങ്ങനെ പ്രസവിക്കാമെന്ന് പഠിക്കുകയും ചെയ്യാന്നുള്ളൊരു വിയേർഡ് സ്റ്റേറ്റ്മെന്റും പറയുന്നുണ്ട്.
ഇച്ചിരി റോക്കാണ് പുള്ളി. ഇപ്പൊ എന്താണേലും ഇപ്പൊ ഈ പുള്ളി സുമാരിയമ്മയുടെ ഇത് ക്യാരക്ടർ ആണെങ്കിൽ ബാത്റൂമില് വീണിട്ടായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ അബോർഷൻ ആവുകയും പറയുന്നുണ്ട് ചെയ്യും. ബാത്റൂമിൽ വീണു എന്ന് പറയുന്നുണ്ട്. അബോർഷൻ ആവുന്നു. അപ്പൊ അതുകൂടെ ആകുമ്പോഴത്തേക്കും പരമു മരിച്ചു, ജൂഡി ചത്തുപോയി, കല്യാണമ്മയാണെങ്കിൽ അബോർഷനും സംഭവിച്ചു. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോ പുള്ളി ഓൾറെഡി ഭ്രൂണം തിന്നുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഓൾറെഡി ഇത് എന്റെ ചോര പുള്ളിയുടെ കുടിക്കാൻ പ്രഡിക്ഷൻ ശ്രമിച്ചു. കറക്റ്റ് ആയി പോയി. അതെ അതെ. എന്റെ ചോര കുടി പൂക്കാത്ത പാല പൂത്തു. അത് പറയുമ്പോഴത്തേക്ക് ചന്ദ്രൻ പറയുന്നുണ്ട് അത് തല മുട്ടിട്ട് നിന്നായിരിക്കും, അത് നാളെ പൂക്കാൻ വേണ്ടി നിന്ന സാധനമായിരിക്കും, അതുകൊണ്ടായിരിക്കും പൂത്തത് എന്ന് പറയുന്നുണ്ട്. കാര്യം നമ്മളെ ആ പാല കാണിക്കുന്നൊന്നുമില്ല. സത്യമാഷ് ഇത് ഒരു മുട്ട പോലെ ഇല്ലായിരുന്നു എന്ന് പറയുന്നതിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ഈ പടത്തിന്റെ പുള്ളി ഇത് ഈ ബ്രില്യൻസ്. പടത്തിന്റെ ഒരു രീതിയും അങ്ങനെയാണ്. പുള്ളി ഈ പടം മൊത്തത്തില് എന്താ ട്രീറ്റ് ചെയ്തിരിക്കുന്നതും അങ്ങനെയാണ്. ഒരു അൺറിലയബിൾ നരേറ്റർ ആണ് സത്യം പറയാം. ഈ ഒരു സത്യമാഷിന്റെ വേർഷനിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മളും കഥയെ അപ്രോച്ച് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ തവണ കണ്ടപ്പോഴത്തേനും ദിഗംബരൻ ഇങ്ങനെ പറയായിരുന്നു, മേ ബി അതുകൊണ്ടായിരിക്കും ഈ നമ്മുടെ ഈ രാഗിണിയുടെ ക്യാരക്ടർ ഈ ഒരു മാതിരി യക്ഷി ചോര കുടിക്കാൻ പോകുന്ന പോലെ അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നതെന്ന്. ശരിയാണ്, ഒരു അൺറിലയബിൾ നരേറ്ററിന്റെ ഒരു ബ്രോക്കൺ മൈൻഡിൽ നിന്ന് വരുന്ന നരേഷൻ ആയതുകൊണ്ടാവാം അങ്ങനെ കാണിക്കുന്നത്. ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നായതുകൊണ്ടാവാം അങ്ങനെ ഒരു മാതിരി യക്ഷിയെ പോലെ തന്നെ നമുക്ക് പോർട്രേ ചെയ്ത് വെച്ചിരിക്കുന്നത് പുള്ളിക്കാരി. സത്യമാഷ് ഇങ്ങനെ പനി പിടിച്ചു എന്നുള്ളൊരു അവസ്ഥയിൽ പുള്ളി കിടക്കുന്നായിരുന്നു. അന്നേരം പുള്ളിക്കാരി കഴിക്കാൻ വേണ്ടി വിളിക്കാനൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് പനി പിടിച്ചു, ഫ്ലൂ ആയിരിക്കും, അതുകൊണ്ട് അടുത്ത് കിടക്കണ്ട, പകരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി ഓടിച്ചു വിടുന്നത്, മാറ്റി നിർത്തുന്നു. എന്നിട്ട് പുള്ളിക്കാരി ആ വാതിലിന്റെ അവിടെ പോയിട്ട് കൈയൊക്കെ രണ്ടും അതിന്റെ പടിയയിലോട്ട് വെച്ചിട്ട് ഒരുമാതിരി യക്ഷി പോസിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് കണ്ടെങ്കിൽ നമുക്കൂടെ പേടി വരും കേട്ടോ. ഒരു വല്ലാത്ത രീതിയിൽ കൈയൊക്കെ പൊക്കിയിട്ട് കറക്റ്റ് ഡ്രാക്കുള പുള്ളിയുടെ ഡ്രൈപ്പ് ഒക്കെ പൊക്കിയിട്ട് ഇങ്ങനെ നിൽക്കത്തില്ലേ, അതുപോലത്തെ ഒരു ഇതൊക്കെയാണ് പുള്ളിക്കാരി അത് ചെയ്യുന്നത്. ഇച്ചിരി സ്കേറിയാണ് പുള്ളിക്കാരി ത്രൂ ഔട്ട്. പുള്ളിക്കാരിയുടെ ആ നിപ്പം നോട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നോർമലായിട്ടുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ ബിഹേവ് ചെയ്ത്, ഇതിപ്പം നമുക്ക് സിനിമയുടെ ഇതിൽ നോക്കുമ്പോൾ നമ്മളെ ഓഡിയൻസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള ചേഷ്ടകൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഞാനോർത്ത് ഒരു വേണമെങ്കിൽ ഒരു തിയറി ആയിട്ട് പറയാവുന്ന, അതായത് ഇതെല്ലാം സത്യമാഷിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണെങ്കിൽ പുള്ളിക്കാരി അങ്ങനെ നിൽക്കുന്നു. പുള്ളിക്കാരി ചിലപ്പോൾ നോർമലായിട്ട് പടിയിൽ നിൽക്കുമായിരിക്കും പുള്ളീനെ നോക്കിക്കൊണ്ട്. പുള്ളി എങ്ങനെ കിടക്കുന്നു അവസാനം ഒന്നിങ്ങനെ നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ നോക്കി നിൽക്കുമല്ലോ നമ്മൾ, അങ്ങനെ ചുമ്മാ നോക്കി നിന്നായിരിക്കും. പക്ഷെ പുള്ളിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കൈയൊക്കെ വിരിച്ച് ചോര കുടിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു യക്ഷിണിയായിട്ട് പുള്ളിക്ക് തോന്നിയതാവാം. നീ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ അൺറിലയബിൾ നരേറ്റർ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ലിറ്ററേച്ചറിൽ. അതിനകത്തില് പല ടൈപ്പ് അൺറിലയബിൾ നരേറ്റേഴ്സ് ഉണ്ട്. ഇപ്പം പിക്കാരോ എന്ന് പറയുന്നത് ഒരു എക്സാജറേറ്റഡ് നരേറ്റർ ആണ്. അത് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിനെ ഇച്ചിരി പൊലിപ്പിച്ച് പറയുന്ന നരേറ്റർ ആണ് ഒരു പിക്കാരോ. അതുപോലെ നെയ്ഫ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അത് ഇമ്മച്ചുവർ, ഈ ചൈൽഡ് നരേഷൻ വരുമ്പോൾ ഉള്ള ഇമ്മച്ചുവർ നരേഷൻ. പിന്നെ അതുപോലെ ലയർ എന്ന് പറയുന്ന ഒരു നരേറ്റിംഗ് ടെക്നിക് ഉണ്ട്. അത് കള്ളം, എന്ത് സാധനം ഉണ്ടെങ്കിലും കള്ളം പറയുന്നത്, പിന്നെയാണ് നമുക്കത് കള്ളമാണെന്ന് മനസ്സിലാക്കുന്നത്. ഇനി നാലാമതൊരു സാധനമുണ്ട്, മാഡ്മാൻ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ അകത്തുള്ള ഈ മാഡ്മാൻ ടെക്നിക്കാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ അൺറിലയബിൾ നരേറ്ററിൽ. അതായത് അൺസ്റ്റേബിൾ ആണ്, അൺസ്റ്റേബിൾ ആണ് മൈൻഡ്. അത് കാരണം ആ നരേറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് കാണുന്നോണ്ട് നമുക്ക് അങ്ങനെ തോന്നും എന്നുള്ള ടെക്നിക്ക്. ഈ സാധാരണ നടക്കുന്ന ഇവന്റ്സ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ള രീതിയിൽ ഫ്രെയിം ചെയ്തെടുക്കും. ഇപ്പം ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇന്ന ആള് കൂടോത്രം വെച്ചുകൊണ്ടാണ്, അവൻ എനിക്ക് ഇത് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ തോന്നി. ഇപ്പം കേരളത്തിലൊരു പുള്ളിയുടെ ഒരു ഇത് നടന്നില്ലേ, തങ്കമണിയോ എന്തായിരുന്നു ആ പുള്ളിയുടെ പേര്, ഒരു പുള്ളി എന്താ പറയുന്നത്, ഇവര് കാരണമാണ് ഭാര്യ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരു കുടുംബത്തിനെ മുഴുവൻ കൊന്നില്ലേ ഒരാള്, ഈയിടെ റീസെന്റ് നടന്ന്. ഇപ്പം കൊലപാതകങ്ങളും വയലന്റ് ഇൻസിഡൻസും കേരളത്തിൽ ഒരുപാട് നടക്കുന്നതുകൊണ്ട് ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ വർഷങ്ങളായിട്ട് ആ ഒരു പക ഉള്ളി സൂക്ഷിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് കൊന്നത്. പുള്ളിയുടെ ഭാര്യ പുള്ളിനെ ഇട്ടിച്ച് പോകാൻ കാരണം ഇവരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ആ കുടുംബത്തെ മുഴുവൻ കൊന്നത്. അതാദ്യം അവർക്ക് വധഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു. പക്ഷെ അന്നേരം
അവര് അത് പ്രോപ്പറായിട്ട് അതിന് വേണ്ട നടപടികൾ എടുത്തില്ല. ഇയാളാണ് നാട് മുഴുവൻ എന്താ പറയുന്നത് കത്തിയും കൊണ്ട് അവരെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നടന്നതാണ്. പക്ഷെ എന്നിട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരെ പുള്ളി കൊന്നു. അപ്പൊ ആ പുള്ളി കൊല്ലാൻ കാരണമായിട്ട് പറഞ്ഞ ഇതാണ്, ഇവരെന്തോ ഇത് ചെയ്തു, അതുകൊണ്ടാണ് ഭാര്യ ഇട്ടിട്ട് പോയത്, എന്തോ കൂടോത്രം ചെയ്തു എന്നുള്ള രീതിയിൽ. അപ്പൊ ഇത് ഇങ്ങേർക്കും ഇതുപോലത്തെ ഒരു ഇതാണ്. പുള്ളിയുടെ പ്രശ്നങ്ങൾ കൊണ്ട് പുള്ളിക്കാരി യക്ഷിയാണ്. അതിന് പുറമെ ഇങ്ങനത്തെ കുറെ കോയിൻസിഡൻസുകൾ അത് ഒരു ഇതിൻ്റെ അകത്താണെങ്കിൽ പുള്ളി ഈ അബോർഷന്റെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പേടിച്ച് പുറത്ത് വന്ന് കിടക്കും. പുറത്ത് വന്ന് കിടക്കുമ്പോഴത്തേക്ക് അന്ന് കാണുന്ന ഹാലൂസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലമരം ഉണ്ടല്ലോ അവിടെ, ആ പാലമരം ഗന്ധർവനായിട്ട് മാറുകയും ഈ രാഗിണിയുമായിട്ട് പാട്ടുപാടി നടക്കുന്ന ആ ഒരു ഇതുകൂടെ കാണും. അപ്പം അതങ്ങനത്തെ കുറെ അതുകൂടെ എല്ലാം കൂടെ ആയിക്കഴിഞ്ഞ് അപ്പൊ ഗന്ധർവനും യക്ഷിയും കൂടെ വരുന്ന പാട്ടാണ് ചന്ദ്രോദയത്തിലെ എന്ന് പറയുന്ന പാട്ട്. അത് KG യേശുദാസ് പാടിയ പാട്ടാണ്. അല്ല, ഞാൻ പറയാൻ വന്നതേ വേറൊരു കാര്യമുണ്ട്. പുള്ളിക്കാരിക്ക് യക്ഷിയാണെന്ന് നമുക്ക് തോന്നാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നുണ്ട്, എന്താ മറ്റേ വിജയയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. വിജയനെ പിരിഞ്ഞതിൽ സങ്കടം ഉണ്ടോന്നോ എന്തോ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിനക്കെങ്ങനെ വിജയലക്ഷ്മിയെ പിരിഞ്ഞതിൽ സങ്കടം ഉണ്ടോന്നോ എന്തോ. അപ്പം നിനക്കെങ്ങനെ വിജയലക്ഷ്മി അറിയാം എന്നുള്ളൊരു എന്നറിയാം. പുള്ളിക്കാരിക്ക് അറിയാത്ത എന്തോ ഒരു കാര്യം, ഇയാള് പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പുള്ളിക്കാരി അറിഞ്ഞു എന്നുള്ളൊരു. ഇപ്പൊ പുള്ളിക്കാരി അതിനെ ഇങ്ങനെ വളഞ്ഞു കെട്ടി അപ്പുറത്ത് കണ്ടിട്ടുണ്ടോന്ന് ചോദിച്ചിട്ട് അവര് അത് പക്ഷെ അറിയാം. അതെങ്ങനെയാന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ഈ സുകുമാരി അമ്മയും ഡൂർബാസിയും തമ്മിലുള്ള കോൺവെർസേഷന്റെ ഈ രാഗിണി ഇവരെ മറ്റേ വിജയലക്ഷ്മിനെക്കാളും സുന്ദരിയാണല്ലോ എന്നുള്ള രീതിയിൽ അതുപോലെ സമ്മതിച്ചും കൊടുക്കുന്നുണ്ട്. അല്ല, ആണ് ഇതിനകത്തിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആണ് അത് കാണുന്നത്. അതും പ്രേത രീതിയിലാണ് നമ്മളെ കാണിക്കുന്നത്. പക്ഷെ നൈസാണ് പുള്ളിക്കാരിയെ കാണാൻ. പക്ഷെ റിയാലിറ്റിയിൽ ഇതാണ്. അപ്പൊ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരാള് വിരൂപനായിട്ടുള്ള എന്റെ കൂടെ വരാൻ തയ്യാറാവുന്നു. അങ്ങനത്തെ എല്ലാ കോംപ്ലക്സിറ്റീസും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവസാനം പുകച്ചിട്ടുള്ളത്. പുള്ളിക്കാരിയെ എന്താ നമ്മുടെ ശ്രീനിയുടെ ക്യാരക്ടർ എന്താ ബോട്ടിസെല്ലിയുടെ വീനസിനെ ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മുടെ കമ്പയർ ചെയ്യുന്നത്. ബ്യൂട്ടിഫുൾ ആണെന്ന് പറയുന്നുണ്ട്. ബോട്ടിസെല്ലി ഒരു പെയിന്റർ ആണ് കേട്ടോ, സാൻഡ്രോ ബോട്ടിസെല്ലി എന്ന് പറയുന്ന ദ ബർത്ത് ഓഫ് ദ വീനസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. അതിനകത്ത് തന്നെ പറയുന്നുണ്ട് ഒരു പെയിന്റർ ആണെന്ന്. അപ്പൊ അത്രയും ബ്യൂട്ടിഫുൾ ആണ് പുള്ളിക്കാരി എന്നാണ് പറയുന്നത്. പക്ഷെ സാഡ്ലി എന്ത് ചെയ്യാം. അപ്പൊ ഈ ഗന്ധർവനുമായിട്ടുള്ള പാട്ടുകൂടൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി കയറി വീടിന്റെ അകത്ത് വന്ന്, നീ ഗന്ധർവന്റെ കൂടെ പാട്ടുപാടി നടന്നിട്ട് ഇവിടെ വന്ന് കിടക്കുവാണോ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അവിടെ കിടന്ന് ഉറങ്ങിയതാണ് കട്ടിലെ കിടന്നിട്ട്. ഇയാളാണ് ഇപ്പൊ എന്താ പേടിച്ചിട്ട് പുറത്തുനിന്ന് കതക് പൂട്ടിയിട്ടിട്ടാണ് വന്നിട്ട് വന്ന് കിടന്ന് ഈ നിലത്ത് വന്ന് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇയാള് ഹാലൂസിനേറ്റ് ചെയ്തതാണ് ഈ പാലമരം ഗന്ധർവനാവുന്നതും അതുമായിട്ട് പാട്ടുപാടി. അതും അതിലൊരു ഇതുണ്ട്, അതായത് യക്ഷിക്ക് പാലമരത്തോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് പുള്ളി കാണുന്നത് ഒരു ഗന്ധർവനാണ്, യക്ഷിയും ഗന്ധർവനും തമ്മിലുള്ള ലിങ്കിങ് ആണ് എന്നുള്ള രീതിയിൽ. എന്നിട്ട് അപ്പൊ ഈ ഗന്ധർവന്റെ കൂടെ പാട്ടുപാടി എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാത്ത രാഗിണീനെ എടുത്തിട്ട് അലക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായും രാഗിണി അമ്മാവന്റെ വീട്ടിലോട്ട് പോകും. ചന്ദ്രശേഖരൻ വന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നത് വന്നിട്ട് പുള്ളി ഇടപെടുന്നുണ്ട്. ആ പെണ്ണ് രക്ഷപ്പെട്ടു. ആ ഒരു ഇൻസ്റ്റൻസിൽ രക്ഷപ്പെട്ടു. എന്നിട്ട് പുള്ളിക്കാരി പിന്നെ തലക്കടിയേറ്റ് മറ്റേ പുള്ളിക്കാരൻ മോന്തയ്ക്ക് കെമിക്കൽ വീണപ്പോ ഉള്ള പോലെ ബാൻഡേഡ് ഒക്കെ ചുറ്റിയാ നടക്കുന്നത്. തലയിലൊക്കെ നല്ല അടിയായിട്ട്. അപ്പോഴാണ് രാഗിണി പുള്ളിക്കാരിയുടെ കഥ പറയുന്നത്. ചെറുപ്പത്തില് അച്ഛനും അമ്മയും മരിച്ചു പോയിട്ട് ആകപ്പാടെ ഈ അമ്മാവനും ഉണ്ട്, പിന്നെ അമ്മൂമ്മയും ഉണ്ട്. അപ്പം അവരാണ് പിന്നെ പുള്ളിക്കാരിനെ വളർത്തുന്നതൊക്കെ. അപ്പം ഈ നമ്മുടെ ചന്ദ്രശേഖരൻ പറയും പുള്ളി എവിടെയോ കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ രാഗിണീനെ. അന്നേരമാണ് പറയുന്നത് ഇവരുടെ കോളേജിൽ തന്നെ പുള്ളിക്കാരി സ്റ്റുഡൻ്റ് ആയിട്ട് ഹിസ്റ്ററി സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നേരിട്ട് അങ്ങനെ പരിചയമില്ലാത്തത്. പക്ഷെ സത്യമാഷ് കോളേജ് മുഴുവൻ ഫേമസ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് പുള്ളിയോടൊരു ഇഷ്ടം തോന്നുകയും ഒരു ആരാധന തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മാവൻ തിരിച്ച് പുള്ളിക്കാരി വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഒരു പട്ടാളക്കാരന് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. സെക്കൻഡ് ഇയർ പുള്ളിക്കാരി ഹിസ്റ്ററി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത്.
അപ്പം കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അയാള് പക്ഷെ പിന്നീട് അവധിക്ക് വരുമ്പോഴത്തേക്കും ഈ നാട്ടുകാരാണ്ടൊക്കെ പുള്ളിക്കാരിക്ക് പരപുരുഷ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ് ആരോപിക്കുന്നതിന്റെ പേരിൽ പുള്ളിക്കാരിനെ ചവിട്ടി പുറത്താക്കുകയാണ്. അപ്പൊ അങ്ങനെ പുറത്താക്കി വന്ന വഴിക്കാന്ന് തോന്നുന്നു ഇങ്ങോട്ട് വന്ന് കാരണം പുള്ളിക്കാരി വന്ന് ഈ ആദ്യമായിട്ട് സത്യമാഷിന്റെ ഈ ശ്രീനിയുടെ വീട്ടിലോട്ട് വന്ന് കേറുമ്പം പുള്ളിക്കാരി ആദ്യം പറയുന്നത് ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വന്നു എന്നാ പറയുന്നത്. പിന്നെയാണ് പറയുന്നത് എനിക്ക് ഇവിടെ ഒരു വീടുണ്ട് എന്ന് പറയുന്നത്. വന്ന വഴിയാണോ ഇനി അവിടെ വന്നിട്ട് പുള്ളിക്കാരി പ്ലാൻ ഇട്ട് വന്നതാണോ എന്താന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും അത് ആ ബന്ധം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പുള്ളിക്കാരി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ആളുണ്ട്. അതും പത്രത്തിൽ നിന്നാണ് പുള്ളിയുടെ ഈ മുഖം പുള്ളിയെ കാര്യം അറിയുന്നത്. അപ്പൊ പുള്ളിക്കൊരു സാന്ത്വനമായി സമാശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. കാര്യം ഓൾറെഡി പുള്ളിക്കാരിക്ക് ഒരു ഇഷ്ടമുണ്ടല്ലോ. അതെ, അതും വന്നു കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ പോലെ യക്ഷിന്നൊക്കെ അത് പുള്ളിക്കാരി ഇനി പറഞ്ഞാണോ എന്ന് നമുക്കിപ്പോ സംശയം തോന്നും. കാര്യം ഇയാളുടെ മനസ്സിലുള്ളതാണെങ്കിലും ഇപ്പൊ എനിക്ക് സംശയമാണ് അത് പുള്ളിക്കാരി പറഞ്ഞായിരിക്കുമോ അതോ ഇനി ഇയാള് അങ്ങനെയൊക്കെ ചോദിക്കുന്നതായിട്ട് സങ്കല്പിച്ചതാണോ. കാര്യം യക്ഷിയോട് വരുമോ എന്ന് ചോദിച്ചിട്ടാണല്ലോ പുള്ളിക്കാരി വരുന്നത്. അപ്പം അതെല്ലാം മനസ്സിൽ കിടപ്പുണ്ടാവൂല്ലോ. അപ്പൊ എല്ലാം കൂടെ അങ്ങനെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന ഒരു പടമാണിത്. അപ്പം ഈ ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര ലേയേർഡാണ് ഈ പടം. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിന്റെ ലേയേഴ്സിനെ നമുക്ക് എന്താ പറയുന്നത് കാർവ് ചെയ്തെടുക്കാം. അത് ഡിപ്പെൻഡിങ് ഓൺ ദി പെർസ്പെക്റ്റീവ്, നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവ് അനുസരിച്ചിരിക്കും. അപ്പം പുള്ളിക്കാരി ഈ ഇത് കഴിഞ്ഞ് അമ്മാവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് ശ്രീനിയും അടൂർ ബാസിയും കൂടെ വന്നിട്ട് പുള്ളിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കാണ് പുള്ളിക്ക് പിന്നീട് പുള്ളിയുടെ തെറ്റ് മനസ്സിലായി. പുള്ളി പറയും അവളെ കാണണം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി വിളിച്ചോണ്ട് വരാനായിട്ട് പോകും. കത്തും എഴുതി വെക്കും പുള്ളിക്കാരി. എന്താ ചന്ദ്രൻ സാറിന് എനിക്ക് എന്റെ ഭർത്താവില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, ഭർത്താവിന്റെ കൈ കൊണ്ട് ചത്താലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇവിടെ കിടന്ന് ഭർത്താവില്ലാതെ ജീവിക്കുന്നതിലും ഭേദം അദ്ദേഹത്തിന്റെ കൈകൊണ്ട് തന്നെ മരിക്കുന്നതാണ്. അതൊരു ആലങ്കാരികമായിട്ട് പുള്ളിക്കാരി എഴുതി വെച്ചതാണ്. പക്ഷെ അത് പുള്ളിക്കാരിയുടെ നാക്കിൽ ഗുളികൻ കേറി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയായി. പുള്ളി അത് പ്രാവർത്തികമാക്കി കൊടുക്കും. അപ്പം പുള്ളി പോയിട്ട് ഇവരെ വിളിച്ചോണ്ട് വരാൻ പോകും. ഈ ചന്ദ്രൻ പുള്ളിയുടെ കൂടെയാണ് പോകുന്നത്. പുള്ളിനെ പോയി വിളിച്ചോണ്ട് വരും. വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര സ്നേഹമാണ്. അപ്പം പുള്ളിക്കാരി കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് പുള്ളി ജലം തകത്തോട്ട് വരട്ടെ സ്വീറ്റ് ആർട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ആവേശമാണ്. ഇതാണ് ഈ ശ്രീനിവാസന്റെ ക്യാരക്ടറിന്റെ പ്രശ്നം. ഇതാണ് പുള്ളി സ്നേഹിക്കുന്ന സമയത്ത് ഭയങ്കര ആവേശമാണ്, ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാര്യത്തോട് അടുക്കുമ്പോഴത്തേക്കും ഒന്നും സംഭവിക്കില്ല, ജലം ഗോൺ അവസ്ഥയാണ് പുള്ളിക്ക്. അപ്പം ഭയങ്കര കഷ്ടമാണല്ലേ പുള്ളിക്ക്. അതായത് ആ ലൈംഗിക തൃഷ്ണ ഉണ്ട് പുള്ളിക്ക്, പക്ഷെ അത് അങ്ങോട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നുമില്ല. കാര്യത്തോടെ അടുക്കുമ്പോഴത്തേക്കും പുള്ളിക്ക് കംപ്ലീറ്റും കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ അത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ളൊരു കാര്യം. അതിന് പുറമെ മുഖവും പൊള്ളിയിരിക്കുകയാണ്. എല്ലാം കൊണ്ടും കുരു എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥയാണ്. ശരിയാണ്. പക്ഷെ എന്നാലും പുള്ളിക്കാരിക്ക് എന്താ പറയുന്നേ, ആവേശം കയറി ബാത്റൂമിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോയി കഴിഞ്ഞിട്ട് കാര്യത്തോടെ എടുക്കുമ്പോൾ പിന്നെ സ്വാഭാവികമായും പുള്ളിക്ക് ഒന്നും എന്താ പറയുന്നത് നടത്താൻ പറ്റാതെ ഇറങ്ങി മുറിയിൽ നിന്ന് ഇറങ്ങി വരും. അപ്പം ശാരദാമ്മയുടെ ക്യാരക്ടർ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വെറും ഒരു ഞാൻ അങ്ങനത്തെ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹമുണ്ട്. സ്നേഹം മാത്രം മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് പുള്ളിക്കാരൻ ഹാലൂസിനേഷൻ ആണ്. പക്ഷെ അത് പുള്ളിക്കാരി ശരിക്കും പറഞ്ഞതും ആവാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. കാരണം പുള്ളിക്കാരി അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നമുക്കത് ത്രൂ ഔട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരിക്ക് ഭയങ്കര സ്നേഹമാണ് ഈ ശ്രീനിയോട്. ഈ സീനില് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി അടുത്ത് പറയുന്നത് നമുക്ക് പുറത്തു പോയി ഇന്ന് നല്ല നിലാവുള്ള ദിവസമാണ്. കാര്യം ഈ ഇവരെ വീട്ടിൽ കൊണ്ട് വിടുമ്പോൾ ചന്ദ്രൻ പറയുന്നുണ്ട് ഇന്ന് വെളുത്തവാവാണ് എന്നുള്ള രീതിയിൽ പുള്ളി പറയുന്നു. അതെന്തിനാണ് നീ പറഞ്ഞത് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും.
ഓൾറെഡി പുള്ളി ഈ യക്ഷീനൊക്കെ ആയിട്ടുള്ള ഇരിക്കുന്ന അവസ്ഥയില് വിളിച്ചോണ്ട് എന്താ അടിയും കൊടുത്ത് പറഞ്ഞു വിട്ടിട്ട് ഇപ്പൊ പോയി പുള്ളി വിളിച്ചോണ്ട് വന്ന ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ ഗുഡ് ഡേ ഫോർ കൺസ്യൂമേഷൻ ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ തിരിച്ചും പറയും, ഒരു വെളുത്ത വാ ഉണ്ടല്ലോ എന്നുള്ള രീതിയില് തീർച്ചയായും. നീ വേഗം ചെല്ലാൻ നോക്ക് എന്നുള്ള രീതിയിൽ. അപ്പൊ എന്താണേലും പുള്ളിക്കാരി ഇത് കഴിഞ്ഞിട്ട് പറയും, എന്താ സ്നേഹം മാത്രം മതി എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും, ഇന്ന് പുറത്ത് നല്ല നിലാവുണ്ട്, നമുക്ക് അല്പനേരം പുറത്തിരിക്കാം, പാലയുടെ ചോട്ടിൽ പോയിരിക്കാം. അപ്പൊ ഞാൻ കുമാരിയോട് പറഞ്ഞു, ഇവക്ക് കിട്ടിയൊന്നും പോരെ, വേറെ എവിടെ പോയിരിക്കാൻ കേട്ടില്ല, പാലയുടെ ചിലപ്പോ ആ ചോട്ടിൽ വീട്ടിൽ ആ മരമേ കാണത്തുള്ളായിരിക്കും ഞാൻ പറഞ്ഞു. അത് ചിലപ്പോ ആ വേറെ മരം നമ്മളെ കാണിക്കുന്നില്ല, ആദ്യം തൊട്ട് ഈ പാല ഭയങ്കരമായിട്ട് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, ചിലപ്പോ അവിടെ മാത്രമേ തറ കാണത്തുള്ളൂ, അതുകൊണ്ട് അവൾ അവിടെ പോയിരിക്കാന്ന് പറഞ്ഞായിരിക്കും പോരെ. വരാന്തയിലല്ലേ ഇയാള് പോയി പുള്ളിക്കാരി കിടന്നുറങ്ങുന്നത്. അങ്ങനെ പറയുന്നതിനൊരു കാര്യമുണ്ടല്ലോ. ഉണ്ട്. അപ്പം പാലയുടെ ചോട്ടിൽ പോയിരിക്കാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി പാലയുടെ ചോട്ടിലോട്ട് കൊണ്ടുപോകും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുള്ളി ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ്. പുള്ളിക്കാരി കൊടുത്തോട്ട് കൊണ്ടുവന്ന് അവിടെ കൊണ്ടിരുത്തിട്ട് ഞാൻ എൻ്റെ കഥ പറയാം ശ്രീനി എന്ന് പറയും. അപ്പം പറയൂ രാഗിണി എന്ന് പറയുമ്പോഴത്തേക്ക് പറയും, ഞാനൊരു യക്ഷിയാണ്, അതായത് യക്ഷികളുടെ രാജ്ഞിയുടെ ശാപം കിട്ടിയിട്ട് ഭൂമി വന്നതാണ്, എനിക്ക് ശാപമോക്ഷം കിട്ടണമെങ്കിൽ ശ്രീനിയുടെ ചോര കുടിക്കണം, എന്നാലേ ശാപമോക്ഷം കിട്ടൂ എന്ന് പറയും. അപ്പൊ പുള്ളി ഉടനെ പറയാം, അതിനെന്താ കുടിച്ചോളൂ, ശാപമോക്ഷം കിട്ടി പൊക്കോളൂ, ദൈവത്തോട്ട് പോയി തരാം, ചത്താലും വേണ്ടില്ല നീ പോയാ മതി. എങ്ങനെയും പോയാൽ മതി എന്നുള്ള സ്ഥിതി. ഇല്ല, എനിക്ക് ശ്രീനിയുടെ ചോര കുടിക്കണ്ട, എനിക്ക് മനുഷ്യ സ്ത്രീയായിട്ട് ശ്രീനിയുടെ ഒപ്പം ജീവിക്കണം എന്ന് പറയും. അപ്പൊ അത് പറയുമ്പോഴത്തേക്ക് അല്ല കുഴപ്പമില്ല, ചോര കുടിച്ചോ, കുടിച്ചിട്ട് പൊക്കോ എന്നുള്ള അവസ്ഥയില് പുള്ളി. അല്ല, പക്ഷെ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോ അപ്പൊ നമ്മൾ ഉറപ്പിക്കും, ഈ ഒരു സീൻ കാണുമ്പോൾ നമ്മൾ ഉറപ്പിക്കത്തില്ല, നമ്മൾ അന്നേരം പറഞ്ഞല്ലോ ഇത് പ്രേതമാന്ന് നമ്മൾ ഉറപ്പിക്കും. പക്ഷെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഈ പ്രേതം പക്ഷെ ഇച്ചിരി ഭാർഗവി പ്രേതത്തിനെന്നും ഇച്ചിരി ഡിഫറെന്റ് ആണ്. കാരണം ഭാർഗവിയെ എല്ലാവർക്കും കാണാൻ പറ്റത്തില്ല. ഭാർഗവിയെ ക്യൂട്ട് ആൻഡ് സ്വീറ്റ് ആയിട്ട് നമ്മുടെ മധുസാർ വന്നിട്ട് ഭാർഗവി കുട്ടി എന്ന് വിളിക്കുമ്പോൾ മാത്രം നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ചെറിയ അനക്കങ്ങളും ഞരക്കങ്ങളും മൂളങ്ങളും, പിന്നെ രാത്രിയിൽ ഊഞ്ഞാലിട്ട് പാട്ട് പാടുക, ഡയറക്റ്റ് അപ്പിയറൻസോ ടോക്കിങ്ങോ ഒന്നും ഇല്ല ഭാർഗവി. അടൂർബാസിക്ക് യജമാനത്തി അമ്മ ഉണ്ടെന്നുള്ള ഒരു തോന്നലേ ഉള്ളു, കണ്ടിട്ടില്ല പുള്ളി ഇതുവരെ. അതെ. അതാണ് അങ്ങനെ. കാരണം രാത്രിയിൽ കിടന്ന് വെള്ള സാരി എടുത്ത് പാട്ടൊക്കെ പാടുന്നു, തേരാപ്പേര നടക്കുന്നു, അങ്ങനെ അറിയത്തേ ഉള്ളൂ അടൂർ ബാസിക്കും അതുപോലെ തന്നെ എഴുത്തുകാരനായിട്ടുള്ള മധുസാറിനും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞങ്ങളിത് ആദ്യത്തെ തവണ കണ്ടപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഈ പ്രേതം ഇച്ചിരി ഡിഫറെന്റ് ആണല്ലോ, ഈ പ്രേതം മറ്റേ പ്രേതമായിട്ട് പോയിട്ട് കല്യാണമൊക്കെ രജിസ്റ്റർ ചെയ്യുന്നവരെ. കാരണം ഇവര് കല്യാണം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി ഒപ്പിടാൻ വേണ്ടി സാക്ഷിയാവാൻ വേണ്ടി അടൂർ ബാസിയും ഭാര്യയും വിളിക്കുന്നുണ്ട് ശ്രീനി. അപ്പം നമ്മള് ഇത് എന്തെന്തോന്നില്ല, എന്താ ലീഗൽ പ്രേതമാണ്, ഇതെന്തുകൊണ്ടായിരുന്നു എല്ലാവർക്കും കാണാൻ പറ്റാൻ നമ്മുടെ ഈ മേഘസന്ദേശത്തിലെ റോസിയുടെ പോലത്തെ ഒരു ഇഡ്ഡലി പ്രേതം പോലത്തെ ഒരു പ്രേതം. അതെ. അപ്പൊ ഇത് പറയുകയും ചെയ്യുന്നുണ്ട്, യക്ഷി രാജ്ഞിയുടെ ശാപം കിട്ടി മനുഷ്യ സ്ത്രീയായിട്ട് ജീവിക്കുന്നതുമാണ് എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പുള്ളിക്കാരി നിന്ന നിപ്പില് പുകച്ചുരുളായി ആകാശത്തിലേക്ക് പറന്നു പോവുകയാണ്. അപ്പം അല്ല, അപ്പത്തേനും മറ്റേ പുള്ളി പറയൂ, അത് പെട്ടെന്ന് പുള്ളി അങ്ങ് ഫ്ലിപ്പാവും, വേണ്ട നീ ഇവിടെ നിൽക്കണ്ട, നീ പോ, എനിക്ക് നിന്നെ പേടിയാന്നൊക്കെ പറയും. പുള്ളി കിടന്ന് അലക്കുന്നുണ്ട്, അപ്പോഴാണ് പുകച്ചുരുളായിട്ട് പോകുന്നത്. അപ്പൊ പുള്ളിക്കാരി പുകച്ചുരുളായി പോയി കഴിഞ്ഞിട്ട് പുള്ളി നോക്കുമ്പോഴത്തേക്ക് മറ്റേ പാല അവിടെ നിൽപ്പുണ്ട്. അപ്പൊ ഗന്ധർവനായിട്ട് വന്ന് നീയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് എൻ്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ പുള്ളി അകത്ത് പോയി കോടാലി എടുത്തുകൊണ്ട് വന്ന് പാല ഇങ്ങനെ വെട്ടിക്കീറുന്നത് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഇവര് വന്നു കഴിഞ്ഞിട്ട് രാഗിണീനെ കാണാനില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ അടൂർ ബാസിയും നമ്മുടെ ചന്ദ്രശേഖരനുമായിട്ടൊരു കോൺവെർസേഷൻ നടക്കുമ്പോഴത്തേക്ക് ഇവര് വന്ന് നോക്കുമ്പോഴത്തേക്ക് പുള്ളി കട്ടിലായിരുന്നു ബീഡി വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് തിളക്കത്തിന്റെ അകത്ത് മറ്റേ ദിലീപ് ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പറയുന്നത് കാര്യം കറക്റ്റ് അതുപോലെ തന്നെ പുള്ളി. ഇവര് വന്നിട്ട് രാഗിണി എവിടെയെന്ന് ഇവര് വന്ന് നോക്കുമ്പോഴത്തേക്ക് രാഗിണി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയുന്നത് അവള് പുകച്ചുരുളുകളായിട്ട് പുകച്ചുരുളായി ആകാശത്തിലേക്ക് പോയെന്ന്. എന്ത് ചോദിച്ചാലും ഈ രാഗിണി പുകച്ചുരുളായി ആകാശത്തിലേക്ക് പോയി, അത് പുക വിട്ടോണ്ടാണ് പറയുന്നത്. ഇത് കഞ്ചാവ് അടിച്ചോണ്ട്
പുകച്ചുരുളായിട്ട് ആകാശത്തേക്ക് പോയത്. എന്നിട്ട് പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ വന്നു കഴിഞ്ഞിട്ട് DGPനെ ഒന്ന് ശ്രീനിവാസനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ പുള്ളി പറയാം, എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നായിരിക്കും അല്ലേ? ഞാൻ പറയുന്നത് സത്യമാണ്. നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് രാഗിണീനെ കാണാനില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷെ സാർ, അവൾ എന്റെ ഭാര്യ, എന്റെ രാഗിണി ചുരുളായി മുകളിലേക്ക് പോയി. പുകച്ചുരുളായിട്ട് ആകാശത്തിലേക്ക് പോയി എന്ന് പറയും. അപ്പൊ പുള്ളി പോലീസ് DGPനെ കാണാൻ പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവര് പറയും, ഇയാളെ നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ അറസ്റ്റ് ചെയ്യുന്നത് ശരിയാവില്ല, കാര്യം എന്ത് വെച്ചാലും പുള്ളി പറയുന്നത് പുകച്ചുരുളായിട്ട് മുകളിലേക്ക് പോയെന്ന് പറയുന്നു. അപ്പൊ അവര് കൊണ്ടുപോയിട്ട് ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത്, ഇപ്പൊ അറസ്റ്റ് ചെയ്യേണ്ട, സൈക്കാട്രിസ്റ്റിനെ കാണിക്കാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. പുള്ളി ഇഞ്ചക്ഷനൊക്കെ കുത്തിവെച്ച് ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പുള്ളി അന്നേരം ഈ പോലീസുകാരുടെ അടുത്ത് ഒരു ഇതൊക്കെ പറയുന്നുണ്ട്. അതായത് സൂര്യൻ ചോരയിൽ കുളിക്കുന്നു, ചോരയിൽ കുളിച്ച് ജനിക്കുന്നു, ചോരയിൽ കുളിച്ച് മരിക്കുകയും ചെയ്യുന്നു. അതായത് സൂര്യ ഉദയവും സൂര്യ അസ്തമയവും എന്നുള്ള രീതിയിലാണ്. അപ്പൊ കവിതയൊക്കെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ. കവിത മാത്രമേ പുള്ളി തലയ്ക്ക് ഓളാകൊണ്ടാണ് പറയുന്നു. അപ്പൊ എന്നിട്ട് ഡോക്ടർ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചോദിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി ഭാര്യനെ വെട്ടിക്കേറി കൊന്നു. അതായത് രാഗിണി യക്ഷിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുവാണല്ലോ. അപ്പൊ ക്ലൈമാക്സിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, പുള്ളി ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ആവേശം മൂത്ത് പൊക്കിക്കൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം ഈ ഗന്ധർവന്റെ കൂടെ പോയെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് കോടാലി എടുത്ത് പാലമരം വെട്ടാൻ പോയല്ലോ. അതിന് പകരം പുള്ളി അകത്ത് കയറിയിട്ട് പുള്ളിക്കാരീനെ ഉടുത്തിരിക്കുന്ന സാരിയുടെ ഇത് വെച്ച് തന്നെ കഴുത്തിന് വരിഞ്ഞു മുറുക്കി ഒരു കിടക്കുന്ന ഒരു ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ കഴുത്തൊടിഞ്ഞു എന്നുള്ള രീതിയിൽ കഴുത്തിന് വരിഞ്ഞു മുറുക്കി കൊല്ലും. അത് കഴിഞ്ഞിട്ട് കോടാലി എടുത്തോണ്ട് വന്ന് വെട്ടിക്കേറിയിട്ട് പിന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് അത് എടുത്തോണ്ട് പോയി പെരക്കകത്ത് കുഴിച്ച് ഇട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയാണ് യക്ഷി എൻഡ് ചെയ്യുന്നത്. ഈ ഡോക്ടർ ഉണ്ടല്ലോ, ഈ ഷോക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേക സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത മുറിയിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് പുള്ളീനെ. സജ്ജീകരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കന്യാകുമാരിയിൽ ഹണിമൂൺ ആഘോഷിക്കാൻ പോയപ്പോഴത്തേക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പാട്ടിന്റെ ഇടയ്ക്ക് കുറച്ച് പാറപ്പുറത്ത് ഇങ്ങനെ കുറെ ഫ്രീസ് ഫ്രെയിം ഒക്കെ കാണിക്കുന്നുണ്ട്. അതിലൊരു ഫോട്ടോ ഇവരുടെ വീട്ടിലുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. സത്യമാഷ് ഇടയ്ക്ക് അതിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും 2 ഫോട്ടോകളിൽ. അപ്പം അതിൽ പുള്ളിക്കാരിയുടെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ ഒരു കാർഡ്ബോർഡ് വെർഷൻ മുറിയിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് പെട്ടെന്ന് അതിലോട്ട് നോക്കി കഴിയുമ്പോഴത്തേക്കാണ് പുള്ളിക്ക് ഈ എന്താ പറയുക തിരിച്ചു കിട്ടുന്നത്. അപ്പം അങ്ങനെ അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു ട്രാജിക് എൻഡില് എത്തുകയും. ശരിക്കും പുള്ളിക്കാരി ഹ്യൂമൺ ആയിരുന്നു, ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു നമ്മൾ തിരിച്ചറിയുന്നത്. ഞങ്ങൾ ഞെട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ കാരണം നമ്മൾ ഫുൾ ടൈം നമ്മളിങ്ങനെ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്, നമ്മളിങ്ങനെ എന്ന് പറയാം യക്ഷിയായിരിക്കും, യക്ഷിയല്ലായിരിക്കും, ഇത് യക്ഷിയാവാൻ വഴിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഇടയ്ക്ക് ഈ ചന്ദ്രശേഖരന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, നിന്റെ ഈ കഴിവില്ലായ്മ കൊണ്ട് നിനക്ക് തോന്നുകയാണെന്ന് ആദ്യമേ നമുക്ക് ക്ലൂ തരുന്നുണ്ട്. പക്ഷെ എന്നാലും ഈ പുള്ളിക്കാരുടെ ഈ ആക്ഷൻസും പക്ഷെ ഉണ്ടല്ലോ, ഈ ഇതിന്റെ പേര് യക്ഷി എന്നായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഡൗട്ട് തോന്നും. അത് ആക്ച്വലി ഒരു ഭയങ്കര നല്ല കാര്യമാണ്. കാരണം പുള്ളി ശരിക്കും ഇതിന് ആദ്യം ഈ ഒരു നോവലിന് യക്ഷി മലയാറ്റൂർ രാമകൃഷ്ണൻ പേരിടാനിരുന്നത് മുഖം എന്നായിരുന്നു പേരിടാനിരുന്നത്. കാരണം ഫേസ് ഇങ്ങനെ കരിഞ്ഞു പോകുന്നത് കൊണ്ടേ മുഖം എന്നാ പേരിടാം. പക്ഷെ മുഖം എന്ന് പേരിട്ട് കഴിഞ്ഞാൽ ഇത്ര എഫക്ട് വരത്തില്ല. ഇത് യക്ഷി ആയതുകൊണ്ടാണ് നമുക്ക് ഇത്ര എഫക്ട് വരുന്നത്, അല്ലയോ എന്നുള്ള ഡൗട്ട് വരുന്നത്. ഇനി ശരിക്കും യക്ഷിയാകാനുള്ള ഇപ്പൊ നമ്മുടെ ചന്ദ്രശേഖരൻ ഡൗട്ട് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഇത് റാഷണലൈസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ഈ റാഷണലൈസ് ചെയ്യുമ്പോഴും നമുക്കൊരു 2 തലത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്മളിങ്ങനെ വിചാരിക്കും, ഈ മനുഷ്യൻ ഇത് ആരോട് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല, ഇങ്ങനെ ശരിക്കും യക്ഷിയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെയുടെ അവസ്ഥ എന്തൊരു കൂറ അവസ്ഥയാണെന്ന് ഇങ്ങനെ ആലോചിക്കും നമ്മള്. കാരണം ഒന്നാമതേ മുഖമെല്ലാം പുള്ളിയുടെ എന്തോ റെപ്യൂട്ടേഷൻ എല്ലാം പോയി. കെട്ടാനിരുന്ന വെണ്ണ ഏതാണ്ട് സോൾജറിനെ ഇവിടെ എന്തോ വലിയ ഉദ്യോഗസ്ഥനെയാണ് പുള്ളിക്കാരി പിന്നെ കെട്ടാൻ പോകുന്നത്. വർക്ക് ചെയ്യുന്ന ആളാണ്.
അപ്പൊ അങ്ങനെ കെട്ടാനിരുന്ന പെണ്ണ് വേറെ വഴിക്ക് പോയി. ആകെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. കാരണം ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ആ അയാള് കെട്ടിയ പെണ്ണുമ്പിള്ളയ്ക്കും ഈ മുഖം കാണുമ്പോൾ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. എങ്കിലും പോകുന്നുണ്ട് പുള്ളി. അപ്പൊ അങ്ങനെ മൊത്തത്തിലൊരു അവിഞ്ഞ അവസ്ഥയിലിരിക്കുന്ന മനുഷ്യന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെയാണ് ഈ യക്ഷി ഇതിനകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ആകുന്നത്. അത് യക്ഷിയാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സാഡ് അവസ്ഥയാണല്ലോ ഈ മനുഷ്യൻ്റെത്. മധുസാറിന്റെ അവസ്ഥയല്ല. ഭാർഗവി നിലയത്തിലെ മധുസാറിന്റെ അവസ്ഥ ഇതല്ല. മധുസാർ ഭയങ്കര സ്വീറ്റ് ആൻഡ് ക്യൂട്ടായിട്ട് സാറിന് നല്ല അവസ്ഥയാണ്. നല്ല അവസ്ഥയാണ്, നല്ലതാണ്. അവർ രണ്ടുപേരുടെ ഫ്രണ്ട്സ് ആണ് ഭയങ്കര. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഭീകരമാണ്. കാരണം പുള്ളി ഇത് ആരോട് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. പുള്ളിയുടെ ചുറ്റിനുള്ള എല്ലാ ലിവിങ് ബീങ്സിനെ എല്ലാം കൊന്നോണ്ടിരിക്കുവാണ്. പുള്ളി എപ്പോ ചാകുന്നു പുള്ളിക്ക് അറിഞ്ഞുകൂടെ. മൊത്തത്തിൽ പുള്ളിക്ക് ഒന്ന് വീടും ചോര കൂടി കുടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. അതെ, അതെ, അതെ. പുള്ളിയുടെ ഒരു അവസ്ഥ തന്നെ ഭീകരമാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പം നമുക്കിത് കഷ്ടമായിട്ട് തോന്നും. പക്ഷെ നേരെ തിരിച്ചു നോക്കുകയാണെങ്കിൽ അതല്ലേ കൂടുതൽ പോസിബിൾ. നമ്മുടെ ഒരു യുക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതല്ലേ പോസിബിൾ എന്നും ചന്ദ്രശേഖരൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് തോന്നും. സോ അതാണ് പുള്ളിക്കാരിയോട് പറയുന്നുണ്ട്, നീ യക്ഷി ആയതുകൊണ്ടാണ് എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അതായത് പുള്ളിയുടെ ആ ഒരു ഈ പെർഫോമൻസ് ഇഷ്യൂസ് വരുന്നത് അതിനും പുള്ളിക്കാരിയാണ് കാര്യം. അത് നിന്റെ കൂടെ അത് രണ്ട് ടൈപ്പ് ബീയിങ്സ് ആയതുകൊണ്ട് യക്ഷിയും ഹ്യൂമണും തമ്മിലുള്ള ആ ഒരു ഇണചേരൽ പാടില്ല. അത് കാരണമാണ് പുള്ളിക്ക് അങ്ങനെ പുള്ളിക്ക് പ്രശ്നം വരുന്നത് എന്നുള്ളത്. നിനക്ക് എന്റെ ചോര കുടിക്കണം, അതിന് ഞാൻ നിന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവണം, അതാണ് നിന്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുള്ളി കുറെ പറയുന്നുണ്ട്. പക്ഷെ മെയിനായിട്ടുള്ള പ്രശ്നം, അതായത് പുള്ളിക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ പറഞ്ഞ ഹാലൂസിനേഷനും ഇങ്ങനെ മെന്റലി ഇഷ്യൂസൊക്കെ കാരണമാണ് പുള്ളിക്ക് അങ്ങനെ തോന്നിയത് അവളെ യക്ഷിയാണെന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ എൻ്റെ ജീവിതം തകർക്കാൻ വന്ന യക്ഷിയാണ്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് പറ്റിയ ഒരു എന്താ പറയുന്നത്, പുള്ളിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി പുള്ളിനെ ശരിക്കും സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറെയാണ് പുള്ളിക്ക് കിട്ടിയത്. പക്ഷെ പുള്ളിയുടെ സമയാസമയത്ത് എന്താ പറയുന്നത്, ഒരു സൈക്യാട്രിക് ഇൻ്റർവെൻഷൻ ഇല്ലായിരുന്നത് കൊണ്ട് പുള്ളിക്കുണ്ടായ ട്രാജഡിയാണിത്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ തോന്നുമ്പോൾ, യക്ഷിയാണെന്നൊക്കെ തോന്നുമ്പം നേരെ പോയി ഏതെങ്കിലും ഡോക്ടറെ കൊണ്ട് കാണിക്കണം എന്നാണ് പടം പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും. കാര്യം പുള്ളി ഈ ചന്ദ്രൻ ഈ കാര്യം പറയുമ്പോ എനിക്ക് ഭ്രാന്താണെന്നാണോ നീ പറയുന്നത്? അപ്പൊ ഉള്ള ഒരു സ്റ്റിഗ്മയാണല്ലോ അങ്ങനെ നമ്മളൊരു സൈക്കാട്രിക് അത് ഡോക്ടറെ. പക്ഷെ ഇപ്പം ഭയങ്കരമായി മാറി വരുന്നുണ്ട്. ഈ സൈക്കോളജി സൈക്കാട്രിയും തമ്മിലുള്ള ഒരു വ്യത്യാസവും ഒക്കെ ആൾക്കാർ കുറെയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പം കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ശരി. ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ ഒരുപാട് മുന്നിലോട്ടാണെന്ന് നമുക്ക് പറയാം. കാരണം ഇപ്പം അടൂർ ബാസിയും ഭാര്യയും തമ്മിലുള്ള റിലേഷൻഷിപ്പും അടൂർ ബാസിയുടെ ആ ഒരു സംസാര രീതിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര മോഡേൺ ആണ്. പുള്ളിയുടെ അറ്റയർ ഒന്നുമല്ല, പുള്ളി ഇട്ടിരിക്കുന്നത് മുണ്ടും സാധാരണ ഡ്രസ്സൊക്കെയാണ്. പക്ഷെ പുള്ളി എന്തുവാ ഒരു എന്താ പറയുന്നത്, ഭയങ്കര മോഡേൺ ഹ്യൂമൻ ബീങ്. നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു മെയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പീരിയഡ് ട്രാക്കിംഗ് ഒക്കെ വെച്ചിട്ട് പുള്ളി അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ 2 പോമറേനിയൻ, ജൂഡൻ ഇസ് എ പോമറേനിയൻ. അപ്പം പണ്ടത്തെ കാലത്തുള്ള ഒരു രീതിയല്ലല്ലോ. പട്ടികളുണ്ട് വീട്ടില്, പക്ഷെ അത് കൂടുതലും നാടൻ പട്ടിയെ വളർത്തുക അങ്ങനത്തെ. ഇതങ്ങനല്ല, നമ്മളെ വീട്ടിൽ വളർത്തുന്ന, നമ്മൾ ഈ നമ്മുടെ കൂടെ ഹൗസ് പെറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള പെറ്റ്സ് ആണ് ജൂഡനും. അതുമല്ല ഈ രാവിലെ മോർണിംഗ് വാക്കിന് പോവുക, അങ്ങനത്തെ രീതിയിലുള്ള ഒരു വീടാണ് അത്. നമുക്കൊരു എക്സസൈസ് ആവും എന്നുള്ള ആ രീതിയിൽ. അതെ, അതെ, അതെ. പട്ടിയെ കൊണ്ട് രാവിലെ നടക്കാൻ ഇറങ്ങുന്നതൊക്കെ അതൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. അതാണ്. ഇപ്പം വളരെ നല്ലൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര എന്താ പറയുക, ലെയർഡ് ആയിട്ടുള്ള ഒരു പടമാണ്. ഭയങ്കര സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പടമാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, കുറെ സ്റ്റഡീസ് ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ ഇതിനകത്തിൽ ഞാൻ പറയാൻ വിട്ടുപോയിരുന്നുണ്ട്. ഇപ്പൊ ഈ ഷാഡോ ആർക്കിടൈപ്പ് എന്ന് പറയുന്ന ഒരു ആർക്കിടൈപ്പ് ഉണ്ട്. അപ്പൊ ഏതോ ഒരു സ്റ്റഡിക്കകത്തിൽ, യക്ഷിയുടെ ഈ നോവലിന്റെ ഒരു സ്റ്റഡിക്കകത്തിൽ, അതിനകത്തിൽ ഇങ്ങനെ യൂങ്ങിയൻ തിയറിയാണ്. ഈ യൂങ് എന്ന് പറയുന്ന കാൾ യൂങ് എന്ന് പറയുന്ന ഒരു സൈക്കോ അനാലിസ്റ്റ് ഉണ്ട്. പുള്ളിയുടെ തിയറിയാണ് ഈ ഷാഡോ ആർക്കിടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ പുള്ളിയുടെ പേരിലൊരു വൈനുണ്ട്, യൂങ്ങിന്റെ പേരിലോ? ഓ, അത് ശരി. അപ്പൊ ഇതിനകത്തിലെ ഈ ശ്രീനിയുടെ ഉള്ളിലുള്ള
അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലെ ഇഡീഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് യൂങ്ങിന്റെ അല്ല, അത് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ് ആണ്. ഫ്രോയിഡും ഒരു സൈക്കോ അനാലിസ്റ്റ് ആണ്, സിഗ്മണ്ട് ഫ്രോയിഡ്. ഫ്രോഡുകൾ അങ്ങനെ പലതും പറയും. അപ്പം ആ ഇഡീഗോ സൂപ്പർ ഈഗോയ്ക്ക് അതിൽ പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, പിന്നെ കോൺഷ്യസ് സ്റ്റേറ്റ്, ആ രീതിയിലുള്ളതാണ് പറയുന്നത്. അത് തന്നെ വെച്ചിട്ടാണ് യൂങ്ങും പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈവിൾ ആൻഡ് ബാഡ് തോട്ട്സ്, അല്ലെങ്കിൽ ബാഡ് ഗുഡ് ഈവിൾ പ്യോർ അല്ലെങ്കിൽ ഏഞ്ചൽ ഡീമൺ എന്ന് പറയുന്ന ആ ഒരു ഓപ്പോസിറ്റ് പോളാരിറ്റീസ് ഉണ്ടല്ലോ, അത് പുറത്തുള്ള കോൺഷ്യസിലേക്ക് അൺകോൺഷ്യസിന്റെ ഉള്ളിലുള്ള ആ ഒരു ഈവിൾ തോട്ട്സിനെ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് ഷാഡോ ആർക്കിടൈപ്പ് എന്ന് പറയുന്ന ആർക്കിടൈപ്പ് വരുന്നതാണ്. അപ്പൊ ഈ സ്റ്റഡിക്കകത്തില് എന്താണ് ഈ എഴുത്തുകാരി റിസർച്ചർ പറയുന്നതെന്ന് വെച്ചാൽ യൂങ്ങിന്റെ ഷാഡോ ആർക്കിടൈപ്പ് നമുക്ക് ഇതിനകത്തിൽ ഈ ശ്രീനിയുടെ ക്യാരക്ടറിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം എന്നാണ് പറയുന്നത്. അതിന്റെ ലിങ്ക് ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയാണ് യക്ഷിയായിട്ട് വന്നതെന്നുള്ളത്. കാരണം അന്നത്തെ കാലത്ത് യക്ഷി എന്തുകൊണ്ടാണ് മലയാളത്തിൽ ഇപ്പം വാമ്പയർ എന്ന് പറയുന്ന സാധനം എന്താണ് ഇപ്പൊ നൊസ്ഫെറാറ്റു എന്ന് പറയുന്ന ശരിക്കുള്ള കോൺസെപ്റ്റിൽ നിന്ന് വന്നതാണ് നമ്മുടെ ഡ്രാക്കുള. പക്ഷെ ഡ്രാക്കുള ശരിക്കും ഒരു വിരൂപനായിട്ടുള്ള ഒരു കോട്ടയ്ക്കകത്ത് താമസിക്കുന്ന ഒരു സാധനമാണല്ലോ. പക്ഷെ നമ്മുടെ യക്ഷികൾ അങ്ങനെയല്ല, ദേ വെരി ബ്യൂട്ടിഫുൾ, കാണാൻ പനയുടെ മണ്ടേ കൊണ്ടുപോയിട്ടാണ്. അത് നമ്മുടെ ബഹദൂറിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, ഈ ഇരിക്കുന്ന ഞാനില്ലേ അത് ഞാനല്ല. മറ്റേ കോമഡി സീനിന്റെ OG വേർഷൻ ഇതിന്റെ അകത്തുണ്ട്. അതായത് ബഹദൂർ പറയുന്നത് പുള്ളി ഇങ്ങനെ ഒരു ദിവസം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പുള്ളീനെ അതിസുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി ഒന്ന് വശീകരിച്ച് കൊണ്ടുപോയി ഒരു മാളികയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. മാളിക ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് പുള്ളിക്ക് മനസ്സിലാകുന്നത് മാളികയല്ല, പനമരമാണ്. അതിന്റെ മണ്ടയിൽ പുള്ളിയുടെ ജീവൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് പുള്ളിനെ രാവിലെ യക്ഷി തിന്ന് അസ്ഥിയാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് ചോദിക്കും. അപ്പൊ പിന്നെ തൊലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്ന കണ്ടെന്നോ. അന്നേരം ഇവര് ചോദിക്കും അപ്പൊ നീ മരിച്ചു പോയില്ലേ, പിന്നെ നീ ഇപ്പൊ ജീവനോടെ ഇരിക്കുന്നു എന്ന് ചോദിക്കും. അതിന് ഇതൊക്കെ ഒരു ജീവിതമാണോ സാറേ എന്നൊക്കെ വെള്ളന്റെ പാത്രം കഴുകി ജീവിക്കുന്നതാണ് സാറേ ജീവിതം. മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്, കഷ്ടം. അപ്പം നമ്മുടെ ഈ ഷാഡോ ആർക്കിടൈപ്പ് വരുന്നത് മെമ്മറി, ഡ്രീം ആൻഡ് റിഫ്ലക്ഷൻ എന്ന് പറയുന്ന യൂങ്ങിന്റെ ബുക്കിൽ നിന്നാണ്. അപ്പം ഞാനത് താഴെ ലിങ്ക് ചെയ്തേക്കാം, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വായിച്ചു നോക്കും. ഇറ്റ്സ് വെരി കോംപ്ലക്സ് ബുക്ക്. അപ്പം അതിന്റെ ആ ഒരു ഇത് വെച്ചിട്ട് ആൾക്കാർ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായത് ഈ ഒരു എന്താ പറയുക, ഈ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള ഒരു ഒന്നാമതെ ഈ എന്തുകൊണ്ടാണ് നമ്മുടെ യക്ഷിമാര് സുന്ദരിമാരായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഈ ഫീമെയിൽ സബ്ജുഗേഷനും അതുപോലെ അന്നത്തെ സ്ത്രീകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റാത്തതിലൂടെ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ പറയുന്ന സ്ത്രീകളെ ഈവിളാക്കി പുരുഷന്മാരുടെ രക്തം കുടിക്കുന്ന ഈവിൾ മോൺസ്ട്രസ് ആയിട്ടുള്ള സുന്ദരികളായി മോൺസ്റ്റർ ആയിട്ട് കാണിക്കുന്ന ഒരു പ്രവണതയിൽ നിന്ന് വന്നതാണ് എന്ന് പറയുന്ന പല തിയറികളും ഉണ്ട്. അപ്പം തന്നെ ഒരു മെയിൽ ഈഗോയുടെ ഒരു കാണിക്കുന്ന ഒരു ശരിയാണ്. അപ്പം അതാണ് പറഞ്ഞുകൊണ്ട് വന്നത്. അപ്പം പടം ഭയങ്കര ലേയേർഡാണ്, ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പടമാണ്. ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കും, ഓക്കെ ഇങ്ങനെ ആവാം അങ്ങനെ ആവാന്നൊക്കെ ചിന്തിക്കും. രണ്ടാമത് കാണുമ്പോൾ നമുക്ക് പിന്നെയും ഇത് ഇങ്ങനെ ആയിരുന്നില്ലേ, ഓക്കെ അപ്പൊ പുള്ളി ഈ സമയത്ത് ഹാലൂസിനേറ്റ് ചെയ്യുവാണ്. ഞങ്ങള് കണ്ടപ്പോ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ എന്നുള്ള ഇതൊന്നും കാണാതെയാണ് കണ്ടത്. അപ്പൊ ആദ്യം ഒരു ഭാർഗവി നിലയം 2.0 അതിന് ഇൻസ്പയർ ആയി, അതുപോലെ വേറൊരു പടം ഇവിടെ മോൻ കരിഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതി. പക്ഷെ ക്ലൈമാക്സ് എത്തിയപ്പോ നമ്മുടെ കിളി പോയി. വീണ്ടും ഈ പടം റീവിസിറ്റ് ചെയ്യുമ്പോൾ ആ ക്ലൈമാക്സിലെ ആ ഒരു ഇൻഫർമേഷൻ ഇപ്പൊ ഉണ്ടല്ലോ. നമ്മൾ ലൂസിഫറിന്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ ലൂസിഫർ ഒരു ആദ്യം കാണുമ്പോൾ ചുമ്മാ ഒരു മാസ് കൊമേഴ്ഷ്യൽ പടം എന്നുള്ള രീതിയിലാണല്ലോ. പക്ഷെ പിന്നീട് വീണ്ടും കാണുമ്പോഴത്തേക്ക് അതിൽ എന്തൊക്കെയോ ലേയേഴ്സ് ഉണ്ട് എന്നുള്ളൊരു അത് ഈ പല കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും റീവാച്ച് ചെയ്യും. മെമന്റോ ഒക്കെ കാണുന്ന പോലെ വീണ്ടും മെമന്റോ കാണുമ്പോഴത്തേക്ക് നമുക്ക് പല ക്ലൂകളും ഉണ്ട്. അതിന്റെ ഓരോ ഹിഡൻ ലെയറുകളൊക്കെ കണ്ട് ആണല്ലോ നമ്മളത് വീണ്ടും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുപോലെ ഒരു പടമാണ് ഇതും. കണ്ട് ഒന്നുകൂടെ റീവിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ക്ലൂകളും കാര്യങ്ങളൊക്കെ
ഈ പറഞ്ഞ പോലെ പല തിയറികളും പറയാം. ഈ ശാരദാമ്മയുടെ ഈ ഒരു വിയേർഡായിട്ടുള്ള പെരുമാറ്റമൊക്കെ ഒരുപക്ഷെ പുള്ളിയുടെ കണ്ണിൽ നിന്നാവാം. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഇതുകൂടെ പറഞ്ഞു, അതായത് ഈ ശാരദാമ്മ ഇങ്ങനെ വിയേർഡായിട്ട് പെരുമാറുന്ന മേ ബി പുള്ളിക്കാരി മറ്റേ മണിച്ചിത്രത്താഴിൻ്റെ അകത്ത് ഗംഗേനെ പോലെ യക്ഷിയുമായിട്ട് അധികം ഇങ്ങനെ യക്ഷിക്കഥകളൊക്കെ വായിച്ച് അതിൽ റിസർച്ച് ചെയ്യുന്ന ആളോടുള്ള ആരാധനയും അങ്ങനെ ഒരു ഇതൊക്കെ കൊണ്ട് പുള്ളിക്കാരി ഈ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് യക്ഷികളോടാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് പുള്ളിക്കാരി അതുപോലെ പെരുമാറുന്നതാണോ എന്നൊക്കെ അങ്ങനെ പലതും നമുക്ക് ചിന്തിച്ചെടുക്കാം. അങ്ങനെ ഒരുപാട് വായനകൾക്കൊക്കെ പോസിബിലിറ്റീസ് ഉള്ള ഒരു സിനിമയാണ്. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ്. അപ്പം എല്ലാവരും ഈ പടം പോയി വിസിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഞങ്ങളുടെ ഈ ഡിസ്കഷന് മുമ്പേ നിങ്ങളിത് കാണുകയാണെങ്കിൽ ഇറ്റ്സ് മോർ ബെറ്റർ. കാരണം നമ്മൾ ഈ അൺഫോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അൺടൈ ചെയ്ത നോട്ടുകളൊക്കെ നിങ്ങൾക്ക് അൺടൈ ചെയ്യാത്ത വെർഷനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഞെട്ടൽ ഇത് വേറൊരു ഞെട്ടൽ തന്നെയായിരിക്കും. സോ ഓൺ ദാറ്റ് കീപ്പിംഗ് ദാറ്റ് ഓൺ മൈൻഡ് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങളുടെ കേട്ടിട്ടില്ലാത്ത എപ്പിസോഡ്സ് ഡെഫിനറ്റ്ലി പോയി ചെക്ക്ഔട്ട് ചെയ്യാം. സോ അതെ മലയാളം ക്ലാസിക്സ് ഇപ്പൊ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഒരു 4 എണ്ണത്തോളം നമ്മളിപ്പോ ചെയ്തു. വെള്ളം, പടയോട്ടം, നമ്മള് കാബാലിക നമ്മളെ പബ്ലിഷ് ചെയ്യാത്ത ഒരു എപ്പിസോഡും കൂടെ ഉണ്ട്, ലവ് ഇൻ സിംഗപ്പൂർ. ഇറ്റ്സ് എ റൊമാൻറ്റിക് ക്ലാസിക്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ നമ്മൾ ഒരു പുഷ്പം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സോ ഓൺ ദാറ്റ് നോട്ട്, ദിസ് ഇസ് മീ UDC കുമാരി സൈനിങ് ഔട്ട് വിത്ത് മിസ്റ്റർ ദിഗംബരൻ. ബൈ ബൈ. സത്യം പറയാം, ആകാശത്തിലേക്ക് പോയി. ചന്ദ്ര, എന്റെ കൺമുമ്പിൽ വെച്ച് ഞാൻ നോക്കിയിരിക്കെ എന്റെ രാഗി പുകച്ചുരുളുകളായി ചുരുളുകളായി എന്റെ ആകാശത്തിലേക്ക്. രാഗിയെ, എന്റെ രാഗിയെ, രാഗിയെ. ഇൻസ്പെക്ടർ, ഞാനൊന്ന് പറയാം. എന്റെ രാഗി പുകച്ചുരുളുകളായി ആകാശത്തേക്ക് ഇങ്ങനെ പോകുന്നത് ഈ കണ്ണുകൊണ്ട് നോക്കി നിന്നവനാണ് ഞാൻ. രാഗി, രാഗി. ഞാൻ നോക്കി എന്റെ കൺമുമ്പിൽ വെച്ചു രാഗിണി. അങ്ങനെ ഞാൻ അവളെ കൊന്നു. ഭ്രാന്തനായിരുന്ന ഞാൻ അവളെ വെട്ടി നുറുക്കി മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു. എന്നിട്ട് വീട്ടിനകത്ത് പിടിച്ചു.